നടുവിലെല്ലാം വേക്കൻസി ഉണ്ട്. ഫ്രണ്ടിലേക്ക് കയറി വരൂ. ലേറ്റായി വരുന്നവർക്ക് ബാക്കിലോട്ട് കയറാനായിരിക്കും സൗകര്യം. ഫ്രണ്ടിലോട്ട് വരൂ. നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം ഫ്ലൂട്ട് റെസിറ്റേഷൻ ബൈ ബിപിൻ രാജ് ആർ.
Thank you. ഓഡിറ്റോറിയത്തിന് പുറത്തുള്ളവർ ദയവേത് അകത്ത് പ്രവേശിക്കുക. അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഐ ഇൻവൈറ്റ് ടീം തൃശ്ശൂർ. മ്യൂസിക് ഹീൽസ് എന്നാണല്ലോ. They are here to entertain us with a bunch of songs. Hello.
താങ്ക് യു. അടുത്തതൊരു ഡാൻസ് പെർഫോമൻസ് ആണ്. ടീം കോട്ടയം. തെൻകാശി പട്ടണത്തിന്റെ രോമാഞ്ചമായ കണ്ണൻ മുതലാളിയും തെൻകാശി പട്ടണത്തിന്റെ രോമാഞ്ചമായ കണ്ണൻ മുതലാളിയും ദാസപ്പൻ മുതലാളിയും. കടമഴിയിൽ കമലദളം നടന്നാൽ പുലരി മഴ. കടമഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം.
പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നട നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം നീയും കലക്കാണോടി കൊച്ചു ഗല്ലി. ആരെങ്കിലും വരണോട് ഒഴിക്കാൻ എനിക്കറിയാൻ ഇഷ്ടം ഒഴിക്കാൻ. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. കണ്ണകിയോ നീയല്ലേ, കോവലനോ ഞാനല്ലേ. ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയ കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം. മാമനായി മാറനായി വന്നിതാ എന്റെ മച്ചം, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. എടാ മോനെ, ജീവൻ ഏതോ കാലക്കേടില്ലാണോ. ലോല വായോ പോകാം, ലോകം കാണാം തേരാ പാരാ. ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി, നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കിട്ടി. ഒരു പൂ തരാമോ, ഒരു കായ് തരാമോ. പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ. മന്ദാകിനി ഒന്നാകുമോ, ചെന്താമരേ താമരേ. കനാലിനി കൊണ്ടാടുമോ, പിന്നാലെ ഞാൻ കൊണ്ടാടുമേ. മന്ദാകിനി ഒന്നാകുമോ, ചെന്താമരേ താമരേ. മല്ലിക വാണത്തെ അമ്പുകളോ, കണ്ണുകൾ തുമ്പുകളോ, അമ്പിളി പൂവിന നാമ്പുകളോ, പുഞ്ചിരി തുമ്പികളോ, മുല്ല മലർ മണി ചെണ്ടുകളോ, നിന്മണി ചുണ്ടുകളോ, തെണ്ടെടുത്തെത്തുന്ന വണ്ടുകളോ, മുങ്ങിന തുണ്ടുകളോ. ఆరింటికోసారి ఏడింటికోసారి పావు తక్కువ పదింటికోసారి, పడుకుంటే ఓసారి మెలుకుంటే ఓసారి, ఏమి తోసక కూసుంటే ఓసారి, ఏళ్ళు నొక్కుతుంటే ఓసారి ఓసారి, కాలు తొక్కుతుంటే ఓసారి, నువ్వు పక్కనుంటే ప్రతి ఒక్కసారి. వచ్చుండాయి ఫీలింగ్స్, వచ్చుండాయి ఫీలింగ్స్, వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్, వచ్చుండాయి ఫీలింగ్స్, వచ్చుండాయి ఫీలింగ్స్, వచ్చి వచ్చి చంపేస్తుండాయి ఫీలింగ్స్. ఆ బేబీ Baby, 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 what are you doing, baby? Baby, 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 what are you doing, baby? Naatare pragan, baby, ninde vitarum pragan, baby. അണ്ണൻ ഡാൻസ് കളിക്കണുണ്ടോ? Mamadu re, anna kodi, mamadu ni,
libertad. വോളണ്ടിയേഴ്സിന്റെ ശ്രദ്ധയ്ക്ക്, വോളണ്ടിയേഴ്സ് എല്ലാവരെയും ഓഡിറ്റോറിയത്തിന്റെ അകത്തേക്ക് എല്ലാവരെയും എത്തിക്കണം പ്ലീസ്. പുറത്ത് നിൽക്കുന്ന എല്ലാവരും, അകത്തെ സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ മോളിൽ ബാൽക്കണിയിൽ സ്ഥലമുണ്ട്, ആരും പുറത്ത് നിൽക്കരുത്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനോഗ്രേഷൻ ചീഫ് ഗസ്റ്റ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ പ്ലീസ് ഒരിക്കൽ കൂടി പറയുകയാണ്, ഓഡിറ്റോറിയത്തിന് പുറത്തുള്ള എല്ലാവരും അകത്തേക്ക് പ്രവേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നമ്മൾ ഒഫീഷ്യൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ റിക്വസ്റ്റ് ഓൾ ദ ഡിഗ്നിറ്ററീസ് ടു ബി ഓൺ ദ സ്റ്റേജ് പ്ലീസ്. പ്ലീസ് ബി സീറ്റഡ്. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി മഞ്ജു മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ശാന്തി അറിയണമേ. ഭൂമിയമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ, മനസ്സിലെഴുതേണമേ. Thank you, madam. For the welcome address, I invite Comrade Rajesh, General Secretary, Sbioa-Kc. Good morning, comrades. It is with immense pride and joy that I stand before you to welcome each one of you to the Youth Conference of State Bank of India Officers Association. This celebration is a part of the Silver Jubilee celebrations that we are celebrating this year. In the month of March, we had a women's conference at Ernakulam, now this youth conference. And we have been carrying on a series of programs at various modules like walkathon, marathon, flash mob we had in Ernakulam, a candlelight march we had in Trichur, an inter-institutional quiz competition was conducted at Trivandrum. So across the circle, we are conducting series of programs as part of our Silver Jubilee celebrations. And the main objective is against the menace that the society is now facing, our move against, say no to, our move for, say no to drugs. That is the main motto with which all these events have been conducted across the circle. And the basic purpose, what made us think of having
a youth conference is to bring the power of the youth together, to bring the energy of the youth together. We know the biggest asset of our country is our youth. When we see aging population in the European countries and the Western world, India is proud that we are having a very young population. Similarly, it's the case with State Bank of India, and that is the same with State Bank of India Officers Association. Our average age is 40. So you are the ones to lead the bank. You are the ones to lead the association in future. And it is that, with that view in mind, that we have conducted this program. All of us felt extremely happy yesterday to see that State Bank of India has become the largest profit-making company, largest corporate in the country, with 71,000 crores of rupees. It's a matter of immense pride and joy for each one of us. And we have been replicating this for the last 3 years. In the year 22-23, it was 50,000 crores. 23-24, we reached 61,000 crores. And this year, 24-25, our bank has crossed 71,000 crores of net profit. And it is a great pride that we are part of a bank that has a legacy of 2018 years. We should understand that the association is also similarly growing along with the bank. State Bank of India Officers Association, under AABOC. AABOC is the largest officers trade union movement in the world. This organization has been taking care of the welfare, the well-being, self-respect and dignity of officers, along with the things that the bank has been giving us. I was just going through a small bit of information that was there in the Times of India day before yesterday, and it read like this. The officers of the Bank of Bengal, one of the 3 parent banks of State Bank of India, expected its officers to pass an exam and be financially responsible. In a memo issued to officers in 1899, it was decreed that if an officer married without sufficient income, he would be liable to be dismissed from the bank. That was the culture that was existent in this bank 100 years back. Then we have seen the innumerable strikes that our yesteryear leaders have led, even for getting casual leave sanctioned for an officer. It is from there that we saw a wage revision being signed last year without even a single day's strike or agitation. That is the power of the association. That is what the leaders have taught us, and this is what our former leaders have laid this platform for us. And we are, of course, we are having lots of issues. We are under tremendous stress. But the leaders in the past, the bank officers in the past, had passed through even harder trials and situations. When we look at our pay slip, a bank officer's pay slip had the only component of a basic pay initially. Now we are having so many allowances in our pay slip. Along with that, we have seen lots of benefits, lots of lots of schemes have been introduced, lots of leaves have been introduced, and all these have been because of the leaders that have led this organization in the past, including Comrade Godbole, Comrade Nadaf, Comrade Shanta Raju, the great Comrade Sri D.T. Franco, our Rupam Roy, and these people have been continuously fighting hard to ensure that the bank officers' rights are protected. In our circle also, we have a very strong, vibrant, and militant circle association. When holiday working is a routine in many of our circles, when late meetings are a norm in many other circles, when bank officers are treated, are harassed and humiliated in many circles, in Kerala circle, I'm sure we have been there to see that our holidays are for us to be with our families. We leave our offices, meetings are not conducted late evenings in our circle. Officers are not being treated badly, they are not harassed or humiliated. The self-respect and dignity of our officers are protected. So this has been possible only because of the strength and unity that each one of us have proved. I'm very proud to say that almost 100% of the officers of the circle, we have 5,600 officers in number,
and almost 100% of the officers are members of the circle association, whereas it is not the same in many other circles where thousands of officers are yet to join the circle associations. So that is the force, that is the energy, that is the vigor that the leadership of the association, including us, have when we face the management, when we go for a negotiation. The confidence that we have is the power of you. So together, let us take this organization to greater heights. Let us see that our unity and camaraderie always stays together. With this, I would like to take my role in this meeting. I've been given the task of welcoming this august audience. I wholeheartedly welcome Comrade Biju, President of Sbioa-Kc, to this function, who is presiding over this youth conference. I welcome Comrade Rupam Roy. Rupam Roy I welcome Comrade Rupam Roy in absentia. He was supposed to attend this meeting, but owing to many other meetings that he has to attend, he is the National General Secretary of All India State Bank Officers Federation. He is the National General Secretary of All India Bank Officers Confederation. And all of us know he is all in all for UFPU. So lots of meetings are there. He was supposed to come here. Unfortunately, since he is preoccupied with another meeting, Comrade Rupam has consented to join us in online mode. He will be addressing us in this meeting online. I welcome Comrade Rupam in absentia to this function. Similarly, our CGM Bhuneshwari Madam was also supposed to attend, but Madam is also having some management-related issues. So Madam has also not come here. I welcome Madam to this meeting in her absence. We have with us legendary footballer Sri I.M. Vijayan, who needs no introduction. Conferred with Padma Shri. We are fortunate to have the presence of Vijayatan to this function. I welcome Sri Suresh Vakil, DGM B&O, Kottayam Module, to this function. Sorry, it came as Kottayam Module because sir was there in Kottayam. Earlier, DGM B&O of Kozhikode Module, Suresh sir, to this function. We have the presence of the leader of leaders, Comrade D.T. Franco, to address us this meeting. Franco sir was General Secretary of All India Bank Officers Confederation and President of All India State Bank Officers Federation, one of the tallest leaders that Bank Officers movement has ever seen. Welcome Franco sir to this youth conference of SBI Officers Association. We have with us for our special address, Comrade Joe Athiali, who is the Executive Director, Center for Financial Accountability from Mumbai. He will be addressing us in this meeting. Welcome, sir. I invite Comrade Rajanish, Deputy General Secretary, the young and vibrant Deputy General Secretary of the Circle Association, Rajanish, to this meeting. I welcome the entire Executive Committee members of State Bank of India Officers Association, Reception Committee members of this youth conference, and all my beloved comrades who have come over here from the length and breadth of the state. Thank you so much for being with us. I will wholeheartedly welcome each one of you to this youth conference. I also welcome comrades who have joined this meeting online. We have enabled live streaming of this program, and it is a very happy thing to see that many officers are watching this function live through YouTube. I once again welcome each and everyone to this youth conference. Thank you so much.
Thank you, sir. Now I invite Comrade Biju T, President Sbioa-Kc, for the presidential address. Thank you. Most respected honorable guest on the dais, Comrade D.T. Franco, former All India Bank Officers Confederation General Secretary and All India State Bank Officers Confederation, State Bank of India, State Bank Officers Federation President, Joy Atyali, Executive Director, Center for Financial Accountability, Mumbai, our own international footballer I.M. Vijayan, there is no need for any introduction, management representative Suresh Vakil sir, our leader of the leaders, Comrade Rubam Roy, he is on the online mode, our General Secretary, All India Bank Officers Confederation, as well as All India State Bank Officers Federation, Comrade Rajanish, Deputy General Secretary of All India State Bank of India Officers Association Kerala Circle, Calicut Module, our executive committee members and reception committee members, volunteers and all the comrades from across the Kerala state. Really it is moment of joy for all of us. വളരെ സുന്ദരമായ ഒരു ദിവസം ഞങ്ങളുടെ ഈ കമ്മിറ്റി തുടങ്ങിയതിന് ശേഷം 2022 തുടങ്ങിയതിന് ശേഷം അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് നമുക്കൊരു യൂത്ത് കോൺഫറൻസ് ഇവിടെ നടത്തണമെന്ന്. ശരിക്കും ഇമോഷണൽ ഫീലിംഗ് ആണ്. കാരണം അന്ന് നമ്മൾ എടുത്ത ഡിസിഷൻ ഇന്ന് നമ്മളൊരു ഫൈനാലിറ്റിയിലേക്ക്, ഇനി നമ്മുടെ കമ്മിറ്റിക്ക് ഈ പറയുന്ന ഒരു ടേം പൂർത്തിയാകാൻ വെറും 3 മാസം ബാക്കി നിൽക്കുമ്പോൾ അതിനു മുന്നേ ഇങ്ങനൊരു കമ്മിറ്റി, ഇങ്ങനൊരു കോൺഫറൻസ് നടത്താൻ നമുക്ക് സാധിച്ചത്, എല്ലാ ആൾക്കാരെയും എല്ലാ യൂത്തിനെയും നമുക്ക് ഒന്നുകൂടി കാണാൻ പറ്റിയത് വളരെ സന്തോഷകരമായിട്ട് തോന്നുന്നു. കാരണം ഈ മീറ്റിങ്ങിന് ഞങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ ബാങ്കിങ് സെക്ടർ എന്ന് മാത്രമല്ല അക്രോസ് കൺട്രി നമ്മുടെ വർക്കിംഗ് സെക്ടർ എംപ്ലോയീസ് as well as officers അതിഭയങ്കരമായ ഒരു ബേൺ ഔട്ട് തലത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. കാരണം മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ അതിന് കാരണക്കാരാണ് എങ്കിൽ പോലും ഒരു പെർസെപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ പുതിയ തലമുറയ്ക്ക് ട്രേഡ് യൂണിയനിൽ വലിയ താല്പര്യമില്ല എന്നൊരു പൊതുവേ ഒരു പെർസെപ്ഷനുണ്ട്. പക്ഷേ അത് അങ്ങനെ അല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. 100% അങ്ങനെയല്ല. പക്ഷെ അതിന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പൊതുവേ ഒരു തോന്നൽ. അതുകൊണ്ട് ഒരു യൂത്തിനെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഫ്രാങ്കോ സാറിനെ പോലെ അല്ലെങ്കിൽ രൂപം റോയിയെ പോലെ നിങ്ങളോട് നേരിട്ട് സംവദിക്കാൻ ആൾക്കാരെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക. അതായത് നമ്മുടെ ട്രേഡ് യൂണിയൻ, ഇന്ത്യൻ ബാങ്കിങ് ട്രേഡ് യൂണിയനെ പറ്റി എന്തിനെപ്പറ്റി ചോദിച്ചാലും നമുക്ക് മറുപടി പറയാൻ പറ്റുന്ന തലത്തിലേക്കുള്ള ഒരു പറ്റം ആൾക്കാരെ നിങ്ങൾക്ക് സംവദിക്കാനായിട്ട് കൊണ്ടുവരിക എന്നുള്ള ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒരു തീരുമാനം ഇന്നിവിടെ സഫലീകരിക്കുകയാണ്. യുവത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു യൂത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ആൾക്കാരുടെ പ്രസൻസ്, ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനെ പറ്റി ഏകദേശം പൂർണ്ണമായി. കാരണം നമ്മളെല്ലാം യൂത്ത് എന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ്. എന്താണ് യൂത്ത് എന്നുള്ളതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. കാരണം നമ്മളുടെ യൂത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് 73 വയസ്സുള്ള മമ്മൂട്ടിയോ അല്ലെങ്കിൽ അതിനടുത്ത് ഒപ്പം നിൽക്കുന്ന മോഹൻലാലോ ഒക്കെ നമ്മുടെ യൂത്തായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. അന്നേരം യൂത്ത് എന്ന് പറയുന്നത് ഏജ് എന്ന് പറയുന്ന ഒരു നമ്പറാണോ, അതല്ലെന്നുണ്ടെങ്കിൽ മനസ്സിൽ നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ വളരെ ഡിസിഷൻസിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണോ, അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് യൂത്തിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ വിജയൻ ചേട്ടനെ നമുക്കറിയാം. വിജയൻ ചേട്ടൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സിസർ കട്ട് ഗോൾ ഇന്നും നമ്മുടെ എല്ലാ മനസ്സിലും മായാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അന്നേരം പ്രായം കഴിഞ്ഞു പോകുമ്പോഴും ഈ യുവത്വം നമ്മളിൽ നിന്ന് ഒരിക്കലും ആർക്കും മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം നന്ദി പറയട്ടെ. ഇത്രയൊക്കെ പ്രായമായെങ്കിലും യൂത്തിനെ അഡ്രസ്സ് ചെയ്യാനൊരു അവസരം കിട്ടിയ അസോസിയേഷൻ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള തലത്തിലാണെങ്കിൽ പോലും വളരെ സന്തോഷം തോന്നുന്നു.
തീർച്ചയായിട്ടും യൂത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ സാഹചര്യത്തിൽ, മാറി വരുന്ന സാഹചര്യത്തിൽ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കണം. നമ്മുടെ സംഘടന, ഇപ്പോൾ രാജേഷ് ഇവിടെ പറഞ്ഞു, ഇന്നലെ ബാങ്കിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തു. 69,900 കോടി പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നു. സന്തോഷമാണ്. നമ്മുടെ ബാങ്ക് ഏറ്റവും ഉന്നതിയിലേക്ക് പോകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്, സന്തോഷമാണ്, ആഗ്രഹമാണ്, എല്ലാം ശരി. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന, അതിനോടൊപ്പം തന്നെ ഞാൻ അങ്ങനെ പറയുള്ളൂ, നമുക്ക് സന്തോഷം തന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മോർ ദാൻ 15% ആയതുകൊണ്ട് നമുക്ക് 15 days ഹാഫ് ദ മന്ത് ഓഫ് സാലറി വി ആർ ഗോയിങ് ടു ഗെറ്റ് അസ് PLI ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടുന്നു. എങ്ങനെ നമുക്കത് കിട്ടി? നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ പ്രോഫിറ്റിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെ അത് കിട്ടി? അത് കിട്ടാൻ വേണ്ടിയിട്ട് ആരാണ് ഇതിൻ്റെ പിന്നിൽ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് ഇന്നത്തെ യൂത്ത് ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മളുടെ സംഘടനയുടെ ആവശ്യകതയെപ്പറ്റി നമ്മൾക്ക് ബോധ്യമാവുള്ളൂ. നമ്മൾക്കറിയാം, രാജേഷ് ഇവിടെ പറഞ്ഞു, പണ്ട് ഒരു ലീവിന് വേണ്ടിയിട്ട് 1964 നമ്മുടെ സംഘടന തുടങ്ങുമ്പോൾ ഒരു കാഷ്വൽ ലീവിന് വേണ്ടിയിട്ട് തുടങ്ങിയ സംഘടന ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ സാലറി സ്ലിപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാ ബെനിഫിറ്റ്സും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ സംഘടനയുടെ നേതാക്കന്മാർ നമുക്ക് മേടിച്ച് തന്നത് തന്നെയാണ്. അത് ഇന്നും അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു മാനേജ്മെൻറ്റും ഒരു കാര്യങ്ങളും വെള്ളിത്തളികയിൽ വെച്ച് തരില്ല. അതിന് നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടാകണം. അതുമാത്രമല്ല, കാലഘട്ടങ്ങൾ മാറി വരുന്നതനുസരിച്ച് ആൾക്കാരുടെ മനസ്സിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളുടെ നിത്യേന ഒരു വർക്ക് ലൈഫ് ബാലൻസിനെ പോലും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എന്താണ് ട്രേഡ് യൂണിയൻ്റെ ആവശ്യകത എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചുകൂടി രൂഢമൂലമായ ഒരു അഭിപ്രായം സ്വാംശീകരിച്ചിട്ട് വേണം ഇവിടെ നിന്ന് പോകേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും ജോയ് ഐത്താലി എന്നൊക്കെ പറഞ്ഞ സാറ് വർഷങ്ങളായിട്ട് നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങളെ പബ്ലിക് മീഡിയയിൽ കൊണ്ടുവന്ന് വളരെ പേരെടുത്ത മനുഷ്യനാണ്. അല്ലെങ്കിൽ ഫ്രാങ്കോ സാറിനെ പറ്റി ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് നേടിത്തന്ന എല്ലാ കോർട്ട് കേസുകളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാനേജ്മെൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഏതൊക്കെ കോർട്ട് കേസുകളുണ്ടോ ആ കോർട്ട് കേസുകളെല്ലാം അതിൻ്റെ എല്ലാം പിന്നിൽ കൈകളുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഫ്രാങ്കോ സാറ്. തീർച്ചയായിട്ടും അതുമാത്രമല്ല, മാനേജ്മെൻറ്റായിട്ടുള്ള ഡിസ്കഷൻസ്, ഓഫ് കോഴ്സ് നമുക്കറിയാം, ബാക്കിയുള്ള ട്രേഡ് യൂണിയൻ പോലെ അല്ല നമ്മുടെ ട്രേഡ് യൂണിയൻ. ഇറ്റ്സ് എ പർട്ടിക്കുലർ ടൈപ്പ്. ബിക്കോസ് നമ്മൾ എന്താ പറയേണ്ടത്, നെഗോഷിയേഷനാണ് എപ്പോഴും മുഖ്യമായിട്ട് വരുന്നത്. മാനേജ്മെൻറ്റിൻ്റെ മുന്നിൽ ചെന്നിട്ട് സിൻസ് വി ഡു നോട്ട് ഹാവ് എനി സ്റ്റാറ്റ്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓൾവേസ് വി ആർ റിലയിങ് മെയിൻലി ഓൺ അവർ യൂണിറ്റി. That is the difficulty that we are, the Officers Association across the country we are facing. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ യൂണിറ്റിയാണ് ഏറ്റവും മുഖ്യം എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും രൂപം റോയ് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ സംസാരിക്കും. രൂപമാണ് നമ്മൾക്ക് ഇന്നുള്ളതിൽ നമ്മുടെ വേജ് സെറ്റിൽമെൻറ്റിൻ്റെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ഏറ്റവും ഇൻസ്ട്രുമെൻ്റലായിട്ട് ഉണ്ടായിരുന്ന രൂപം റോയ് നമുക്ക് നേടിത്തന്ന ആ വേജ് സെറ്റിൽമെൻറ്റിനെ പറ്റി നമുക്ക് വളരെ ബോധ്യമുള്ളതാണ്. എല്ലാ ആൾക്കാർക്കും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു വേജ് സെറ്റിൽമെൻറ്റ് മേടിച്ചെന്ന് രൂപം റോയ് നമ്മളോട് ഇന്ന് നേരിട്ട് സംവദിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ യുവത്വം മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ബാങ്കിനെയും യുവത്വത്തിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സംഘടനയെയും യുവത്വത്തിൽ തന്നെ നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് നാം ഓരോരുത്തരും മുന്നോട്ട് പോകുമ്പോൾ സംഘടനയ്ക്കും അല്ലെങ്കിൽ ബാങ്കിനും നാം ഓരോരുത്തർക്കും ഏറ്റവും നല്ല മാനസികമായ ഒരു സന്തോഷത്തോടുകൂടി നമ്മുടെ ബാങ്കിങ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എവിടെയാണെന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ട്രേഡ് യൂണിയൻ്റെ പ്രാഥമികമായ കടമ. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സർവാത്മന സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ഒരു കാഷ്വൽ ലീവ് ചോദിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളുടെ ഓരോരുത്തരെയും, അത് കിട്ടിയില്ലെങ്കിൽ വാങ്ങിത്തരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമാണ് അസോസിയേഷനുകളുടെയും എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഏതൊരു സംഘടനയും നിലനിൽപ്പ്. അതുപോലെ തന്നെ മെമ്പേഴ്സിന് നമ്മളോടുള്ള അസോസിയേഷൻ്റെ ലീഡേഴ്സ് ഹൂവർ ഇറ്റ് ബി, ചിലപ്പം ഇന്നിപ്പോൾ ഞാനും രാജേഷും ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും. തീർച്ചയായിട്ടും ആര് തന്നെ ആയാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് സംഘടനയോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ലീഡർഷിപ്പിനായാലും മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് തല ഉയർത്തി നിന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നേടിത്തരാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നിടത്താണ് നമ്മളുടെ സംഘടനയുടെ ശക്തി. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ യൂത്ത് കോൺഫറൻസിന് എത്തിച്ചേർന്ന് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന് ഓരോരുത്തർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി കോഴിക്കോട് ഞങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് 3 വർഷം മുന്നേ ഒരു യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കോഴിക്കോട് മോഡ്യൂൾ കമ്മിറ്റി അത് ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറയുകയും
അത് ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ ആൾക്കാരെയും ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് എല്ലാ ആൾക്കാർക്കും നല്ല സഹകരണം, അതുപോലെ തന്നെ ഒരുപാട് വോളണ്ടിയേഴ്സ്, ഞാൻ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട്, ഒരുപാട് വോളണ്ടിയേഴ്സിൻ്റെ അതിഭയങ്കരമായ ശ്രമകരമായ ഒരു എഫേർട്ടിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമുക്കിവിടെ ഒത്തുകൂടാനും നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാനും പറ്റുന്ന ഈ വേദി ഒരുക്കിയത്. തീർച്ചയായിട്ടും കോഴിക്കോട് മോഡൽ കമ്മിറ്റിക്ക് ഞങ്ങളുടെ സെൻട്രൽ കമ്മിറ്റിയുടെ എല്ലാവരുടെയും നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ലൈറ്റിംഗ് ദ ലാമ്പ് സെറിമണിയാണ്. ഐ റിക്വസ്റ്റ് ഓൾ ദ ഡിഗ്നിറ്ററീസ് for the lighting the lamp ceremony. Please be near to them. Many of our comrades are waiting outside, requesting everyone to please be inside. Many of the chairs are remaining vacant. Volunteers, please see that all the people who are standing outside are inside the hall. ലൈറ്റിംഗ് ദ ലാമ്പ് സെറിമണിയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. Thank you all. Moving on to the inaugural address. Now we take a moment to acknowledge a towering figure in the trade union movement, Comrade Rupam Roy, General Secretary of the All India Bank Officers Confederation and All India State Bank Officers Federation. He is the chief architect of the historic 9th Joint Note signed on March 8, 2024, a landmark agreement that brought significant improvements in salary structure and service conditions for over 3 lakh bank officers across the country. His visionary leadership, deep understanding of service matters, and relentless commitment to the officers' cause have earned him the respect and admiration of bank officers nationwide. We are truly privileged to have Sri Rupam Roy sir online today with us, joining through video streaming to inaugurate this youth conference. Let's now warmly welcome him as he delivers the inaugural address and inspires the young minds who will carry forward the legacy of our movement.
I start? Can I start? Am I audible? Sir, audible. Audible, sir. Audible. Comrade Biju, the president of the Cycle Association, Comrade Rajesh, the general secretary of Cycle Association, the leaders on the dais, Comrade D.K. Banker, the former general secretary of the All India Bank Officers Confederation and the president of All India State Bank Officers Federation, Comrade Joe, from PFA, the IMBJL, legendary international footballer, leaders of the dais, and my dear comrades. The Kerala cycle is there's an echo there. Am I audible now? Clear? Okay. The Kerala cycle is known for its vibrancy, and I am so thankful to Comrade Biju and Comrade Rajesh for regularly conducting such meeting, and the youth conference is one such meeting. And we have seen from the federation that how actively they engage themselves with the members, and we had been regularly getting communication from them even for a small issue, whatever is there in the circle, and they are very sincerely and religiously following up. They connect with the membership, and thankful to the Cycle Association. And the Circle Association, your leadership is also contributing for the All India State Bank Officers Federation during the wage negotiation. I'm thankful to Comrade Biju for allowing Comrade Rajesh to be with me for a very long period of time. So, and to all of you for allowing your General Secretary to be there with me in Bombay. Now, comrades, today the youth, the bank is represented by you. You are the bank, that we must first understand, and that's why this conference holds great significance for not only for the circle but for the federation. We have to understand your expectation, and whether the way we are conducting ourselves as a leader in the federation or in the confederation, we are taking care of your issues or not. I'm sure in your business session or whatever you call, you will be deliberating on the issues and you will be giving the direction to the leadership. While we talk about the issues that we will be discussing there, I would like to request you to look at the macro perspective and try to understand that how the bank should function, the society and its contribution towards the society, the issues connected with the public sector, and the growth of the bank. We must understand that by having this kind of a dialogue today, many of you will be the leaders of the Circle Association, and maybe you will be leading the confederation and the federation in the coming days, but a good majority of you will also be leading the bank. So you must understand from the grassroots the pain of the officers and the employees, and the pain and the challenges before the bank when the bank goes ahead, because we must understand alongside that when our benefits are important, it is also very important that the bank also grows and we remain the number one in the country, not only as State Bank of India, but the public sector as a whole, as a greater market share. And it is not about market share, how it contributes to the society, that also we should keep in mind. Now, recently we had given a strike notice on many issues, and I'm sure your Circle Association has explained such issues before all of you. There may be few issues which may be very close to you, for example, 5-day banking, or maybe some residual issues in the IBA level, which includes the non-NPS, the National Pension Scheme, and conversion to the OPS. But there are many issues which I want to explain to you, and I want to today, I want that you discuss in details the issues and the solution. Number one is recruitment. The recruitment in public sector, if you look, the number of officers today, if it is not adequate, still comparably it is not so low. The way the number of clerical staff has been reduced over a period of time. And if you look at the branches in State Bank of India, still the ratio of 1:1 is maintained. But if you look at the other public sector bank, per officer maybe somewhere it is 0.25 or maybe 0.50. That means for every officer, every 2 officers there is 1 clerk, and it is becoming very challenging for the officers to conduct themselves in the branches, coupled with the pressure that today the government has come up with so many schemes, and there is so much of pressure on the bank branches, and we have seen so many attacks on the bankers. That is also one of the agenda in this strike notice that we have discussed. We have also taken before the IBA that, like in the private sector, be it for the airlines, when some customer they are not behaving properly, the airlines has the right to deboard
the customer, we should also be given the right to deboard the customer when the account holder when they are not behaving properly with our officers or the employees. And to that extent, there was a consensus that they will also explore deboarding the customer. They also asked whatever the borrowers, what we do, we said that we will recall the advances. We have also demanded, and that also in the CLC we have discussed, in the IBA there is a consensus that the branch manager should be given the right to file an FIR when there is an attack on the officers. And on the recruitment, I'm very happy to share that some forward movement is there in the clerical recruitment. Initially the intent was 6,000. Now it has been increased to some 11,800 for the other public sector banks, and for State Bank of India, as you know, around 15,000 clerks will be recruited. And moving ahead, the bank is willing to recruit 20,000 clerical staff every year. The bank has also requested us that every year there should be a promotion from the clerical cadre to the officers cadre, that because the bank understands that the more, even the DFS has shared that we want more officers to be promoted from the clerical staff, and we want more clerical recruitment in the banking sector. That DFS secretary has told us when we went to give a memorandum. But we also should make an endeavor, because we have we sometimes share with our clerical comrades that don't become an officer. The life of an officer is in hell, and in that way they are not sitting for the promotion exam, and due to that the problems like ICT of the officers and having shortfall of officers also in many areas we are facing. So kindly encourage your clerical staff comrades to take promotion and become officer. Now, along with that, there is a very serious issue which I don't know how many of you have understood, the youth in particular, that the PLI, the central government has brought in, the DFS has brought in. Our comrades who are in the scale 1, 2, 3, and even including that, and even the clerical staff also, they have demanded that the PLI should be extended to all, but they have not understood the design. In the PLI, what they have designed is that out of 100% of the employees from scale 4 to the top management, there will be 5 brackets of 20% each. Earlier in our CDS system, where for the AAA it was 35% to a grade, up to a grade, and beyond the grade it was 40%. For the AA there was 40%, and for B and C, for C there was 1%, and for B there was 3% people are graded, and around 16%, 16 to 20% was there. 16% was there in the A, under the category A. But now that grading has been done 20, 20, 20, 20. In that way, AAA, AA, then A, then BBB and B. And we have seen that in the last this B and C, where we had around 4% of the people, now have 40% of the officers, those who are forcefully graded there. And in the top bracket, where we had 80% of our officers, in the top 2 bracket, now we have only 40% of the officers. Along with that, the DFS has come out with another circular that those who have attained 50 years, 55 or 58, as the case may be, 55 and 58 in our bank, where the bank has to give you an extension. Now those extension, how many of the officers who have retired in public interest? That means the DFS is also putting pressure that those who have attained the age of 55 and 58, they should not be given extension. Sorry. And they should be retired in public interest. Already, if you have seen in the newspaper, in the Steel Authority of India Limited, 7 senior executives were forcefully retired, and same is the case with another public sector. So days are not far when those who are graded in the lower 20% grade, which is BB, those officers, the DFS will not be asking for the names that how many you have retired. They will just simply send that out of the 20%, the number of officers who are 55 or in the age of 58, they should be retired in the public or in public interest. So this kind of danger is there. So that's why we have opposed it, and also by grading it, by paying a huge incentive for the top 20%, and the remaining bottom 20% in that circular, it says not only they will not receive the DFS guided PLI, they will also not be receiving the industry level agreement that we have for 15 days, that also they will not receive any other PLI, and also the bank for grading for different grades that PLI is available. Although for that grading they will also not be receiving in the bank, but the bank level PLI that we used to get after the profit. Now yesterday our bank has made a profit, and there is every possibility that we will be getting 15 days PLI that the senior executives senior management will also be deprived of. So that's why we have opposed, and due to our opposition, now the DFS has written to the IBA to review the proposal, and in the last meeting also, I'm sure that DFS has understood the draconian policy and how it is going to impact the public sector bank. I have met the MD Tonsis, our MD Tonsis sir, and also our honorable chairman,
I have met him personally on 11th of April and also in Hyderabad when we were there for their 60 years Golden Jubilee celebration of the Sbioa Hyderabad Circle. And I've explained, and I'm very happy that the top management is also very open to again recommend to the DFS for a change in the policy. And we are sure that this PLI will not come into force, and in that way we will be successful to protect the officers in the senior management who had been actively participating in the activities of the association. Now, comrades, apart from this, there are other issues that we have taken up: unfair labor practice in the banking system. And I'm very happy in the first CLC itself, the CLC has agreed and they have said that any officer who have for scale 4 and above, the bank used to give a guideline that those who are the members of the scale 4 and officers are not expected to be the members of the association, to which scale 1 to 3 is the member. And the CLC has given a clear direction: if such things are happening, the associations and the unions, they should file a complaint with the CLC, and CLC will investigate and appropriate action will be taken against the bank. We have also opposed the micromanagement that the DFS is doing, not only on the PLI and on the CDS issue, but also on the transfer policy, how the transfer policy will be there, and some changes they are trying to bring the transfer policy, which because in the other public sector, we must understand that officers, irrespective of the grade from scale 1 to 3, they can be transferred from one geography to the another geography. An officer who is getting promoted from scale 1 to 2, maybe in the Kerala circle, maybe transferred to the Northeast circle in the other banks, which also they want to try uniformity. We are also opposing this kind of a micromanagement, and I'm thankful that in our bank, we are continuing with the existing transfer policy. Here and there may be some change, and if some changes are there, it is for the good of the officers in the respective circles. And the 5-day banking, which is very close to you, that issue also was the part of the strike agenda. And as you know, that the 5-day banking, already an agreement has been reached. And earlier also, when the 2 Saturday off was first time it came in the banking industry in 2015, it only came through that agreement, which the agreement we have signed while signing the joint note and the bipartite. And once an agreement is signed, it is incumbent upon the government to honor the agreement, because the DFS, they have approved the bipartite and the joint note in which the agreement is there. Only it's a matter of time when the government of India is going to implement the 5-day banking. Accordingly, after waiting much, we have given the strike notice on the first conciliation date. The joint secretary from the DFS, he has pleaded, he said, I am requesting you, kindly defer it. Strike is always there, you can always go for strike, give us some time. And in the last CLC also, the DFS has said that it is the discussion is going on. We must understand that when the IBA has requested us to submit a proposal on the 5-day banking on additional working hours, it cannot be without the consent of the finance ministry, and the finance ministry, without the consent of the PMO, they have not gone ahead with the 5-day banking. Now, somewhere before the election, when the government was talking about 400 par, maybe they became so confident that this issue, they have honored the pressures from the industry and maybe some private banks, a large private bank, I made to understand. But now again, the finance minister has to take up with the PMO. But on 17th of June, when the next CLC meeting is there, we in the UOB have discussed, if nothing concrete is coming, we'll revive this strike, and we are going for this strike, the 5-day banking, along with the other issues, if it not resolved. Comrade, today, the youth who are here, the people who you all have come together, I'm sure many of you will be taking the responsibility of the association, as I said earlier, and the confederation and the federation. And a good number will be also in the top position in the management. So I therefore request you that today's youth, all of you, to not to be an active beneficiary, a passive beneficiary, but an active participant in the activity. When you move ahead, if you properly understand what is going on, what are the pain, then as a leader, maybe in the management also, you'll try to take care of the issues of the membership. Today, the challenges are not within the bank. The challenges are from outside. I have been talking in many of the meetings. Today, in smaller towns, the companies like Blinkit, Zepto, then your Flipkart, 1 minute this have come. And within 5-6 minutes, whatever you want, whatever your needs are there, the consumer goods, fast-moving consumer goods, be it vegetable, be it whatever your daily needs, you can get it. And with this companies coming in, the small vendors will not be there. The small business will not be there. The retailers will not be there.
The wholesalers, they are also not there. Today, the kind of app we have, the wholesalers will be out of system. The entire trade will be finished. New kinds of disruptions are coming. There will be challenges before the bank, how you do business. The P segment business, which is there with the bank, that is also predominantly was there. They are also today with the reduction of with the increase of the unorganized sector, only 4% of the people, total employment in the entire employment in the country, of that 4% is there with the public sector and the government sector. Remaining 96% is the organized sector. And the corporates, they are not opening account with us. The government business is not there. So these are the challenges on the one side. Other side, the issues connected with the employees at the workplace, pressure, stress, shortage of staff, officers, transparency in the promotion system, transparency in your transfer, misbehavior, workplace toxic work culture. These are the challenges. Then on the policies also, frequently the policies of the banks are getting changed, and that area, what needs to be done. So all these things, I request all of you to discuss that how you move forward. But while you discuss, you also come out with the solution. And before I wind up, I would like to ask you one thing first. How many of you have SEEP, Systematic Investment Plan? You have invested in SEEP. Kindly raise your hand. How many of you have? How many of you have SEEP? Kindly raise your hand. SIP, very few. How many of you are investing in mutual fund in SEEP? I see very few hands. I'm sure 90% of you are investing in mutual fund in SEEP. I'm sure. I will request you 5 funds, 5 very good funds where you should invest. Because the return that you are going to get may not be sufficient. But I will suggest 5 funds. If you invest, the return will be very good, which will take care of you even after retirement, even during your service. You will make you a very good professional. One is, you should open a SEEP of your health. You should regularly do exercise. SEEP of your health, number 1. You should have the SEEP of confidence. I would like to request all our young comrades that don't come out of your home unless you are well groomed, well dressed. Many times we see that people are unhappy, the faces, they are not well groomed as an officer when you come. Next is SEEP of knowledge. Read the bank circular on a daily basis to understand the rationale behind why the bank is doing this. That will not only keep you safe in the workplace, protected from many omissions that you may commit. Next is SEEP of wisdom. Read the circulars of the association, federation, and the IBOC. So these are the 5 SEEP I am suggesting. Along with the SEEP, you are investing in the mutual fund, which will not only make you rich. The mutual fund may make you rich financially, take care of many of your financial issues. But this 5 SEEP, if you do, you will have a better life, you will have a stress-free life, and you will have a better respect in the society. And as a banker, you will be respected, and there will be contentment, and you will understand the macro perspective. And you may also correct us as a leader when we are committing mistake. You may correct us that how we should move forward. Because today I understand the youth, you are the bank, and we are only trying to take care of your aspirations, your expectations. We are your voice. With these few words, I thank our State Bank of India Kerala Circle for giving me this time to address all of you. I thank Comrade D.T. Franco Rajendra Dev that despite his age, he is always there at the call of any of the circle, and he is taking all the pain wherever he is invited. He will never say no, he will go. And I thank Comrade Joe Ethili for the support the CFA is continuously providing. I thank Comrade I.M. Vijayan for coming and giving the motivating the youth, and with his valuable time, and I'm sure the participants today, they are going to be immensely benefited. Thank you so much, comrades, for giving me patience.
Thank you, comrade. Moving on. It is with great respect and pride that we welcome a stalwart of the trade union movement, Comrade D. Thomas Franco. Comrade Franco is the former General Secretary of the All India Bank Officers Confederation and President of All India Bank Officers Federation, a veteran leader who has dedicated his life to the cause of bank officers and the working class. His leadership has been marked by the unwavering commitment, deep ideological clarity, and fearless advocacy for justice and equality. A powerful orator, a visionary thinker, and a relentless activist, Comrade Franco has played a pivotal role in shaping policies that protect officers' rights. We are truly privileged to have Comrade Franco with us today to deliver the keynote address, and we eagerly look forward to his thoughts and reflections. Good morning, comrades. Good morning, comrades. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ വരുന്നത് എപ്പോഴും സന്തോഷമാണ്. Kerala is an outstanding state in many parameters. Birth rate, death rate, human development index, labor index, wealth index. Many parameters, Kerala can be compared to Finland or Denmark or Norway, which are supposed to be the happiest nations in the world. I'm very thankful to the President Biju and General Secretary Rajesh for organizing such a conference. And you had an excellent cultural program in the morning. Now I request you all to first stand up for a few minutes. How many of you read today's newspaper? Please raise your hands. Very few. How many of you read the banking brief of today? Still lesser than that. What is the gross profit of State Bank of India? Yesterday the results were published. What is the gross profit of State Bank of India? 1 lakh. Rajesh and Viju talked about the net profit. But the gross profit of State Bank of India this year is 95,319 crores, almost reaching 1 lakh crores. Let's clap for that. It is you who have made it. It's not the chairman or MDs or the DMDs. It is because of you this could be possible. And if we see the advances, 42,20,703 crores. Deposits, 83,82,190 crores. And together, it is 96,02,893 crores. Almost 100 lakh crores. Let's clap for that. Please be seated. The net profit came down because we have made provision of 14,418 crores. Our NPA is increasing. It will increase. NPA is a cycle. I will talk about it later. But comrades, how many of you have gone to Italy? Anybody? How many of you have gone to Italy? Nobody? Okay. In Italy, there is a statue of David. Sculpture made by Michelangelo, a famous sculpture artist. It is a huge 18 feet statue.
which was lying in Italy for years together as a marble stone. So many people approached many artists, sculptors. They approached Leonardo da Vinci. Why don't you make use of this stone and create something? He said, no, this is not useful. Nothing can be done. But Michelangelo decided to make it into a sculpture. He was breaking the stone, and one young boy went to him and asked, sir, what are you doing with this stone? With so much of energy, you keep on breaking it. And it seems Michelangelo told, there is some angel inside. I am trying to bring out that angel. Finally, when the sculpture came, it was a sculpture of David, and even today it is considered as a marvel in architecture. Comrades, your association is the Michelangelo. Many people may think that these people are not up to the mark. Like some idiots deciding that only 20% should be given AAA. But it is this association which can mold you, which can fight for you, which can make a difference in your life. You have to learn history, especially the trade union history. History, they say, it repeats itself. Unless you know history, you will not understand the present, what you are. I would like you to read 2 books written by Dr. Sukumol-san. History of the Working Class in India, History of the International Working Class. I will not go into it. But let me come to State Bank of India. Did State Bank of India remain as a benevolent management giving everything? 1963, when we formed this association, some of our leaders went and met the chairman, State Bank of India, who was Mr. V.T. Dehejia. He was an ICS officer. Earlier, IAS officers were called Indian Civil Service officers. So when they started the discussion, they said that, sir, we have certain demands. Immediately he stopped them. No demand. You are supervising staff. You can only make a request. You cannot demand. That was the situation in 1963. Nothing was decided. 1965, they went on an agitation. Then there was a discussion. It's very disturbing when you all talk outside. Can you please stop talking? I have been a teacher for some time, headmaster. I find it very difficult to. When the children used to talk, I used to get so annoyed. You are not children, you are youth. Kindly bear with me for some time. Thank you. So, 1965, there were some discussion, few developments took place. But it was 1969, July 1969, the same year, same month when man landed on the moon. And that time, in Mumbai, now Bombay, that time called Mumbai Circle, in the Mumbai main branch, many officers were charge-sheeted for a fraud case. It was an external fraud. No officer was involved. But lot of officers were given a charge sheet. So they went on an agitation. 1 day strike in Mumbai main branch. That's the first historic strike in officers' cadre. They told the joint custodians, you should not hand over the key to the award staff.
And Mumbai branch had 4 joint custodians, such a huge branch. They did not hand over the key. Next day they were suspended. All 4 joint custodians, Hegdekar, Sanjana, Apsi Banker, another one, 4 of them were suspended. Then the association gave a call that we will go on a strike. Entire Mumbai circle went on a strike. Strike had so much of good response. Then they extended it to all India. Those days there was no mobile. You have to book Trangal and wait to get a call materialized. In spite of that, throughout the country, our offices, without workmen, without the award staff, officers alone went on strike. Some officers were arrested. Some were threatened of getting arrested. Government business was closed down. The strike went on for 17 days. It is the first ever historic indefinite strike in the banking industry. And finally, Finance Minister Morarji Desai, who was Deputy Prime Minister, who refused to negotiate, had to allow negotiation, and a secret memoranda was signed that all these 4 officers who are under suspension, their suspension will be treated as duty. Should we not clap for that? That is when we got that right to negotiate with the management. Because we are not covered under the Industrial Dispute Act. We are not covered under the Trade Union Act because we are supposed to be supervisors. In spite of that, today, you have regional negotiation committee, you have circle negotiation committee, you have central negotiation committee. It was a right fought for with the sacrifices of those elders. So it is not that we got everything in a platter. After that, there was a smooth ride for long. Then, after the nationalization, we had a board of directors representing the offices, representing the workmen. 2 of them were in the board. So they could do many things inside the board. But in 2006, again we went on a joint strike, indefinite strike, along with workmen, for the demand of improvement in pension. Today, if we are getting a good pension, I know many of you are under the new pension scheme, which I call it no pension scheme, which I will talk about later. I belong to that old pension scheme. 27th of every month, I get 72,000 credited in my account. So I don't have to depend on my children. I don't have to depend on my wife's pension. I can travel anywhere, I can spend my money, I can have all kind of best treatments. That is because 2006 strike. Yes, there are things to be improved, I will come to that later. Dearness allowance. Every 3 months it is getting increased if the inflation goes up. Earlier, DA was available only for award staff, not for officers. Today, at par with award staff, we are getting dearness allowance. It is because of this association. Clap for that. There was no casual leave in the bank. Rajesh mentioned about getting married with low income. Those days, you cannot have a casual leave for officer. We had to go on an agitation. Today, you get casual leave, privilege leave, sick leave. And Rupam is trying to get some more leave, which can be encashed. That is again the struggle and success of the association. Let us clap for that. Today you have 5 in 1. Did it come as a benevolence of the management?
Earlier it was 4 in 1, now it is 5 in 1. Tomorrow it may become 6 in 1. For every negotiation there have been roadblocks. There have been insults. I have seen in one of the Central Negotiation Council, when we demanded cleansing material and servant-maid allowance, one of the DMDs rebuked us. Tomorrow, even for your shirt, pant, everything you will ask the bank to give. We did not leave it. We pursued. Today you have the 5 in 1 because of this association. Let's clap for that. Leave fare concession. Till few years back, you could enjoy foreign tour. The government of India came with a circular. Bank followed it, saying that you cannot go abroad in a LFC, which was a right we had earned. I challenged it in the Court of Law in Madras High Court on a simple ground that it is a bipartite agreement. It is a negotiated settlement. Without negotiating with us, our service rule cannot be modified. We got a stay. The stay continued up to last year. People could go abroad. Visit. I could not go during my service. I could not manage time. But I got this provision in the negotiation that people can travel abroad, use the LFC even after retirement. So after retirement, I went around the entire Europe. That was because of this association. Let us have a clap. And that time, we wrote to the government saying that Reserve Bank of India and NABARD and SIDBI, they have an LFC scheme where you can encash your LFC. So today you have a very good encashment scheme. It's available only in State Bank of India. You can go abroad now. Once in 4 years, encash 1 month leave, encash your LFC, get in touch with some travel agent. I was telling Rajesh and Viju yesterday, tie up with a travel agent, they will arrange the tour. Within your amount eligible, you can go abroad and come. Go to Singapore, go to Malaysia, go to Sri Lanka, go to Thailand, all within this amount it is possible. And now the great pay. Nobody ever thought that you are going to get a great pay. Did you ever demand for that? We demanded. We could not succeed. But it is due to Comrade Rupam Roy. His skills in negotiation and calculation. Today, award staff are so unhappy that officers are getting a better salary. The great pay, some of you might feel that I am not getting only after 10 years or 12 years you get full amount and all. But that is due to the constraints in the different bipartites. But that's a great achievement. Let us clap for that. Right to strike. We had a chairman called Pradeep Chaudhary. He was a good man. But he had a very bad ego. One day in Calcutta, in a press conference, he announced that State Bank of India is going to work 24/7. My branches will be open 24/7, all 7 days. When we were demanding 5-day week. So we went on a lunchtime demonstration. Lunchtime demonstration in all circle headquarters alone. All presidents and general secretaries were charge-sheeted, including me, Sudarshan, many others, all. I went to the Court of Law again. The management was so scared that I will have influence over the inquiry officer and presenting officer. So they brought 2 officers, 2 AGMs from Kerala to be
my inquiry officer and presenting officer. Then I said that then my defense representative I will bring from Northeast. So from Northeast somebody came as a defense representative for me. The inquiry was horrible. I went to the court. The court gave a beautiful judgment. You can refer that judgment in the Madras High Court judgments. Chitra Venkatraman and Vasuki were the two lady judges. They gave a ruling. State Bank of India brought the best advocates from Supreme Court to argue. I did have three advocates, three senior counsel to represent me. And that evening was dramatic. The judges gave an order that the charge sheet is quashed. The inquiry conducted is treated as null and void. Officers have a right to protest. Article 19 of the Constitution of India provides freedom of speech under which they have a right. So today, we could stand tall. Do you know what happened? The chairman got so angry. Immediately, he withdrew the check off to the association. 150 that time, maybe you are paying 250 now. He thought this is their bloodline. Is it possible for every zonal secretary to go to everybody and collect monthly subscription? The check-off facility was there. He withdrew the check-off facility. I asked the federation to go on an immediate flat strike. We were in Bombay that day actually, in a federation meeting. There was no consensus in the federation. So I walked out of the meeting. The 2-day meeting, second day I did not attend. I rushed to Chennai. I met an advocate, Vaigai, who has excellent history of successful cases for us. I said, I want to challenge this. She said, are you serious? We may not win. What is the ground? Again I said, this is a bipartite issue. Without negotiation, they cannot withdraw. Even if there is 40% chance of winning the case, you file the case. Whole Sunday we sat together, drafted the petition. Monday she filed. We got the stay order for the stopping of check-off. Then everybody called from the federation, why don't you do it for the federation? I filed another petition for the federation. Tuesday we got the order for the entire country, but the chairman did not allow that. Saying that the intimation did not reach us in time, already HRMS was on, so only for Chennai circle it was implemented, other circles it was not implemented. I wanted to challenge it. I asked every circle president, general secretaries, give me some evidence, one undertaking to show that it was possible to implement it that day. Only one person, he was not a president, he was not a general secretary. He agreed and gave a statement that I am working on HRMS. I know it was possible to implement the check-off that day. We had sufficient time. Can you imagine who was that? Anybody guess? It is your beloved General Secretary Rupam Roy, who was not a General Secretary that time. His management called him that they are going to suspend him. He said, do whatever you want. I have given the letter. So what happened to us? With that letter, I filed a contempt petition against the State Bank of India chairman.
Mr. Pradeep Chaudhary had to come to Madras High Court, stand in front of the judge and say that I am Pradeep Chaudhary, State Bank of India, Chairman State Bank of India. I apologize for not implementing the court order. What a great achievement you think. Today we have two Saturday off. When we discussed this issue in the UFBU, the award staff was not for that. They said it is not possible to achieve. But we did a campaign. We got many articles published in the newspapers. We wrote to the members of parliament. We wrote to the ministers. And when the negotiation finally came, the IBA and the government wanted to settle the issue without 5 days. That time the demand was 5 days. Arundhati Bhattacharya, as Chairman State Bank of India, came for the negotiation table, though she was not a member of the negotiating committee. Vijayalakshmi Iyer, Chairman MD State Bank of India, came. Because that time our General Secretary IBOC was from Bank of India, President was from State Bank of India. So they said that we are giving you 16% offer, take it or leave it. What about 5 days? They said not possible. I was not in the negotiating table, but I was part of the negotiation committee. They came out. What do? Award staff are ready to sign the settlement. 16% is a good offer. I say that stand firm that without 5-day week, we will not sign. If they reject, I said, keep it in mind. If the government has asked Arundhati Bhattacharya and Vijayalakshmi Iyer to come, they want to settle some issues. So this is the time we have to stand firm. We stood firm. Madam spoke to the finance minister over phone and came up with this offer of 2 Saturday off, saying that once that is implemented and if it works well, automatically 5-day week will come. We agreed and signed the 2 Saturday off. That is how at least today you are enjoying 2 Saturday off today. Let's clap for that. As Rupam said, 5-day banking will come. But 5-day banking alone will not solve your work pressure. That is why he has placed the demand for recruitment. Unless you have adequate staff, it will not be possible for you to have a work-life balance. So, comrades, today we have many challenges. Public sector banks are being privatized without privatization. Why do I say that? This government follows a certain formula, a philosophy, that market is supreme. Market should decide. Private sector will always perform better than the public sector. Minimum government, maximum government. Then why do they ask DFS to decide on the performance-based incentive? Why they are refusing to implement the 5-day week? Market economy has collapsed everywhere. US is the biggest promoter of market economy. What is happening there now? All kind of tariffs. One madman is sitting there, that's a problem. Why I call him a madman is that he is not behaving normal. Suddenly he says that I am eligible to become the Pope. And yesterday he sits with a gown of a Pope, puts a cap and posts in his Twitter photo of him as Pope. Is he not a clown or a madman? The policies, but what I am talking about is
the market economy has not succeeded anywhere. But that is what they are trying to. Today, public sector banks, staff strength is reduced. Please go through a book. It is titled, Where is My Interest Rate? Published jointly by Center for Financial Accountability and All India Bank Officers Confederation. I will request Rajesh and Viju to circulate it online to you in WhatsApp. Just a 60-page booklet. Why interest is being paid less to the depositors, without whom we will not be able to run a bank. Today, Chairman has reduced the deposit growth rate because in the last 50 years, in our country, we have the lowest savings rate. Because people are not happy with the 2.5 or 2% savings bank, 6.5%, 7% fixed rate. Why that is done? It is for helping the corporates. Can anybody tell me whether you can give loan at 4% rate of interest? Raise your hand. Any big corporate, can you give at 4% rate of interest? You go to the RBI BSR data. Last year, 449 corporates, loans above 100 crores, have been given loan at 4% rate of interest. Our own State Bank of India gave 10,000 crores to Tatas for buying Air India at 4% rate of interest. So you pay less to the depositor to benefit few corporates. Then the small credit is going down. At one point of time, 98.5% of the advances were small. Today it has come down to 33%. Because of that, people are being forced to go to the non-banking financial companies. Manappuram, Muthoot, Bajaj, SRM. I went to Wayanad after the disaster. There were 95 people who have taken vehicle loans, the jeeps for transporting the tourists. And all 95 loans are taken either from Bajaj Finance or SRM Finance, not from State Bank of India, not even from Kerala. For small credit, people are forced to go to NBFCs who charge 24%, 50%, even 100%. That is a state. The non-performing asset is told as a evil. We brought the NCLT today. I hope you all know. Anil Ambani's loan outstanding was 56,000 crores. In the name of haircut, it was sold for 453 crores. Not even 2%. And who purchased that? His own brother Mukesh Ambani. So the non-performing assets are brought in to help the corporates. One corporate sells, another corporate buys. Both are happy. In between, the brokers are also very happy. NPA will keep on going up again. There is a cycle. If you see the history of NPA, every 5-6 years there is a cycle. You write off, start giving fresh loans, NPA level is down. 1 year, little goes up. 2nd year, little more. You have given so much of Mudra loan, which is not coming back, I know. PM Swanidhi is not coming back. And the big corporate loans are not coming back. So NPA will again mount. Again will go into a loss. State Bank of India for the first time in 2017 made a loss because of the NPA. 12 large accounts. I will not go into the detail. These are there in this book. Where is my interest rate? Lastly, the staff. Consciously, they are reducing the staff strength. So that bank people are being abused by the public. Today, no customer will appreciate you.
Everybody complains that when we go there, there is so much of crowd, they don't listen to us. We don't get a small loan. We have to wait for hours because staff strength is down. The book gives the details. Please go through. State Bank of India per employee customer is 2,100. Axis Bank it is 350. HDFC Bank it is 400. See the difference. Per employment business, ours have gone up. Per employee profit, we have gone up. But per employee customer, there is no match between the private sector and public sector. That is where we are suffering. That is where the customers are unhappy. They are moving to non-banking financial companies and private sector bank. So this is something we will have to worry about. I'll take few minutes more. Now I request you to kindly get up. All of you, I request you to kindly get up once more. Let's do a small exercise. Lift your legs. Hold on. Stretch your hands well. Shake like this. Now please sit. Please do this in your office also every 45 minutes. You will stay healthy. We all have backache. And then your concentration also comes back. As youth, I request you to set your goals. Rupam was giving some goals. I will tell you a real story. You know Jack Ma, the richest man in China? He did not start as a businessman. Jack Ma was a professional English teacher in a college. His English was so good that the Chinese delegations for business, when they went abroad, they used to take him as interpreter. Similarly, when people come to China, he used to be the interpreter. By interpreting, he understood what is happening in business. And he found that internet is going to change way of life. Internet is going to change the way we do business. So he started a company. And you know how Alibaba became one of the biggest corporates in the world. He, in that interaction with people and younger generation entrepreneurs, told something which you should know. He said, fix your goals. Fix your goals and do not give up that goal. And he narrates a story. You have to catch a rabbit. There are 9-10 rabbits running. You have to catch one rabbit. If you have to catch one rabbit, you concentrate only on one rabbit. Suddenly you will find another rabbit is coming nearby. Don't divert and go there. Another rabbit will come to your left side. Don't go there. Concentrate on only that one particular rabbit you chase. You will win. You will be able to catch. So the same way I request you, fix your goals. You will get frustration. You are unhappy with your AAA, AA, CDA score. You are unhappy with the promotion policy. Your name is not in zone of selection. Don't give up. I know the pain. My own daughter is a chief manager in State Bank of India. This year she did not get AAA. She did not get into the AGM zone of selection. I know what pain she has. I could feel that pain. And I also know why she was not brought into the zone of selection. It was because of me. I will not go into the detail. But
Never, never give up. Winston Churchill, when he was addressing the students, they asked, give a simple formula to us. He said, never give up, never, never give up. Now I will tell you another incident. It was 1989. How many of you watch cricket? I don't watch. Most of you must be watching cricket, IPL. And 1989, there was a test match in Calicut, Pakistan. Indian team was playing against Pakistan, and Pakistan had two powerful bowlers, Wakar Yunus and Wasim Akram. The biggest players of that day, Sanjay Manjrekar was out, Krishnamachari Srikanth out, Asaridan was out, Ravi Shastri was out, and India was 38 for 4. Navjot Singh Sidhu was in the crease. One young boy was coming to join him. You can imagine who is that young boy. 16-year-old Sachin Tendulkar. He comes and stands in the crease, and with the first ball of Wakar, straight hitting on his nose. He was heavily bleeding. Sidhu goes to him and says that you are heavily bleeding. Please go and take rest. We will play. But Sachin said, Nahi, main khelengi. I will play. With some bandage put, he started playing. And he created a history. 57 runs. And with Sidhu, 101 runs together. And India won that match. So never, never give up. Failures will be there in life, but don't give up. Another story I will tell you. I hope. Yeah, few minutes more. There was a great shooter called Karoli Tatak in Hungary. He was a shooting champion at Hungary. He was preparing for Olympic. And he was a soldier in the army. Unfortunately, when they were practicing, one hand grenade went off. His right hand was gone. He had some injury at the right leg also. So everybody thought this is over. His career is over. But he did not give up. Alone he started practicing after 3 months, trying with his left hand. And it took 1 year for him to come to the mainstream. When he came to the field, his friends were so happy and told him, we are very happy you have come here. You have come to appreciate us. We are so pleased. He said, I did not come to appreciate you alone. I came to compete with you. They were shocked. Man who lost his right hand, he says he is going to compete. He competed. He won. He went to the Olympic after a year. He won the Olympic medal. That is the success. That is why I am again and again saying, never, never give up. Today the society is changing. Everybody is into artificial intelligence, internet, IoT, machine learning. It's unavoidable. Last 3 days I was in a training program for Sbioa-Kc Chennai Circle Young Office Bearer. I gave some exercise on speech. They came and when they presented, same thing was being repeated. Then when I asked, how did you prepare? ChatGPT. So ChatGPT has its own limitations, but it is very useful. Rupam Roy taught me ChatGPT, some other 5 artificial intelligence tools to make videos. That was not sufficient. I attended a course by Dhruv Rathi. Dhruv Rathi, who is a
social media influencer. His videos on the performance of this government are very powerful, which made a difference in the UP elections. Now I have become a regular student of Dhruv Rathi. I am attending classes. He is teaching 21 different tools, including DeepSeek, which is a free AI tool promoted by China. So my appeal to you is that as younger generation, you have to learn what is getting updated. Tomorrow's future is not predictable. Everything is changing every day. But you require your own strategies. During the Second World War, the Nazis under Hitler was dominating. They were conquering country after country. They entered into the then Union of Socialist Republics, USSR. It was a cold winter. Joseph Stalin was the president. He gave an order to his army to retreat back. Go back. Come back. They were shocked how our general is telling us to withdraw. But they did obey, they withdrew. They withdrew for a long distance, went back. Winter got increased. Heavy snowfall. That time he gave an order. Now attack, do or die. Simple, do or die. They attacked back. May again, this same May, 6th of May, Hitler's army was defeated by the Red Army of USSR. The withdrawal was not a failure. Withdrawal was a strategy. So if your organization, the UFPU, has withdrawn from the strike, it is a strategy. It is not a failure. Please understand. They will strike back. And you will strike back together. Now coming to your day-to-day issues. Career Destruction System, the CDS, was brought by the Boston Consultancy Group. That time I made a presentation to the management with the title Career Destruction System. They were shocked. I showed the BCG's first slide. The slide was having a photograph of 3 men who are plumbers working in a pipe and 7-8 people standing around, indicating that only few people work, the others are just watching. And they were interpreting that this is what is happening in your bank. I objected. Banking is a teamwork. Some changes were made. I am not going into the detail. But from 20% they increased AAA to 40%. Now suddenly they have once again brought it to 20%. It's an injustice. In a bank you cannot have 20% alone to work and 80% if they not work, then bank will collapse. Management has to understand. My appeal to you is use your platform of suggestions. Every one of you send a letter that this is spoiling the future of the bank, so change it. Association is taking up, federation is taking up. Let them play their role. I appeal to you to play your role. Promotion policy. That time itself we questioned. When you have CDS, why still you have PAF? Performance appraisal format, which is not transparent. Nobody knows how many marks were given to you. It is purely the management's pleasure. So everybody who keeps pleasing them, they will get. That destroys the future of the bank. So that fellow, when he goes up in the ladder, he will do the same thing. So it has to be a transparent performance appraisal. So please write your suggestions. Send your letters to the management.
Whenever there is provision for appeal, you give appeal. How many of you applied in this Sanjeevani portal on your CDS? Please raise your hand. 1, 2. My daughter has also appealed. They did not even give us the details. What is the procedure? Not only Sanjeevani portal, above scale 3, the appeal can go only to the MD. CGM does not have power. So you should send an advance copy to the MD. And wait to see what happens. That is immediate. But this system has to change. New pension scheme, which I said no pension scheme. We had a detailed discussion day before yesterday. Difference between NPS, OPS and UPS. Now they are proposing a unified pension scheme. NPS is no match. Some of you might think that I already have some crores or lakhs in my credit under the NPS. One of my friend in university professor, she showed me that she already has 1.5 crores in her credit. So it's a good scheme, attractive. But we don't know how long that corpus will remain. 2008 US financial crisis, the entire pension funds were wiped off. Today we are reducing the interest rate. What will you do with the 40% or 60% you withdraw? Where will you invest so that you get adequate return on that? That's why OPS is no match. We are, your federation, your IBOC is still pursuing the OPS. Stand with them. Demand recruitment. Without recruitment, your work-life balance will not improve. Put up recommendations that there is a potential here. Open one more branch. Federation is taking it up. I have also written to the management. HDFC in its annual report of last year says that every 4 years we will create a new HDFC. Meaning that we will, in 4 years, we will double our business. So every year 25% growth. 4 years 100% you are double. Why can't State Bank do that? Why chairman has to reduce the target from 14% to 12%? Advances. State Bank has great potential. State Bank has opportunity to expand. Recruit more people, then only you will get your promotions. You can't say that there are no vacancies. So continue to do that. And after seeing your performance in the morning, an idea came to my mind. Start a YouTube channel. For our own employees and our own employees' spouses and also their children. Start YouTube, SBI Officers Association YouTube channel. Show your talents. It may be in different other fields. We could see flute and dance, but maybe cooking. Men cooking, not women cooking. In all festivals, if you see marriage functions, it is the men who are cooking, not the women. So you can think of that kind of a YouTube channel which will be of great use and have a joy of giving. Your income is very high now. Your lifestyle has changed. Maybe you come under the 10% at the top. But you owe to the society which has brought you up. So can you think of donating something every month? Out of my pension I do. 10,000 I keep aside for social cause. Why can't you do that? Maybe a small amount initially. Later on increase it. The association can also coordinate. Chennai Circle has a scheme, Joy of Learning. So there is so much of potential. The youth have a great opportunity. This bank is a huge bank. You can improve this bank and you can improve yourselves. I will finally end with a small story, which I might have told you some time back. It happened in Greece. One philosopher was brought to a place like this for a discussion in public. The discussion you are going to have with Mr. Vijayan. Similar to that. People were saying that this man knows everything. So one little boy was wondering,
How somebody can know everything? I remember the table for 5, 10, it is easy to remember. If it is 14, 16, I cannot. But one man, how can he know everything? So he went to the stage when this man was brought. He said, sir, people say you know everything. I'm very so happy that you have come. Can I ask you a doubt? He said, yes, my dear boy, tell me. The boy showed his palm. Inside his palm, he was holding a small little hummingbird. And the question he asked was, please tell me whether it will live or die. Tell me whether it will live or die. If he says it will live, he has to just crush it, pour one wrong. Or if he says it is going to die, just to open, it will fly away. Both ways, the philosopher can be proved wrong. That great man in a second replied, my dear young boy, it is in your hands. Whether it lives or dies is in your hands. The same way, my dear comrades, the future of State Bank of India Officers Association is in your hands. Thank you very much. Thank you so much, sir. Now I invite Sri Suresh Vakil, DGM B&O, AO Kozhikode, to deliver a small address. Very happy afternoon. Sri Rajesh, General Secretary, Sbioa-Kc. Sri Biju, President, Sbioa-Kc. Sri Rubam Roy, in absentia. Our chief guest today, Sri I.M. Vijayan, and congratulations to you on your Padma Shri. And Sri D.T. Franco, who is a personal friend of me and with whom I had a lot of interaction in my formative years as a banker. And see Joe Atile, Executive Director, Center for Financial Accountability, Mumbai. And Rajneesh, DGS, Sbioa-Kc, Kozhikode. And my dear friends, I congratulate all of you people on the tremendous annual results we just had. 1 lakh crore, 1 lakh crore plus operating profit and 70,000 crore plus net profit. Stupendous efforts by all of you people. You all know we are living in a changed time where we have lost the exclusivity as lenders. Lot of things are happening, and if you look at the history, banking and insurance is one sector where things happen very fast, and the customers here get the same service or better service than somebody gets in the Western countries. We are going through a challenging time. If we look at the brief history of banking, from say 47 to late 80s and 90s, we were predominantly mobilizing deposits from retail and funding corporates, agri and MSME. Then came other organizations which in turn became banks. See, for example, in the late 80s and early 90s, when home loan was in the negative list of lending, then HDFC started
lending home loans in a big way. Kotak Mahindra, they were doing bill business. Citi, they were doing car loan. Sandro and Indica were getting booked. And these NBFCs were really filling the gaps provided by the public sector banks. And Bajaj was there doing consumer loans. And slowly that we also built up. Now, if we look at things, we are losing our positions to private banks. If we look at the incremental market share, we are not doing that great. Though we as a bank have been doing great in numbers, still in some pockets at least we were losing. How to arrest that, and also how to improve our customer service, these two things are paramount in the minds of all of us. I take this opportunity to congratulate all of you people for minimizing the number of complaints the circle has received, serious complaints. Especially Calicut module, when I took over in 22, we had very large number of complaints. Actually, I wanted to post this message in the WhatsApp group on April 1st. Then I thought that I would be using some platform to tell this. I very sincerely congratulate all of you people for the kind of commitment your teams have shown in reducing the complaints. Congratulations to all of you. If you look at banking, it's a business of prudence. Pessimism and optimism coexist. If you look at the business general, if sales is happening, money will come. But if you see banking, when sale happens, when you do a selling of REH, when you sell a home loan, what happens? Your money goes out. And this money comes in small installments. You are not very sure this would come. So this is a business of probability, and this tension is there with all of us. How to handle this is a huge issue. These changing times, I remember somebody quoting Ratan Tata, that when he was asked what is the biggest regret in his life, he told, my biggest regret is that I born little too early. And I am not here to see the change. That is the kind of sweeping changes happening in India. Thanks to our governments, our politicians, our bureaucrats, we are one country that the whole world is looking up to. We are tipped for great things. And as earlier our General Secretary told about the demographic dividend we have, 65% of our population is below 35. This is a great thing to happen. And this is going to help us in a big way. And when I was thinking about what to speak on this youth conference, I was thinking about many things, but then I thought that one thing that, especially in Kerala, that as youth, as managers, we all have to start doing is, I have some selfish interests. We have to start demanding work from our subordinates. I find that not happening. If we all contribute, I find branch managers really struggling, because they are not really demanding work from subordinates. Nothing wrong in demanding work from our subordinates. It is nothing that there is a concentration of power in a branch manager or a deputy manager or a chief manager. Nothing like that. Maybe we have grown up with such thinking and culture. See, if you look at
old movies. All rich people, factory owners, big contractors, Balan K. Nair, Jose Prakash, they all come and rape all the ladies. There is not a single lady in Kerala who has not been raped by these two guys. They have done that kind of atrocities. But now time has changed and we have come a long way. And nothing wrong in having some power. I don't say that you people should be showing your power. What I am telling is that I want you people to be a professional manager and start demanding work so that there will be less stress. When I interact with a lot of youngsters, I find at least 50-60% of them are in some stress or the other. Many things can be attributed to it. First, it could be the lack of knowledge, awareness. And also, one thing that I notice is teamwork. The biggest trait, quality, attribute that one should have in 21st century is teamwork, working in a team. These are the days of horizontal management, and we people are not recruited for doing work. We people are here to contribute for work. So I want all of you people, it's a request that all of you people should start requesting, demanding work from our subordinates in a professional way. This will definitely help us come out of the stress. If everybody is contributing, then a supervisor's job becomes easier. Because there is an urgency everywhere. We are all working against time. Now, if we look at what has changed in the whole world in the last 50, 60 years is the speed. The speed of doing things have changed everywhere if you look at. What is time? Time is nature's way of preventing too many things from happening at once. If there is no time, imagine what will happen. You are born in the morning, you are 10 years old at 11 o'clock, then you are 20 at 12 o'clock, then you are middle-aged at 1 o'clock, your children are grown up, and by 6 o'clock you are nowhere. So when we are trying, we are working against time, it is natural that we will have stress. So how to handle it and how to face it, that we all have to learn. It is not easy being a manager at all levels because we have so many processes and so many products. The customer who is coming in front of us is more knowledgeable than us, and people who are coming in front of us, they access Facebook, Instagram, WhatsApp, everything, where everything is very easy, clear, and the same kind of atmosphere they expect in front of us also, from us also. It's a huge challenge. You all know that we are doing a very regulated business. Banking is a regulated business. We just like that, we cannot do anything. And we have to do a lot of compliance. So it becomes more tougher. So I feel the biggest challenge in front of youth in banking is doing things the way they want. For that, updation of knowledge is required, more involvement of team is required, and also the awareness and updation is required. I'm sure that this kind of meetings will enrich your knowledge, experience. Mr. Franco had given
a long history very briefly. Everything that is important for an officer to know, he has told everything briefly. And also I found a lot of people happily embracing each other here. I'm sure that this is a great opportunity for networking and meeting old friends. While I wish all the very best for this function, I'm sure that you people will continue to do the great work that we are doing all along and will bring more laurels to the bank. All the very best for the function, and thank you all. Thank you. Thank you, sir. We are truly honored to welcome the legend of Indian football, Padma Shri Sri I.M. Vijayan. Sri Vijayan, former captain of the Indian national football team, is known for his exceptional talent, leadership and dedication, which have brought immense pride to our country. His contribution to Indian football is unmatched, and in recognition of his legacy, he was awarded the prestigious Padma Shri by the Government of India. This year, just before retiring from Kerala Police Department, Sri Vijayan was promoted to the post of Deputy Commandant as a mark of respect for his exemplary service. Apart from his achievements on this field, Sri Vijayan is also a noted film actor, adding yet another dimension to his multifaceted personality. To know more about his inspiring journey, let us now watch a short video presentation on Sri I.M. Vijayan. പ്രിയമുള്ളവരെ, നമ്മുടെ വളരെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിജയേട്ടൻ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ പുറത്ത് നിൽക്കുന്നവർ ഒന്ന് അകത്തേക്ക് കയറിയിരിക്കുമോ? നമ്മുടെ മുഖ്യാതിഥിയാണ്. ദയവ് ചെയ്ത് പുറത്ത് നിൽക്കുന്ന ആളുകൾ ഒന്ന് അകത്തേക്ക് കയറി നിൽക്കുമോ? ചെറിയൊരു അനൗൺസ്മെൻറ്റും കൂടി ഉണ്ട്. ഒഫീഷ്യൽ പ്രോഗ്രാമിന് ശേഷം കൾച്ചറൽസ് ഉണ്ട്, ഫുഡുണ്ട്, ആരും പോകരുത്. താങ്ക് യു. ഓവർ ടു ദ വീഡിയോ. പണ്ട് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ 10 പൈസയ്ക്ക് സോഡ വിട്ട് നടന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനാണ് പിൽക്കാലത്ത് പണ്ട് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ 10 പൈസയ്ക്ക് സോഡ വിട്ട് നടന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനാണ് പിൽക്കാലത്ത് രാജ്യം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളറായി വളർന്നത്. ഏറെക്കാലം ഇന്ത്യൻ ഫുട്ബോളിൽ അയാൾ അങ്ങനെ കത്തിജ്വലിച്ചു നിന്നു. പേര് ഐനിവളപ്പിൽ മണി വിജയൻ. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ I.M. വിജയൻ. ആ പേര് കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല. പണ്ട് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തെയും കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തെയും എല്ലാം പുളകം കൊള്ളിച്ച I.M. വിജയൻ എന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്തിന് പൊന്നുമിലയായിരുന്നു. ഇന്നും കളിക്കളങ്ങളെ ആവേശത്താൽ ഇളക്കിമറിക്കാൻ കഴിയുന്ന പ്രതിഭ. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെ പിറകോട്ട് തട്ടി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ നായകനിലേക്ക് വളർന്നയാൾ. ഇന്ത്യൻ ഫുട്ബോളിൽ അയാൾ നെയ്തെടുത്ത നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത്, കേരളത്തിന്റെ മാണിക്യം I.M. വിജയൻ കളിമൈതാനങ്ങളിൽ കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ പതിപ്പിച്ച് അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറഞ്ഞിട്ടും ഐനിവളപ്പിൽ മണി വിജയൻ നമുക്കിടയിലുണ്ട്. സെവൻസ് പാടങ്ങളിലും പൂരപ്പറമ്പുകളിലും താരജാടകളില്ലാതെ വിജയനെ കാണാം. ഇന്ത്യ മഹാരാജ്യത്ത് വളർന്നുവരുന്ന ഫുട്ബോൾ പ്രതിഭകൾക്ക് കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കഥകൾ പറഞ്ഞുകൊടുക്കാൻ ലയണൽ മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോമാരുടെയും പ്രൊഫൈൽ ചെയ്യേണ്ട കാര്യമില്ല. തൃശൂർ മുനിസിപ്പാലിറ്റിയിൽ പാട്ടപെറുക്കി നടന്ന ഒരമ്മയുടെ മകൻ ഇന്ത്യൻ ഫുട്ബോൾ കീഴടക്കിയ കഥയ്ക്കും പറയാനുള്ളത് ഇതേ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കഥ തന്നെയാണ്. ഇന്ത്യയിൽ അയാൾ കളിച്ചതും ഫുട്ബോൾ തന്നെയാണ്. നല്ല 10 മാറ്റു മൂല്യമുള്ള ഫുട്ബോൾ.
താങ്ക് യു. ദാറ്റ് വാസ് ട്രൂലി ഇൻസ്പയറിംഗ്. അടുത്തതായി പ്രസിഡന്റ് ശ്രീ ബിജു സാറിനെയും ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് സാറിനെയും പത്മശ്രീ ശ്രീ IM വിജയൻ സാറിനെ പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. Sbioa-Kc വേണ്ടി. ഹലോ, സംസാരം ഭയങ്കര പ്രശ്നം കേട്ടോ. നിങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തെങ്കിലും പറയാം. പക്ഷേ ഞാൻ കേരള പോലീസിൻ്റെ പരിപാടിയേക്കാളും കൂടുതൽ ഷാജിയുടെ കൂടെ SBIൻ്റെ പരിപാടിക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ യൂത്തിൻ്റെ ആ ഡാൻസ് അടിപൊളിയായി. കാരണം ഒരു പ്രൊഫഷണൽ ഡാൻസേഴ്സ് കളിക്കുന്ന പോലെ കളിക്കണം. അവർ ഓഫീസേഴ്സാണ്, പക്ഷെ അവർ ജോലി കഴിഞ്ഞ് വന്നിട്ട് എങ്ങനെയാണ് അത് പഠിച്ചതെന്ന് മനസ്സിലായില്ല. നല്ല രസമായിട്ട് കളിച്ചു. ഞാൻ ഷാജിയോട് പറയായിരുന്നു പ്രൊഫഷണൽ ഡാൻസിനേക്കാളും നന്നായിട്ട് കളിക്കണുള്ളവരെന്ന്. അപ്പോൾ അവർക്കൊരു കൺഗ്രാറ്റ്സ്. എന്തായാലും എന്നോട് വിളിച്ച ഇതിൻ്റെ സംഘാടകരും, പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു 10 കൊല്ലം മുന്നേ ഞാൻ ഒരു ലോണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചടയ്ക്കാത്ത വല്ല ലോണുണ്ടെങ്കിൽ തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഓഫീസേഴ്സാണ്, അതൊന്ന് പാസ്സാക്കി കൊടുത്തോളൂ. ഇവിടെ ഒരു വലിയൊരു ഭയങ്കര സന്തോഷം. എനിക്ക് സംസാരിച്ചു വലിയ ശീലമില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം, അത് നല്ലത്. താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ ജീവിത വിജയത്തെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. നമ്മുടെ ആർക്കെങ്കിലും ഇതുപോലൊരു ചാൻസ് നമുക്ക് ആർക്കും കിട്ടില്ല. ഇതുപോലൊരു ലെജൻഡറി ഫുട്ബോളറിനോട് സംസാരിക്കാൻ വേദി പങ്കിടാനൊരു അവസരം കിട്ടിയതാണ്. ആൾക്കാർക്ക് എന്തെങ്കിലും പ്ലീസ്. ഹലോ സാർ, എൻ്റെ പേര് അംജിത് ദാസ്. ഞാൻ മൂവാറ്റുപുഴ റാസ്മക്കിലെ ബിസിനസ് ലോൺ പ്രോസസ്സിംഗ് ഓഫീസറാണ്. എനിക്ക് സാറിനോടൊരു ചോദ്യം. സാറിൻ്റെ ഏത് പ്രായത്തിലാണ് ഇങ്ങനെ ഒരു ഫുട്ബോളർ ആവണമെന്നൊരു ആഗ്രഹം ആദ്യമായി മനസ്സിൽ തോന്നിയത്? അതൊരു താങ്കളുടെ ഒരു ലൈഫായിട്ട് അതിനെ കണ്ടു തുടങ്ങിയത് ഏതൊരു പ്രായത്തിലാണ്? ഞാൻ ചെറുപ്പത്തിലെ ഫുട്ബോൾ, കാരണം എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ താഴ്ത്താണ്. അപ്പോൾ അവിടെ ഫുട്ബോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ കളിക്കുന്ന കണ്ടിട്ട് കളിച്ച് വളർന്നതാണ്. എനിക്ക് ഓർമ്മയുള്ളപ്പോൾ ഞാൻ പന്ത് കളിക്കുന്നുണ്ട്. അതാണ് സ്റ്റേഡിയം അടുത്തായ കാരണം അവിടെ ചാക്കോൾ ട്രോഫിയും സന്തോഷ് ട്രോഫിയൊക്കെ വരും. അപ്പോൾ അത് കാണാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫുട്ബോളിനോട് ക്രേസായിട്ട് ഫുട്ബോൾ മാത്രം കളിക്കാറുള്ളൂ, വേറൊരു കളി അറിയില്ല, പഠിപ്പില്ല. അതാണ്. സർ നമസ്കാരം. ഞാൻ ബാലുശ്ശേരി ADBയിൽ ലോണിൻ്റെ മാനേജറാണ്, അർജുൻ. എൻ്റെ ചോദ്യം, സാർ എത്രയോ വർഷങ്ങളായിട്ട് ഇൻ്റർനാഷണൽ നാഷണൽ കളികളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. സാറിനെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മുന്നിൽ പലപ്പോഴും മെസ്സി, റൊണാൾഡോ, പെലെ, മറഡോണ, കുറേ പേരുകളുണ്ട്. സാറിനെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ഫുട്ബോൾ ഇതിഹാസം ആരാണ്? ഞാൻ തൃശ്ശൂർ ചാക്കോൾ ട്രോഫി കാണാൻ നിൽക്കുമ്പോൾ അങ്ങനെ ബോൾ എടുത്ത് കൊടുക്കാൻ, ഞാൻ 3 ഇയറിൻ്റെ ക്യാമ്പിൽ നടന്നതാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ. അപ്പോൾ ഒരു 81 സന്തോഷ് ട്രോഫി നടക്കുക അവിടെ. അപ്പോൾ കൽക്കട്ടയിൽ നിന്ന് വെസ്റ്റേൺ റെയിൽവേ എന്നൊരു ടീം വന്നു. അപ്പോൾ ഞാൻ ബോൾ എടുത്ത് കൊടുക്കാൻ നിൽക്കുകയായിരുന്നു. പുറത്ത് പോകണ ബോൾ എടുത്ത് കൊടുക്കാൻ നിൽക്കുമ്പോൾ ഒരു കൃഷ്ണാനുടെ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ടായിരുന്നു, കൽക്കട്ടയിലുള്ള. അല്ല, പിള്ളേർക്കൊന്നും അറിയില്ലായിരിക്കും, അത് പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ആളെ കളി കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ വന്നത്. കാരണം ഇന്ത്യൻ മറഡോണ എന്നാണ് പറയാം. അപ്പോൾ ആളെ കളി കണ്ടിട്ട് എൻ്റെ ഭാഗ്യം കൊണ്ട്
ആളെ കൂടെ എനിക്ക് ക്ലബ്ബിൽ മോഹൻബാൻ ക്ലബ്ബിലും കളിക്കാൻ പറ്റി, ഇന്ത്യൻ ടീമിലും കളിക്കാൻ പറ്റി. ഒരു ആളാണ് നമ്മുടെ ഇന്ത്യയുടെ മറഡോണ എന്നാണ് പറയാറുള്ളത്. കേരളത്തിൻ്റെ മറഡോണ നിങ്ങളുടെ ബാങ്കിലുള്ള ആളാണ് ആസിഫ് സഹീർ. ഹായ് സർ, എൻ്റെ പേര് ഷംന. എനിക്ക് ചോദിക്കാനുള്ളത് പുതിയ തലമുറയോട്, അതായത് പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത് സാറിന്? ഇല്ല, ഇപ്പോൾ ഫുട്ബോൾ ഭയങ്കര പോപ്പുലറായ ഗെയിമാണ്, നല്ല പൈസയാണ്, ഫെയിമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിള്ളേർക്ക് ഇപ്പോൾ കളിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലൈഫുണ്ട്. കാരണം ഇപ്പോൾ ഈ ISL പോലത്തെ ടൂർണമെൻറ്റ് വന്ന കാരണം പിള്ളേർക്ക് എപ്പോഴും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പൈസ ഉണ്ടാക്കാനായാലും ഫെയിം ആവാനായാലും എല്ലാത്തും കൊണ്ടും നല്ല സമയമാണ് ഇപ്പോൾ. കാരണം നമ്മളൊക്കെ ആദ്യം സെലക്ഷൻ പോകുമ്പോൾ നമ്മൾ പിള്ളേർ ഷാജിയോട് ചോദിച്ചാൽ നമ്മൾ കളിക്കുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടീനെ സെലക്ഷൻ കൊണ്ടുവരുമ്പോൾ പേരൻസ് ഭയങ്കര ഇൻട്രസ്റ്റ് എടുക്കുകയാണ്. ആദ്യം നമ്മുടെ പേരൻസൊന്നും അത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പേരൻസ് ഭയങ്കര ഇൻട്രസ്റ്റ് എടുക്കുകയാണ്. അത് തന്നെയാണ് പിള്ളേർക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ തോന്നുന്നു. കാരണം അമ്മമാരും അച്ഛന്മാരും ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കളിച്ചാൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് കയറി പോകാനുള്ളത്. ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ 5ലാണ് പഠിക്കുന്നത്. ആ സമയത്ത് 5ലിങ്ങനെ പഠിക്കുമ്പോൾ 5 കൊല്ലം തോറ്റുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കരയായിരുന്നു. പഠിച്ചിട്ട് എനിക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല. ചേട്ടനിരുന്ന് പഠിപ്പിക്കാറുന്നു തന്നെ. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അമ്മ വന്നു. അപ്പോൾ അമ്മ വന്നപ്പോൾ എനിക്ക് ആവേശം കൂടി, കരച്ചിലിൻ്റെ. ഞാൻ മരണ കരച്ചിൽ പറഞ്ഞു. അപ്പോൾ അമ്മ ചേട്ടനോട് ചോദിച്ചു, എന്തിനാടാ അവൻ കരയണേന്ന് ചോദിച്ചു. അമ്മ അവന് പഠിച്ചിട്ട് ഒന്നും കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല കേട്ടോ. അമ്മ ഒപ്പിടാൻ, എൻ്റെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാന്ന് പറഞ്ഞപ്പോൾ പൂജയാണ്. പിന്നെ ഞാൻ തന്നെ സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും വന്ന് നിൽക്കുന്നത്. അമ്മ പറഞ്ഞു, അവനറിയുന്ന ഒരു കളിയില്ലേ, അവനങ്ങനെ കളിക്കാൻ വിട്. അപ്പം എനിക്ക് പാരൻസിനോട് ഇതാ പറയുള്ളൂ. അല്ല, അപ്പോൾ മോള് ചോദിച്ചപ്പോൾ പറയണേ, പാരൻസിനോട് ഇതാ പറയുള്ളൂ. കാരണം എല്ലാവരുടെ ഉള്ളിൽ ടാലൻ്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു ടാലൻറ്റ്. ചിലപ്പോൾ പന്ത് കളിക്കണമെന്നുണ്ടാവും, ചിലപ്പോൾ പടം വരയ്ക്കാനാവും, ചിലപ്പോൾ ബാസ്കറ്റ് ബോൾ കളിക്കാനാവും, ചിലപ്പോൾ അത്ലറ്റാവും. അപ്പോൾ ആ പാരൻസാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഞാൻ പഠിക്കാൻ പോയ ഒരു ഗതിയിലാണ്ട് നടന്നേനെ. ഭാഗ്യത്തിന് എന്നെ അവൻ കളിക്കാൻ പോക്കട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാൻ കളിക്കാൻ പോയി. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനും പറ്റുന്നു. നമസ്കാരം സാർ, ഇവിടെ നാട്. താങ്ക് യു. ചോദ്യം ചോദിക്കണം എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയാനുള്ളതൊരു വലിയ നന്ദിയാണ്. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ബിജു സാറ് പറഞ്ഞ ആ സിസർ കട്ടിന് ഏകദേശം ഒരു 30 കൊല്ലത്തെ പ്രായമായിട്ടുണ്ടാവും. കോഴിക്കോട് നിന്ന് തന്നെ ഒരു സിസർ കട്ട് സാർ ചെയ്തിട്ടുണ്ട്. സിസർ കട്ട് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇപ്പോൾ പലരും നമ്മൾ ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും മെസ്സി പറയും, റൊണാൾഡോ പറയും. പക്ഷേ എന്നെപ്പോലത്തെ ഒരാൾ ആദ്യമായിട്ട് ഫുട്ബോൾ എന്ന് കേൾക്കുന്ന സമയത്ത് അന്ന് ഈ സിസർ കട്ട് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റാണ്. അന്ന് ഞാൻ ഓർക്കുന്നൊരു കാര്യം, അന്നത്തെ കുട്ടികൾ പലരും ഈ മടലെന്ന് പറയും, നമ്മൾ തെങ്ങിൻ്റെ ആ ഒരു തേങ്ങയുടെ ചെറിയ സാധനം, അതും എടുത്തിട്ടാണ് സ്കൂളിൽ പോകുന്നത്. എന്നിട്ട് ഒരാളിങ്ങനെ ഇട്ട് തരും. എന്നിട്ട് സാറിൻ്റെ ആ സ്റ്റൈൽ കോപ്പി അടിക്കാൻ വേണ്ടി സിസർ കട്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ. പക്ഷേ നിർഭാഗ്യവശാൽ ഇവരൊന്നും ഫുട്ബോളിലേക്ക് വന്നില്ല. അപ്പോൾ ചോദ്യമായിട്ട് പറയാനുള്ളത്, എന്തുകൊണ്ടായിരിക്കും ഈ ഇന്ത്യയിൽ നമ്മുടെ ഫുട്ബോളിന് ആ ഒരു പ്രതീക്ഷിച്ച വേഗം കിട്ടാത്തതെന്നാണ് സാറ് കരുതുന്നത്? അല്ല, ഞാൻ ഈ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് സിസർ കട്ട് അടിച്ച് ഗോളാക്കിയത്. അത് കോഴിക്കോട് തന്നെ. അത് സിസർ കട്ട് ഗോൾ ഞാൻ കുറേ അടിച്ചിട്ടുണ്ട്. കൽക്കട്ടയിൽ മോഹൻബാനിൽ കളിക്കുമ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ എതിരായാലും മോഹൻഡൻസിനെതിരായാലും ക്ലബ് ടീമിൻ്റെ എതിരെ കുറേ ഗോൾ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഞാൻ JCT കളിക്കുന്നു. എതിർ ടീം പെയർലെസ് എന്ന് പറഞ്ഞൊരു മലേഷ്യ ടീമായിരുന്നു. കളി കഴിയാൻ 5 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളൂ. ഒരു ബോള് തജിന്തർ ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അത് ഭാഗ്യം കൊണ്ട് ഗോളായി. പക്ഷെ അത് കാലിക്കറ്റായിരുന്നു. അത് നമ്മുടെ ഫുട്ബോളിൻ്റെ മെക്ക എന്ന് പറഞ്ഞാൽ മലബാർ എന്ന് പറഞ്ഞ പോലെ കാലിക്കറ്റിൽ അത്രയധികം ക്രൗഡിൻ്റെ മുന്നിലാണ് അത് അടിക്കാൻ പറ്റിയത്. അന്ന് ഇതേപോലെ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരാൾക്കൊരു ഫോട്ടോ കിട്ടിയുള്ളൂ, മാതൃഭൂമിൻ്റെ. പക്ഷെ ആളിപ്പോൾ നമ്മളൊക്കെ വിട്ട് പോയി. ആ ഒരു ഫോട്ടോ തന്നെ കിട്ടിയുള്ളൂ.
ഇത് കുറേ പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടിയാണ്, അല്ലാണ്ട് ഞാൻ വീട്ടിലിരുന്നിട്ട് എനിക്ക് സിസർ കട്ട് അടിക്കണം എന്ന് പറഞ്ഞിട്ട് കിട്ടിയല്ല. അതിന് കുറേ ചാത്രു സാർ ചെറുപ്പത്തിലെ അവിടെ ഞങ്ങളുടെ ക്യാമ്പിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പക്ഷെ അത് കളിക്കുമ്പോൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയം ഷാർപ്പ് സെക്കൻഡുള്ളിൽ അധികം ആലോചിക്കാൻ ടൈമൊന്നുമില്ല. ബോൾ വരുന്നു, ആ ഷാർപ്പ് സെക്കൻഡുള്ളിൽ അങ്ങനെ ചെയ്തു പോകണമാണ്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ്. കോഴിക്കോട് ആയതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഗ്രേറ്റ് ബാക്ക് സിസർ എന്ന് പറഞ്ഞ പേര് വന്നത് കോഴിക്കോടായ കാരണമാണ്. സാർ, എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ഞാൻ എറണാകുളം വൈറ്റില ബ്രാഞ്ചിലെ റിലേഷൻഷിപ്പ് മാനേജറാണ്. 1999 സാർ 12 സെക്കൻഡ്സിലൊരു ഫാസ്റ്റസ്റ്റ് ഗോൾ, ഐ തിങ്ക് ഇത് ഇപ്പോഴും ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ ബെസ്റ്റ് 3 ഫാസ്റ്റസ്റ്റ് ഗോൾസിൽ ഒന്നാണ് സാറിൻ്റെ ഗോൾ അല്ലേ? ഇതല്ലാതെ സാറ് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഞാൻ 99 ആ സമയത്ത് ഫുട്ബോൾ കണ്ട് തുടങ്ങിയ സമയമാണ്. പത്രം വായിച്ചതും സ്പോർട്സ് സ്റ്റാറിലും സ്പോർട്സ് മാഗസീൻസിലൊക്കെ അന്ന് സാറിൻ്റെ ഫോട്ടോസ് തന്നെയായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ആ സമയത്ത്. കാരണം ക്രിക്കറ്റ് അത്രയും ഡോമിനൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു. വേൾഡ് കപ്പ് സമയത്ത് കഴിഞ്ഞ് ഇൻ്റർനാഷണൽ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്തായിരുന്നു ഈ സാഫ് ഗെയിംസിൽ സാർ ഫാസ്റ്റസ്റ്റ് ഗോൾ അടിച്ചത്. ഇതല്ലാതെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും സാറിൻ്റെ മനസ്സിൽ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ സാറിൻ്റെ ആ ഫാസ്റ്റസ്റ്റ് ഗോളിനെ കുറിച്ച് മെൻഷൻ ചെയ്തില്ല. എനിക്ക് എപ്പോഴും IM വിജയൻ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്നു എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ആ ഫാസ്റ്റസ്റ്റ് ഗോൾ തന്നെയാണ് ഇപ്പോഴും. സാറിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും. ഇപ്പോൾ ഇത്രയും വലിയൊരു ലെജൻഡാണ് സാർ. സാറിൻ്റെ മനസ്സിലൂടെ ഫസ്റ്റ് ഓർമ്മ വരുന്ന എന്തായിരിക്കും ഫുട്ബോൾ? ഇല്ല, അത് ഞങ്ങൾ നേപ്പാളിൽ സാഫ് ഗെയിംസ് കളിക്കുമായിരുന്നു. അപ്പോൾ ഭൂട്ടാനായിരുന്നു എതിര്. അപ്പോൾ അവർ ടച്ച് ചെയ്തപ്പോൾ ഞാൻ സ്പീഡി എന്ന് വിളിക്കുക നമ്മുടെ നജീബിനെയാണ് കണ്ണൂരിൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്ട്രൈക്കർ കളിക്കാൻ. അപ്പോൾ അവൻ ഭയങ്കര സ്പീഡാണ്. ടച്ച് ചെയ്തിട്ട് ബാക്കിൽ കൊടുത്ത് അവൻ അങ്ങോട്ട് ഓടിപ്പോയപ്പോൾ അവൻ്റെ കാലം ബോൾ കിട്ടി. അപ്പോൾ ഞാൻ ഈ റൈറ്റോടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബോൾ കിട്ടി ഞാൻ വെറുതെ റെഡി ആയിട്ട് ചോദിച്ചതാണ്. ആ നേരെ ചെന്ന് കയറി. അപ്പോൾ നമുക്കൊന്നും അറിയണ്ടായിരുന്നില്ല ഫാസ്റ്റസ്റ്റ് ഗോളാണോ ഒന്നും അറിയണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യാതിരിക്കുമ്പോൾ സുഖീന്ദറായിരുന്നു കോച്ച്. ഓ വിജയന് തൂ बहुत शॉर्ट टाइम में गोल मारा यार ना करे क्या कोच? हाँ 12 सेकंड में गोल मारा तो വേൾഡ് റെക്കോർഡ്. ഞാനിങ്ങനെ നോക്കിയാറില്ല. അതെ, ഓ ശരി. അപ്പോൾ ബായും കൊണ്ട് കിട്ടിയാണ് അതൊക്കെ, അല്ലാണ്ട് ഞാൻ വേണമെന്ന് വെച്ച് അടിച്ച് ഗോൾ ചെയ്തതല്ല. ആ സമയത്ത് ബായും കൊണ്ട് കിട്ടിയതാണ്. ഗോഡ് ഇസ് ഗ്രേറ്റ്. കഴിഞ്ഞില്ലേ? മതിയാക്കല്ല, ഇനി ബോറടിപ്പിക്കണ്ട. എല്ലാവർക്കും ഭക്ഷണം കഴിക്കേണ്ടതാണ്. എൻ്റെ തള്ളൽ കേട്ടിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കേണ്ട. താങ്ക് യു സർ. അടുത്തതായി ഫെലിസിറ്റേഷനാണ്, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി കുറച്ച് കോമ്പറ്റീഷൻസ് നടത്തിയായിരുന്നു. പോയട്രി ഇംഗ്ലീഷ് ഫസ്റ്റ് പ്രൈസ് മിസ് രാഖി എസ് കുമാർ, മാനേജർ വെൽത്ത്, കോട്ടയം വെൽത്ത് ഹബ്. പേര് വിളിക്കുന്ന ആൾ വന്നിട്ടില്ലെങ്കിൽ പകരം അവിടെ നിന്ന് വരുന്ന ആരെങ്കിലും please give her a big applause. Second prize Mr. Subhabrata Dev, manager sanction Rasmek Kanyanad. Third prize, Miss Ajidi S. അജീതി മാഡത്തിന് വേണ്ടി റീജിയണൽ സെക്രട്ടറി സുജിത് സർ പ്രൈസ് കളക്ട് ചെയ്യുന്നു. അടുത്തതായി പോയട്രി മലയാളം ഫസ്റ്റ് പ്രൈസ് മിസ്റ്റർ ബൈജു മൂർക്കോത്ത്, DM മേലെച്ചൊവ്വ ബ്രാഞ്ച്. മിസ്റ്റർ ബൈജു മൂർക്കോത്ത്, ഡെപ്യൂട്ടി മാനേജർ മേലെച്ചൊവ്വ ബ്രാഞ്ച്. സാർ വന്നിട്ടില്ലെങ്കിൽ പകരം
Moving on, second prize, Mr. Astro Chaco Violin, BM SME Kottayam. Mr. Astro Chaco Violin. Third prize, Ms. Divyasree P, Branch Manager, Puvachal Branch. Ms. Divyasree, BM, Puvachal Branch. കയ്യടിയാവാം. Short story English. First prize, Ms. Nita Geet Josoni, Manager, Commercial Branch, Ernakulam. Second prize, Ms. Minu and Theodore, RMBB, Mulanduruthi Branch. Ms. Minu and Theodore, RMBB, Mulanduruthi Branch. Third prize, Ms. Reena Varghese, Service Manager, Ollur Branch. Ms. Reena Varghese, Service Manager, Ollur Branch. Ollur Branch. തൃശ്ശൂരിൽ നിന്ന് വന്ന ആരെങ്കിലും? അടുത്തത് ഷോർട്ട് സ്റ്റോറി മലയാളം. ഫസ്റ്റ് പ്രൈസ്, മിസ്റ്റർ ശരത് ചന്ദ്രൻ, AM, ഉച്ചക്കട ബ്രാഞ്ച്. Mr. Sharat Chandran, AM, Uchakada Branch. First prize, short story Malayalam. Second prize, Ms. Nida Geet Jasoni, Manager, Commercial Branch, Ernakulam. Third prize, Ms. Sudhanya Vasu, Deputy Manager, RBO 1, Kollam. അടുത്തത് പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ്റെയാണ്. ഫസ്റ്റ് പ്രൈസ്, മിസ് അശ്വതി എസ്, ഡെപ്യൂട്ടി മാനേജർ, ITS, LHO ട്രിവാൻഡ്രം. Second prize, Ms. Reshma S, Service Manager, Cherthala Branch. Please give her a big applause. Second prize, Ms. Reshma S, Service Manager, Cherthala Branch. Third prize, Ms. Priyanka VP, Deputy Manager, RSCPC, Ernakulam.
ഒരറിയിപ്പുണ്ട്. നമ്മൾ നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അവസാന സ്റ്റേജിലേക്ക് കടക്കുകയാണ്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് താങ്ക് യു വിജയൻ ചേട്ടാ. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ പറ്റി ഏറ്റവും വിശദമായി സംസാരിക്കാൻ പറ്റുന്ന ബാങ്കേഴ്സ് എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പീച്ചാണ് നമുക്ക് വരാനുള്ളത്. എല്ലാ ആൾക്കാരും, പുറത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഒന്ന് കയറിയിരിക്കണം. നമ്മുടെ ഗസ്റ്റ് സ്പീക്കറാണ്. എല്ലാ ആൾക്കാരും ഒരു ബാങ്കർ എന്നുള്ള നിലയിൽ നമ്മുടെ ഇക്കോണമിയെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ട് ഉള്ള ഈ ഒരു അവസരം നിങ്ങൾ മുതലാക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാ ആൾക്കാരും ഒന്ന് അകത്ത് കയറിക്കുക. ജോ സാറിൻ്റെ സ്പീച്ച് സ്പെഷ്യൽ അഡ്രസ്സ്, നമ്മുടെ ഈ ഗ്യാതറിങ്ങിനുള്ള സ്പെഷ്യൽ അഡ്രസ്സ് തുടങ്ങാൻ പോവുകയാണ്. പ്ലീസ് എവരിബഡി പ്ലീസ് കം ഇൻ ടു ദ ഓഡിറ്റോറിയം. ഇപ്പോൾ സമ്മാനം വാങ്ങിച്ച സ്റ്റാഫിന് ക്യാഷ് അവാർഡ് കൂടെ ഉള്ളതാണ്. അതും കൂടി കളക്ട് ചെയ്തിട്ട് വേണം പോകാൻ. Moving on, we are honored to welcome a distinguished personality to deliver today's special address, Mr. Joe Athiali. Mr. Joe Athiali is the Executive Director of the Center for Financial Accountability based in Mumbai. The CFA is a leading institution committed to promoting financial accountability and transparency, especially in sectors impacting public interest. Mr. Athiali has played a key role in advocating for responsible finance and inclusive development. He is widely respected for his efforts in raising awareness about the implications of financial decisions on common people and for holding institutions accountable. Please, sir. Thank you. Thank you very much. Respected leaders on the dais, office bearers of State Bank, of India Officers Association, bank officers from different parts of Kerala. It's really an honor and privilege to be with you all. ഊണിൻ്റെയും നിങ്ങളുടെ ഇടയ്ക്ക് നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഊണിൻ്റെ സമയമായി. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുകയില്ല, ചുരുക്കമായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുമല്ല, ഫ്രാങ്കോ സാറും രൂപം സാറും ഒക്കെ സംസാരിച്ചതിന് ശേഷം there may not be much left to be kind of said about. So, ഞാൻ അധികം സമയം എടുക്കുകയില്ല. ഒരു സൺഡേ അവധി ദിവസം മാറ്റിവെച്ച് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നിങ്ങൾ വന്നത് അസോസിയേഷനോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും നിങ്ങളുടെ യൂണിറ്റിയുടെയും ഒരു എക്സ്പ്രഷനാണ്. അത് മുമ്പോട്ടും പോട്ട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റും കൂടുതൽ യൂണിറ്റും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള സർക്കിളിൻ്റെ 25 വർഷം തികയുന്നു എന്ന് ഞാൻ അറിയുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ അനദർ മെനി ഇയേഴ്സ് ഓഫ് ഫ്രൂട്ട്ഫുൾ സർവീസ് ടു ദ പീപ്പിൾ. ഇപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇറ്റ് മേ നോട്ട് ബി സംതിങ് ന്യൂ ടു യു. കാരണം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ളതും നോളജബിൾ ആയിട്ടുള്ള ഒരു ഓഡിയൻസാണ്. ഫൈനാൻസും എക്കോണമിയും നിങ്ങൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഡീൽ ചെയ്യുന്ന ആളുകളാണ്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ടു കൈൻഡ് ഓഫ് റീക്യാപ്ചർ സം ഓഫ് ദ തിങ്സ് ദാറ്റ് വി നോ. ഇന്ത്യയെ പറ്റി പറയുമ്പം സാധാരണ പറയുകയാണ് ഇറ്റ്സ് എ ഡൈക്കോട്ടമി. 2 ഇന്ത്യ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറയുന്നതിന് മുമ്പേ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. അത് ഈ മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അല്ല 2 ഇന്ത്യ ഉണ്ടായത്, അത് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗ്യാപ്പ് കൂടുതൽ വൈഡനായി എന്നുള്ളതാണ്. അതുകൊണ്ട് ബില്യനേഴ്സിൻ്റെ നമ്പർ കൂടുന്നു. നമ്മുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമ്മൾ താഴോട്ട് പോകുന്നു. 2014 നമുക്ക് 70 ബില്യനേഴ്സ് ഉണ്ടായിരുന്നു. 2024 ആ നമ്പർ 185ആയി. 123% ഗ്രോത്ത്. അതേസമയം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 2024 124 കൺട്രീസിൽ നമ്മുടെ റാങ്കിങ് 105. നേപ്പാളും ബംഗ്ലാദേശും പല കൺട്രീസ് നമ്മുടെ അയലോകത്തുള്ളത് നമ്മളെക്കാളും ഒക്കെ ഒത്തിരി മുമ്പിലാണ്. ബില്യനേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. റിച്ചസ്റ്റ് ഇന്ത്യൻ അംബാനി, അദ്ദേഹം ഓരോ മിനിറ്റിൽ 2000 രൂപ വെച്ച് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ
It will take 10,000 years for him to spend the wealth that he has. That's the level of wealth he is kind of having. Maybach കാറിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 3.5 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ സെയിൽസ് 145% കൂടി. ഒരാഴ്ചയിൽ മേബാക്കിൻ്റെ 10 കാറാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഇതേ സമയം സാധാരണക്കാരൻ്റെ സ്കൂട്ടർ സെയിൽസ് താഴോട്ട് പോവുകയാണ്. ഞാൻ ജസ്റ്റ് ആ ഇൻകം വെൽത്ത് ഡിസ്പാരിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. ഇന്ത്യ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമീസ് ഇൻ ദ വേൾഡ് ആണ്, അതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. എന്നാൽ അർബൻ കൺസപ്ഷനും ലാർജ് കോർപ്പറേഷൻസും ത്രൈവ് ചെയ്യുന്നു. റൂറൽ ഡിമാൻഡും ഇൻഫോർമൽ സെക്ടേഴ്സും താഴോട്ട് പോകുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് പല സ്ലോഗൻസ് നമ്മൾ കേട്ടു. മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, പ്രധാനമന്ത്രി മുദ്ര യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ. ഇതേ സമയം അൺഎംപ്ലോയ്മെൻറ്റും അണ്ടർ എംപ്ലോയ്മെൻറ്റും ഹിസ്റ്റോറിക്കൽ ലെവലിലാണ്. ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ 2022 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ 1,03,000 വേക്കൻസീസ് ഉണ്ടായിരുന്നു. അതിന് കിട്ടിയ ആപ്ലിക്കേഷൻസിൻ്റെ നമ്പർ എത്രയാണെന്ന് അറിയാമോ? 2.3 കോടി. ഉത്തർപ്രദേശിലെ പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് 2024 നടന്നത് 60,000 വേക്കൻസി ഉള്ളതിനകത്ത് അവർക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ 48 ലക്ഷം. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1.7 ലക്ഷം വേക്കൻസി, കിട്ടിയ ആപ്ലിക്കേഷൻസ് 8 ലക്ഷം. നമ്പേഴ്സ് ഇങ്ങനെ ഒത്തിരി ഉണ്ട് പറയാൻ. ഒരു ജസ്റ്റ് എക്സാമ്പിൾസ് തരികയായിരുന്നു ഇവിടുത്തെ അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽസ് എന്താണെന്നുള്ളതിനെ പറ്റിയുള്ളത്. അൺഎംപ്ലോയ്മെൻറ്റ് ഈ ലെവലിൽ ഇരിക്കുന്ന സമയം തന്നെ കോർ ഇൻഫ്ലേഷനും ഫുഡ് പ്രൈസസും വളരെ ഷാർപ്പായിട്ട് ഇൻക്രീസ് ആവുകയാണ്. ആൻഡ് ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി അഫക്റ്റിംഗ് ദ പൂവർ. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് 3 എക്കണോമിക് ഡിസിഷൻസ് ഈ സർക്കാർ എടുത്തത് എക്കോണമിയെ വളരെ പ്രധാനമായിട്ട് ബാധിച്ചു. ഒന്ന് ഡിമോണറ്റൈസേഷൻ, ഒന്ന് GST, 3 കോവിഡ് സമയത്ത് നടന്ന ലോക്ക്ഡൗൺ, വളരെ റെക്ലെസ് ആയിട്ടുള്ളൊരു ലോക്ക്ഡൗൺ. ഈ 3 ഡിസിഷൻസിൻ്റെ ഇമ്പാക്റ്റ് എക്കോണമിയെ ബാധിച്ചത് ഇതുവരെ 10 വർഷമായിട്ട് ഇതുവരെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. GST റെജീം സ്റ്റേറ്റ്സിൻ്റെ എജിലിറ്റി ടു കൈൻഡ് ഓഫ് മാനേജ് ഫിനാൻസ് അത് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞു. ദാറ്റ്സ് അനദർ ആസ്പെക്റ്റ് ഓഫ് ഇറ്റ് ഓൾ ടുഗദർ. ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജസ്റ്റ് എക്കോണമിയിൽ എടുക്കുന്ന ചില പോളിസി ഡിസിഷൻസ് ചിലപ്പം തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, ചിലത് നടക്കും, ചിലത് നടക്കുകയില്ല എന്നുള്ളതായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് ഈസ് ഹാപ്പനിങ് ഐസൊലേറ്റഡ്. വാട്ട് വി ആർ ഓൾസോ കൈൻഡ് ഓഫ് സീയിങ് ഈസ് ഹെവി ക്രാക്ക് ഡൗൺ ഓൺ ഡിസെൻറ്റ്. ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാത്ത അല്ല ഈ സർക്കാരിൻ്റെ കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുന്ന ആളുകളെ ഈദർ ദേ ആർ ഇൻ ജയിൽ വിതൗട്ട് ബെയിൽ. നമ്മുടെ പല ഫ്രണ്ട്സും 6-7 വർഷമായിട്ട് ജയിലിൽ കിടപ്പുണ്ട്, ബെയിൽ ഇല്ലാതെ പോലും, അക്യൂസ്ഡ് ആയിട്ട്. UAPA അവർ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ NRC CA കൂട്ടുള്ള പോളിസീസിനെ ഒപ്പോസ് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് വളരെ കൃത്യമായ റോള് പ്ലേ ചെയ്യാനുള്ള ഇലക്ഷൻ കമ്മീഷനോ വിജിലൻസ് കമ്മീഷനോ ആരെങ്കിലും എടുത്തോ, നൺ ഓഫ് ദം ആർ പ്ലേയിങ് ദെയർ മാൻഡേറ്റ് ഓർ ദ റോൾ ദേ ആർ എക്സ്പെക്റ്റഡ് ടു കൈൻഡ് ഓഫ് ഡു. മീഡിയ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗോദി മീഡിയ നമ്മൾ കളിയാക്കി പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് ദാറ്റ്സ് വാട്ട് ഇറ്റ്സ് ഹാപ്പനിങ്. ദർ ഇസ് നോ ഇൻഡിപെൻഡൻറ്റ് മീഡിയ എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ. ഒന്നുമില്ല എന്നല്ല പറയുന്നത്, പക്ഷെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയ നമ്മൾ നോക്കുകയാണെങ്കിൽ, TV-യും പത്രവും മെയിൻ സ്ട്രീം മീഡിയ നോക്കുകയാണെങ്കിൽ റെജീമിന് വേണ്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു മീഡിയയാണ് നമ്മളിവിടെ കാണുന്നത്. സോ ദിസ് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടെക്സ്റ്റ് ഐ വാണ്ട് ടു കൈൻഡ് ഓഫ് ടോക്ക്. ഇന്ന് ബാങ്കിങ് സെക്ടറിൽ നടക്കുന്ന പ്രശ്നങ്ങളോ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് നടക്കുന്ന പ്രശ്നങ്ങളോ ഐസൊലേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. മറിച്ച് ഈ ഒരു ലാർജർ കോണ്ടെക്സ്റ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടാൽ മാത്രമേ നമുക്കതിൻ്റെ
ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളതാണ് എൻ്റെ പോയിന്റ്. ഇവിടെ എങ്ങനെ നമ്മൾ എത്തി? ഇതൊരു ആക്സിഡൻ്റ് ആയിരുന്നോ? ചിലപ്പം കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, കുറേ കാര്യങ്ങൾ നടന്നില്ല, ഇവിടെ നമ്മൾ അകപ്പെട്ടു പോയി എന്നുള്ളതാണെന്നോ? അതല്ല ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്. ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഗവൺമെൻറ് ഈ ലെവലിൽ എത്തിച്ചതാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രോ ബിസിനസ് ഗവൺമെൻറ് പോളിസീസ്, ടാക്സ് ഇൻസെൻറ്റീവ്സ്, ഡീറെഗുലേഷൻ, സബ്സിഡീസ് ഫോർ ലാർജ് കോർപ്പറേഷൻസ്, ഇതൊന്നും അറിയാതെ പറ്റിപ്പോയതല്ല, ഇത് അറിഞ്ഞുകൊണ്ട് പറ്റിയതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പോർട്സ് ഒന്നിനു പുറകെ ഒന്ന് ഒരു സർട്ടൻ കമ്പനിക്ക് മാത്രം പോകുന്നത്? അതൊരു ആക്സിഡൻ്റ് ആകാൻ ചാൻസ് ഇല്ല. അഡാനിയെ പറ്റി ഞാൻ പറയുന്നത്. എങ്ങനെ അഡാനി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെ പോർട്ട് ഇനാഗുറേറ്റ് ചെയ്തു? എന്തുകൊണ്ടാണ് ഇവിടുത്തെ പോർട്സ് ഒരു കമ്പനിക്ക് മാത്രം പോകുന്നത്? ഒരു ആക്സിഡൻ്റ് അല്ല. പാൻഡമിക്കിൻ്റെ സമയത്ത് കോർപ്പറേറ്റ് ടാക്സ് 30% നിന്ന് 22% ആയിട്ട് കുറച്ചു. അന്ന് പറഞ്ഞത് എക്കോണമിയെ റിവൈവ് ചെയ്യാൻ ഇൻസെൻറ്റീവാണ്. കോർപ്പറേഷൻസിൻ്റെ ടാക്സ് എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ജോലി ഉണ്ടാക്കും. ജോലി ഉണ്ടായില്ല. എന്തുവാ നഷ്ടമായത്? എന്തുവാ 2019-ലും 2020-ലും ഗവൺമെൻറ് നഷ്ടമായത് 2.28 lakh crore rupees-ആണ്. അതിനുശേഷമുള്ള ഡേറ്റ ഇല്ല. പക്ഷെങ്കിൽ അന്നത്തെ എസ്റ്റിമേറ്റ് 1.45 lakh crore rupees സർക്കാരിന് നഷ്ടമാകുമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് കോർപ്പറേറ്റ് ടാക്സ് മാത്രം ഇന്ത്യക്ക് നഷ്ടമായത് 8 lakh crore rupees-ആണ്. ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക്, കോമൺ പീപ്പിളിന് എന്ത് ഗുണമുണ്ടായി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യം. വീക്ക് ടാക്സേഷൻ ഓൺ വെൽത്ത് ആൻഡ് ക്യാപിറ്റൽ. നമ്മൾ മുമ്പേ വെൽത്ത് ഇനീക്വാളിറ്റിയെ പറ്റി നമ്മൾ സംസാരിച്ചു. 2015 വരെ വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. 2015 അത് എടുത്തു കളഞ്ഞതാണ്. ഇൻഹെറിറ്റൻസ് ടാക്സ് ഒരു കാലത്തും ഇല്ലായിരുന്നു നമുക്ക്. ഇൻഡയറക്റ്റ് ടാക്സ് ആണ് ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് വന്നേക്കുന്നത്. അതിനകത്ത് ഏകദേശം നമ്മുടെ റവന്യൂവിൻ്റെ 50% ഇൻഡയറക്റ്റ് GST മാതിരിയുള്ളത്. ഇവിടുത്തെ റിച്ചസ്റ്റ് പേഴ്സണും ദ പൂറസ്റ്റ് പേഴ്സണും പേ ദ സെയിം GST ടാക്സ്. നമ്മൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് അതാ. നമ്മൾ സാധാരണ ആളുകൾ പറയുമോ ഇൻകം ടാക്സ് പേയിങ് സിറ്റിസൺസ് ലൈക്ക് ടാക്സ് പേയിങ് ബ്രാക്കറ്റ്. ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ഇവിടെ 2.7% മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇൻഡയറക്റ്റ് ടാക്സാണ്. ഈ ഇൻഡയറക്റ്റ് ടാക്സിൽ അംബാനി മേടിക്കുന്ന ബിസ്ക്കറ്റിനും ഇവിടുത്തെ റിക്ഷാക്കാരൻ മേടിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ടാക്സ് ഒറ്റ ടാക്സാണ്. രണ്ടുപേരും കൊടുക്കുന്ന ഒരൊറ്റ ടാക്സാണ്. ഈ ജയതി ഘോഷ്, പ്രഭാത് പട്നായിക് എന്നൊക്കെ പറയുന്ന എക്കണോമിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അവർ പറയുന്നത്, അവരുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അവർ പറയുന്നത് 2% വെൽത്ത് ടാക്സും 50% ഇൻഹെറിറ്റൻസ് ടാക്സും 1%-ന് ടോപ്പ് വെൽത്തിയസ്റ്റ് 1%-ന് ഇടുകയാണെങ്കിൽ 17 ലക്ഷം കോടി രൂപ കിട്ടും. ഈ 17 ലക്ഷം കോടി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫുഡ് സബ്സിഡി ഡബിൾ ആക്കാൻ പറ്റും. നോൺ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. കോൺട്രിബ്യൂട്ടറി പെൻഷനെ പറ്റി നിങ്ങൾക്കറിയാം. പക്ഷേ ഡിസേബിൾഡ്, ഓൾഡ് ഏജ് പെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോൺ കോൺട്രിബ്യൂട്ടറിയാണ്. നോൺ കോൺട്രിബ്യൂട്ടറി പെൻഷൻ മുഴുവൻ കൊടുക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ്റെയും ഹെൽത്തിൻ്റെയും ബഡ്ജറ്റ് GDP-യുടെ 6% ആക്കാൻ പറ്റും. ഇന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ 3%-ഉം ഹെൽത്ത് <2%-ഉമാണ്. അതിനെ 6% ആക്കാൻ പറ്റും. അർബൻ ആൻഡ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം മുഴുവൻ ഫണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വെൽത്ത് ടാക്സ് വേണമെന്ന് പറയുന്നത് ഒരു രസത്തിന്, അവൻ ഒത്തിരി കാശുണ്ടാക്കി അവൻ്റെ ഒരു ഇച്ചിരി കാശ് മേടിക്കുക, അതുകൊണ്ട് നമുക്ക് വെൽത്ത് ടാക്സ് ഉണ്ടാക്കാം എന്നുള്ളതല്ല. ഇവിടുത്തെ നേഷൻ ബിൽഡിങ്ങിനും ഇന്ത്യ ഇന്നും ഹങ്കർ ഡെത്ത്സിൻ്റെ റിയാലിറ്റി ഉള്ള ഒരു കൺട്രിയാണ് അല്ലേ. അവിടെ ആ സിറ്റിസൻസിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് വെൽഫെയർ മെഷേഴ്സിന് കാശില്ല. Where are the resources? There are resources. If there is a political will, there is resources, is the point. ഇതേ സമയം പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് അസറ്റ്സ് വളരെ വ്യാപകമായിട്ട് നടക്കുന്നു. ഇതൊരു പോളിസിയാണ്. അല്ലാതെ ചില പബ്ലിക് സെക്ടർ ചിലത് നടക്കുന്നില്ല എന്നാൽ അത് പ്രൈവറ്റൈസ് ചെയ്യാമെന്നുള്ളതല്ല. ഇതൊരു പോളിസിയാണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ പ്രൈവറ്റൈസ് ചെയ്യണമെന്നുള്ളത്. ഈ പബ്ലിക്
സെക്ടർ ഒരു കാലത്ത് നമ്മുടെയൊക്കെ പണം ഇട്ടുണ്ടാക്കിയതാണ്, ടാക്സ് പേയേഴ്സിൻ്റെ പണം ഇട്ടുണ്ടാക്കിയതാണ് നേഷൻ ബിൽഡിങ്ങിന് വേണ്ടി. അത് ശരിയായിട്ട് റൺ ചെയ്ത് പോയില്ലായിരിക്കാം. അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം, അത് ശരിയാക്കാൻ നോക്കണം. സർക്കാരിന് ഒരു കമ്പനി നടത്താൻ കഴിവില്ലെങ്കിൽ, അത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റിയില്ലെങ്കിൽ, വാട്ട് ഈസ് ദാറ്റ് പ്രൈവറ്റ് സെക്ടർ ഹാസ് വിച്ച് ക്യാൻ കൺവേർട്ട് എ ലോസ് മേക്കിംഗ് ഇൻ ടു എ പ്രോഫിറ്റ് മേക്കിംഗ്? സർക്കാരിൻ്റെ ക്യാപിറ്റൽ ഇല്ലേ, സർക്കാരിൻ്റെ ഹ്യൂമൻ പവർ ഇല്ലേ, സർക്കാരിൻ്റെ ടെക്നോളജി ഇല്ലേ? സോ വാട്ട് ഈസ് ദാറ്റ് സ്പെഷ്യൽ തിങ് ദ പ്രൈവറ്റ് സെക്ടർ ഹാസ് വിച്ച് ക്യാൻ കൺവേർട്ട് എ ലോസ് മേക്കിംഗ് ഇൻ ടു എ പ്രോഫിറ്റ് മേക്കിംഗ് ഓവർ നൈറ്റ്? നമുക്ക് പല എക്സാമ്പിൾസ് ഉണ്ട്. വി ക്യാൻ കം ബാക്ക് ടു ദാറ്റ് ലേറ്റർ. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മുമ്പേ ഞാൻ പോർട്സിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള പല സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എ ഹാൻഡ്ഫുൾ ഓഫ് ലാർജ് കോർപ്പറേഷൻസ്, monopolistic control, having all the resources of the country is what's kind of being seen. എഡ്യൂക്കേഷനെ പറ്റി നമ്മൾ മുമ്പേ മെൻഷൻ ചെയ്തായിരുന്നു. കോവിഡ് സമയത്താണ് ഡിജിറ്റൽ ഡിവൈഡിനെ പറ്റി നമ്മൾ കണ്ടത്. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഓൺലൈൻ ക്ലാസ്സസിന് പോകാൻ പറ്റി, അവരുടെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സസിന് പോകാൻ പറ്റി. ദ പീപ്പിൾ ഹു ആർ ലെസ് പ്രിവിലേജ്ഡ് കുഡിൻറ്റ് കൈൻഡ് ഓഫ് ഡു ദാറ്റ്. സർക്കാർ സ്കൂളുകളുടെ കണ്ടീഷൻ കേരളത്തിലെ മെച്ചമായിരിക്കാം. നോർത്ത് ഇന്ത്യയിൽ വരികയാണെങ്കിൽ സർക്കാർ സ്കൂളുകളുടെ കണ്ടീഷൻ വളരെ പത്തറ്റിക്കാണ്. പ്രൈവറ്റ് സ്കൂൾസും ഇൻ്റർനാഷണൽ സ്കൂൾസും മഷ്റൂം ചെയ്യുകയാണ് നോർത്തേൺ ഇന്ത്യയിൽ, where the fees is exorbitant. ലേബർ മാർക്കറ്റ് ഇനിക്വാളിറ്റീസ്. ഇന്ന് പെർമനൻറ്റ് ജോബ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കോൺട്രാക്ച്വൽ വർക്ക്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗിഗ് വർക്കേഴ്സിൻ്റെ റൈറ്റ്സിനെ പറ്റി നമ്മൾ വായിക്കാറും കേൾക്കാറുമുണ്ട്. ലേബർ റൈറ്റ്സ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോബ് സെക്യൂരിറ്റിയും മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു, പെൻഷൻ്റെ കാര്യം, ജോബ് സെക്യൂരിറ്റി, സൊസൈറ്റിയൽ സപ്പോർട്ട്, ഈ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഷ്രിങ്ക് ചെയ്യുന്ന സമയത്താണ്. ക്രോണിക് ക്യാപിറ്റലിസവും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും വളരെ സീരിയസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഇലക്ട്രൽ ബോണ്ട്സിനെ പറ്റി നമ്മൾ വായിച്ചായിരുന്നു. ഇലക്ട്രൽ ബോണ്ട്സ് ക്യാൻസൽ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ വായിച്ചു. ആരൊക്കെ എത്രയൊക്കെ പൈസ കൊടുത്തു എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽസ് കിട്ടിയില്ല, പക്ഷേ ആർക്ക് കിട്ടി, ആര് കൊടുത്തു എന്ന് നമുക്കറിയാൻ പറ്റി. ആ കാശ് എക്സ്ചേഞ്ച് ഓഫ് മണി മാത്രമല്ല നടന്നത്, അവിടെ നടന്നത് ഇൻഫ്ലുവൻസ് ഓൺ ദ പോളിസീസാണ്. അതുകൊണ്ട് certain public sector units going to certain private corporations was not an accident. It was just a planned effort. നിങ്ങൾ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. അൺഈക്വൽ ആക്സസ് ടു ക്രെഡിറ്റ്. ഫ്രാങ്കോ സാറ് മെൻഷൻ ചെയ്തായിരുന്നു, NBFCയിലോട്ട് ആളുകൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് പോയി കാശെടുക്കാൻ. ലോൺ ആപ്സ് വ്യാപകമായിട്ട് വരികയാണ്. RBI റെഗുലേഷൻ വളരെ കാര്യമായിട്ട് കുറച്ചിട്ടുണ്ട് NBFCയുടെ മുകളിലുള്ളത്. They can kind of charge anything now. There aren't any caps anymore. സ്മോൾ ക്രെഡിറ്റ്സ് ഫോർമൽ ബാങ്കിങ് സെക്ടറിൽ നിന്ന് വളരെ കാര്യമായിട്ട് കുറഞ്ഞു. 91 തൊട്ട് നമ്മൾ കാണുന്നത്, ഇന്നോ ഇന്നലെയോ നടക്കുന്നതല്ല. ഫ്രാങ്കോ സാറ് തന്നെ പറയാറുണ്ട്, എങ്ങനെ 91 പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ആയിരുന്നു 95%, which has now come down to close to 60% now into 2024. ആരാ റീപ്ലേസ് ചെയ്തെന്ന് ചോദിച്ചാൽ ബിഗ് കോർപ്പറേഷൻസ്. ബിഗ് കോർപ്പറേഷൻസിന് ബിഗ് ലോൺസ് അധികമായിട്ട് പോകുന്നു, അവിടെ NPA ഉണ്ടാകുന്നു. സാർ അതിനെപ്പറ്റി പറഞ്ഞു. ആ ഒരു സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ സ്മോൾ ലെൻഡേഴ്സ് അവർ കഷ്ടപ്പെടുന്നു. ദേ ആർ കൈൻഡ് ഓഫ് ഫോഴ്സ്ഡ് ടു ഗോ ഇൻ ടു മണി ലെൻഡേഴ്സ് ആൻഡ് സച്ച് എൻറ്റിറ്റീസ്. അവിടെ മണി ലെൻഡേഴ്സ് പെർപ്പച്വേറ്റിംഗ് എ ഡെറ്റ് സൈക്കിൾ ഫോർ ഓൾ ഓഫ് ദം. ഒരു ഡെറ്റ് സർവീസ് ചെയ്യാൻ അടുത്ത ഡെറ്റ് എടുത്തിട്ട് അവർ സർവീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതൊക്കെ നടക്കുന്ന സമയത്തും ജെൻഡർ ആൻഡ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എങ്ങും പോയിട്ടില്ല. ഇന്നും ഗ്ലോബലി ഇന്ത്യ ഹാസ് വൺ ഓഫ് ദ ലോസ്റ്റ് വിമൻ വർക്ക് ഫോഴ്സ്. വി ഹാവ് അറൌണ്ട് 25% in 2022. It still has the lowest of that. Dalits and Adivasis continue to kind of face barriers on land ownership, education and employment. നമ്മൾ മുമ്പേ പ്രൈവറ്റൈസേഷനെ പറ്റി പറഞ്ഞായിരുന്നു. എയർ ഇന്ത്യ പ്രൈവറ്റൈസ് ചെയ്തായിട്ട് കണ്ടു അല്ലേ? നമ്മളെല്ലാം അറിഞ്ഞു, ടാറ്റ മേടിച്ചു. How did Air India kind of go bad? So badly. After being a national carrier for so many years. You take Air India, you take power sector,
യു ടേക്ക് ഈവൻ ബാങ്കിങ് സെക്ടർ. എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് ചോദിച്ചാൽ, it's run down over a period of years. People are fed up with it. People are saying ഇനി ഇതങ്ങ് പ്രൈവറ്റൈസ് ചെയ്തേ അത് മതി. എയർ ഇന്ത്യ സർവീസിനെ പറ്റി ഇത്രയും കംപ്ലയിൻസ് ആയിരുന്നു. പ്രൈവറ്റൈസ് ചെയ്തിട്ടും സർവീസ് ശരിയായിട്ട് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയ മുഴുവൻ അതിൻ്റെ കാര്യങ്ങൾ കാണാം. പക്ഷെങ്കിൽ വാട്ട് യു ആർ സീയിങ് ഈസ് എ പാറ്റേൺ ദാറ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം യു റൺ ഡൗൺ certain companies, certain sectors where you are forced to kind of then BSNL, Air India, power sector, which is state subject, power sector. ഇതിനുള്ള പല സെക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരാൾക്ക് വെൽത്ത് കൂടിയാൽ തന്നെ ദാറ്റ്സ് എ പ്രൈവറ്റ് ക്യാപിറ്റൽ, അതിന് തനിക്കെന്താ പ്രശ്നം? നമുക്ക് പബ്ലിക് ക്യാപിറ്റലിനെ പറ്റി, പബ്ലിക് റിസോഴ്സസിനെ പറ്റി സംസാരിക്കാം, പബ്ലിക് എക്കോണമിയെ പറ്റി സംസാരിക്കാം. പ്രൈവറ്റ് ക്യാപിറ്റലിനെ പറ്റി എന്തിനാണ് സംസാരിക്കുന്നത്? ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. പ്രൊവൈഡഡ് പ്രൈവറ്റ് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റും ഓൺലി വിത്ത് ടാക്സ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ടാക്സ് ഹോളിഡേയ്സ്. സ്പെഷ്യൽ എക്കണോമിക് സോൺസിനെ പറ്റി നമ്മൾ കേട്ടു. ആദ്യത്തെ 15 വർഷത്തേക്ക് ടാക്സ് എക്സംഷൻ ആയിരുന്നു, അത് പിന്നെ 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, പിന്നെ 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എനി entity coming up in a special economic zone enjoys that. Subsidized or free materials, land തൊട്ട് മൈനിങ് മിനറൽസ് തൊട്ട് വാട്ടർ തൊട്ട് നിങ്ങൾ എന്തിനെ പറ്റി വേണമെങ്കിലും സംസാരിച്ചോ. ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും either will give it for free or subsidized. The public sector banks taking the risk of funding most of them. നിങ്ങൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ a lot of these corporations come up with the support of the public sector banks, not private banks. And fourth, cheap labor. ശരിയായ ലേബർ അവർക്ക് പേ ചെയ്യുകയാണെങ്കിൽ nobody can make such profits which can kind of make somebody vulgarly rich. അതുകൊണ്ട് പ്രൈവറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് it's only something to kind of misguide us. We don't believe that there is private capital. The reason that we are saying is this, because public capital has been heavily invested into those private entities who made profit which is kind of beyond anybody's reach. ബാങ്കിങ് വളരെ കാര്യമായിട്ട് നിങ്ങൾ കാണുന്നതാണ് ഡിജിറ്റലൈസേഷൻ, റൈറ്റ്? ഡിജിറ്റലൈസേഷൻ നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്നതാണ്. UPI പേയ്മെൻറ്റ്, online mobile banking, very convenient and everything. It has also kind of alienated a large number of people from the banking system. Aadhaar engana promote cheythathu? It's promoted as a social security card of India at one point of time. There is no security, there is no social security. There are a number of cases where people were denied even health facilities because they don't have Aadhaar. 2017 ജാർഖണ്ഡിൽ ഒരു 11 വയസ്സുള്ള കുട്ടി സ്റ്റാർവേഷൻ കൊണ്ട് മരിച്ചു. കാരണം എന്നാന്ന് ചോദിച്ചാൽ their ration card was not linked with Aadhaar. That's the reason the ration was denied to them and she died out of that. In Karnataka there was a case where a pregnant woman with twins died because she was not admitted because she didn't have Aadhaar. And there are a number of cases. There is another case in Rajasthan where again a child was kind of died because of the Aadhaar. There are a number of cases where something which was promoted previously as a social security card is being used now against its own citizens to deny the kind of rights that they otherwise should have. Banking KYC പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നല്ലപോലെ അറിയാം, റൈറ്റ്? ഐ മീൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ സുപ്രീം കോർട്ടിൻ്റെ KYC പറ്റി ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരുന്നു. ആസിഡ് സർവൈവേഴ്സിനെ എക്സംപ്റ്റ് ചെയ്യണമെന്നുള്ളത്. ദാറ്റ്സ് എപ്പാർട്ട് ഫ്രം ഇറ്റ്. KYC എന്തുകൊണ്ടാണ് ഡിനേ ചെയ്യപ്പെടുന്ന ആളുകൾക്ക്? ആധാർ മിസ്മാച്ച്, റൈറ്റ്? പേരിൻ്റെ ആധാർ മിസ്മാച്ച് ഉണ്ട്. എൽഡർലി ആൻഡ് ദ റൂറൽ പോപ്പുലേഷൻ ഹു ഡു നോട്ട് ഹാവ് ആക്സസ് ടു ദിസ് തിങ്സ് ടു അപ്ഡേറ്റ് ഇറ്റ് റെഗുലർലി, അവരുടെ ബാങ്ക് അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യുന്നു, അവർക്ക് ബാങ്ക് ആക്സസ് ചെയ്യാതിരിക്കുന്നു. ദിസ് ഈസ് ഹാപ്പനിങ് അറ്റ് എ ടൈം when the government is forcing every citizen to kind of have the transaction only through bank. Subsidy വേണോ? ബാങ്കിൽ കൂടെ വരും. ഏത്
എന്ത് പണം സർക്കാരിൽ നിന്ന് വരുന്നോ that comes only through the bank. And then even the pension or the subsidies or anything that you are kind of talking about. And then you kind of put these things which makes it difficult in a country where digital penetration is not as wide as the urban areas, right? I mean, ഇന്ത്യക്ക് ഇന്നും വളരെ കാര്യമായിട്ടുള്ളൊരു റൂറൽ പോപ്പുലേഷൻ ഉണ്ട്, അവിടെ ഡിജിറ്റൽ പെനിട്രേഷൻ ഇന്നുമില്ല. മിനിമം ബാലൻസ് ചാർജിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും. ബാങ്കിങ്ങിൻ്റെ ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ പറയുകയാണ്. SBI 2020 അത് ക്യാൻസൽ ചെയ്തു, നല്ല കാര്യം. SBI വാസ് വൺ ഓഫ് ദ ബാങ്ക്സ് വിച്ച് കൈൻഡ് ഓഫ് ഗോട്ട് ക്രോസ് ഓഫ് റുപ്പീസ്. എന്താണ് മിനിമം ബാലൻസ് ചാർജ്? ക്വാർട്ടർലി ആവറേജ് റൂറൽ ഏരിയയിൽ നിങ്ങൾക്ക് 3000 രൂപ വെക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അർബൻ ഏരിയയിൽ നിങ്ങൾക്ക് 5000 രൂപ വെക്കാൻ പറ്റിയില്ലെങ്കിൽ ബാങ്ക് വിൽ പീനലൈസ് യു, ബാങ്ക് വിൽ ചാർജ് യു. അത് SBI 3000 5000 ആണ്, ആക്സിസ് ബാങ്കോ HDFC പോവുകയാണെങ്കിൽ അത് 10000 ആണ്. സോ 10000 രൂപ ആവറേജ് ഒരു ക്വാർട്ടർലി വെച്ചില്ലെങ്കിൽ യു വിൽ ബി പീനലൈസ്ഡ്. ഞങ്ങളുടെ ചോദ്യം, ഈ 3000 രൂപ റൂറൽ ഏരിയയിലോ 5000 രൂപ അർബൻ ഏരിയയിലോ വെക്കാൻ കഴിവില്ലാത്തവരാരാ? പൂവർ, റൈറ്റ്? ഐ മീൻ, നിങ്ങൾ പാവമാണെങ്കിൽ നിങ്ങളുടെ കാശില്ല, നിങ്ങൾ ഉപയോഗിക്കുന്നു, നിങ്ങളുടെ ബാങ്കിൽ ബാലൻസ് ഇല്ല. ദാറ്റ്സ് എ വെരി നാച്ചുറൽ തിങ്. സോ ആസ് എ കൺട്രി വി ഫെയിൽ ദം ദാറ്റ് ദേ ആർ സ്റ്റിൽ പൂവർ. അതിൻ്റെ മുകളിൽ വി ആർ പീനലൈസിങ് ദം ബിക്കോസ് ദേ ആർ പൂവർ. അവർ SBIയിൽ 2017 ഇന്ത്യ SBIക്ക് മിനിമം ബാലൻസ് ചാർജസ് 1700 കോടി രൂപയാണ് മിനിമം ബാലൻസ് ചാർജ് ചെയ്തത്. അത് അന്നത്തെ ജൂലൈ സെപ്റ്റംബർ ക്വാർട്ടറിലെ പ്രോഫിറ്റിനേക്കാളും കൂടുതലായിരുന്നു. പ്രോഫിറ്റ് 1580 കോടി മാത്രമേ ഉള്ളായിരുന്നു. അത് പക്ഷേ നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 2020 മിനിമം ബാലൻസ് ചാർജസ് കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ ഇയർ 24 11 പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ബാക്കി ആരും ക്യാൻസൽ ചെയ്തിട്ടില്ല, ബാക്കി എല്ലാവരും വെച്ചിട്ടുണ്ട്, SBI മാത്രമേ വെച്ചിട്ടുള്ളൂ. 11 പബ്ലിക് സെക്ടർ ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2330 കോടി രൂപയാണ് മിനിമം ബാലൻസ് ചാർജ് ഈടാക്കിയത്, വിച്ച് ഈസ് 25% മോർ ദാൻ ഫിനാൻഷ്യൽ ഇയർ 23. അന്ന് 1850 കോടി രൂപയുള്ളായിരുന്നു. 25% മിനിമം ബാലൻസ് ചാർജ് കൂടുതൽ മേടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? 25% സിറ്റിസൺസ് increased who cannot kind of maintain a minimum balance. That's what we are kind of seeing. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഇത് ആക്സിഡൻ്റായിട്ട് സംഭവിച്ച കാര്യമല്ല. ദിസ് ഈസ് ഡെലിബറേറ്റ്ലി ഡൺ സോ ദാറ്റ് പീപ്പിൾ വിൽ കൈൻഡ് ഓഫ് സേ ദാറ്റ് ലെറ്റ്സ് പ്രൈവറ്റൈസ്. ഐ മീൻ, ഇന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരനോട് ചോദിക്കുക, SBI ചെന്ന് നിങ്ങൾ would you enjoy the transaction there? They will say no. അവിടെ ഭയങ്കര ഇതാണ്, അവരുടെയൊക്കെ അഹങ്കാരം കണ്ടില്ലേ, അവരുടെയൊക്കെ കാര്യം കേട്ടാൽ അങ്ങ് ദേഷ്യം വരും, ഞാൻ പ്രൈവറ്റ് ബാങ്കിൽ പോകാം. ബട്ട് യു നോ വെരി വെൽ, സാർ അതിനെപ്പറ്റി പറഞ്ഞു, എംപ്ലോയി കസ്റ്റമർ റേഷ്യോ ഈസ് 1:1900. റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല. വാട്ട് ആർ യു സപ്പോസ് ടു ഡു? ആക്സിസ് ബാങ്കിൽ 325, ICICI ബാങ്കിൽ 350, HDFC ബാങ്കിൽ 500, SBIയിൽ 1900. വാട്ട് ആർ യു സപ്പോസ് ടു ഡു? റൈറ്റ്? അതല്ല ആളുകൾക്കറിയില്ല. ഈ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അൺഎംപ്ലോയിഡ് യൂത്ത് ഇവിടെ ഇല്ലാത്തതാണോ പ്രശ്നം? എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇല്ലാത്തതാണോ പ്രശ്നം? ഇല്ല. സർക്കാർ ഇത് ചെയ്യത്തില്ല. സർക്കാർ ഇത് ചെയ്തില്ലെങ്കിൽ മാത്രമേ ആളുകൾ പബ്ലിക് സെക്ടർ ബാങ്ക്സിനെതിരായിട്ട് സംസാരിക്കത്തുള്ളൂ. അതിനെതിരെ അവർക്ക് ശബ്ദം ഉയർത്തണമെന്നുണ്ടെങ്കിൽ സർക്കാർ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇതിനെയാണ് റെസിസ്റ്റ് ചെയ്യേണ്ടത്. ഇതിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഇതിനെയാണ് നിങ്ങൾ റെസിസ്റ്റ് ചെയ്യേണ്ടത്. മുമ്പേ പറഞ്ഞ മാതിരി സ്മോൾ ക്രെഡിറ്റേഴ്സിന് കാശ് കൊടുക്കാതിരിക്കുകയും ലാർജ് കോർപ്പറേഷൻസിന് ലോണിൻ്റെ മുകളിൽ കൂടുതൽ ലോൺ കൊടുക്കാൻ വേണ്ടിയുള്ള പ്രഷേഴ്സ് ഉണ്ട്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും? കാരണം കോമൺ പീപ്പിളിനെ ഏലിനേറ്റ് ചെയ്തിട്ട് ഇവിടെ ബാങ്കിങ് നടക്കില്ല. റൈറ്റ്? ഇവിടുത്തെ ഹാൻഡ്ഫുൾ ഓഫ് കോർപ്പറേഷൻസ് വെച്ചുകൊണ്ട് ബാങ്കിങ് നടക്കത്തില്ല. ഇവിടുത്തെ കോമൺ പീപ്പിൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, കോമൺ പീപ്പിൾ ബാങ്കിങ് ചെയ്തെങ്കിൽ മാത്രമേ ബാങ്ക് എന്ന് പറയുന്ന ഈവൻ ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുകയുള്ളൂ. അത് അവർക്ക് സഹായകരമല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് താഴെ പോകുന്നു, അവർക്ക് ക്രെഡിറ്റ്സ് കിട്ടുന്നില്ല,
then what motivates them to be a part of the banking system? So somewhere you need to kind of think that how can you kind of resist this? Public sector banks ചെയ്യുന്ന ആളുകളെ ഏലിനേറ്റ് ചെയ്യുന്ന പോളിസീസ് അത് സർക്കാർ കൊണ്ടുവരുന്നതായിരിക്കാം, സർക്കാർ കൊണ്ടുവരുന്ന പോളിസീസിൻ്റെ ഫോളോ ഔട്ട് ആകാം. ഇതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കണം. മുമ്പേ ഞാൻ പറഞ്ഞ മാതിരി unless and until the common people are with you, there is no banking, right? I mean, then everything that we talk about the bank will kind of go down. And hence, empowering community with facilitating small credits is something which needs to be on a priority. I know that it's not individual decisions, it's a bank's policy, and somewhere as officers association you may have the opportunities to kind of raise this issue. And this will kind of save them from money lenders, from loan apps. And we know a lot of cases where people even commit suicide because of the financial stress which is kind of causing. You can be the ethical leaders of tomorrow in the banking sector, something which we lack in this country. Whether you go into corporation, whether you talk about politicians, what we lack is ethical leaders in this country. The ethical leadership that you can bring can build trust and integrity in the financial industry. That's very important. In the ആരെടുത്ത് ചോദിച്ചാലും banks and corporations, there's an excess they give. The credibility has kind of gone down a lot. And you have a responsibility to kind of build it up, build it back. It's very important that in your work you have a long-term perspective rather than something short-term. You need to kind of keep in mind that your decisions today will have lasting impacts on generations. A generation which fought for the rights of the banking sector, today we heard the story, that you are able to kind of enjoy. The decisions that you would be taking will be kind of felt by the generations which are kind of coming. Finally, I want to kind of say that there's a great legacy of Sbioa-Kc and IBOC under the leadership of Rupam, Franco Sir, and a lot of others in the stage. Many of them are here. What they've done is that they have gone beyond the welfare rights and the needs of the employees. They have joined hands with progressive forces in this country to protect the public sector, to protect the larger democratic rights. കാരണം ഒരു ലാർജർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഇല്ലാതെ നമ്മുടെ ബാങ്കിങ് സെക്ടറിൻ്റെ റൈറ്റ്സിനെ പറ്റി മാത്രം പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു കൈൻഡ് ഓഫ് റീച്ച് എനിവേ. വി നീഡ് ടു കൈൻഡ് ഓഫ്, ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ആ ലാർജർ കോണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കി വി നീഡ് ടു കൈൻഡ് ഓഫ് ഹാവ് എ ലാർജർ ഇൻവോൾവ്മെൻറ്റ്. Based on the realization that there is a need to kind of save the banks, which is the immediate concern, it's also a realization that we need to kind of talk about the larger things. Private sector, saving the public sector, the democratic rights, asking the right questions to the government, all are part of that. And for that, you may need to kind of hold hands with CSOs, civil society, organizations, trade union, progressive political parties and others. ഈ ലെഗസിയാണ് അപ്ഹോൾഡ് ചെയ്യേണ്ടത്. ഈ ലെഗസി അപ്ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ യൂണിറ്റിയും നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും ശക്തിപ്പെടും. It will strengthen, and you will also be able to kind of further your demands with the government and the management. And I wish members of Sbioa the very best for upholding that legacy and taking this forward. Thank you very much. നമ്മുടെ പരിപാടികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുവാണ്. അപ്പോൾ നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമുക്കിവിടെ എത്തിയ ഫ്രാങ്കോ സാറിനെയും അതുപോലെ തന്നെ ജോയ് അത്തോലി സാറിനെയും നമ്മൾ നമ്മളുടെ ലവ് ഓഫ് അഫെക്ഷൻ്റെ പേരിൽ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അടുത്തത്. അതിനായി നമ്മുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ആദരങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് ഫ്രാങ്കോ സാറിനെയും ജോയ് സാറിനെയും ക്ഷണിക്കുന്നു.
അടുത്തതായി ചെറിയൊരു ഫെലിസിറ്റേഷൻ കൂടിയാണ്. നമ്മളുടെ ഒരു അച്ചീവർ, അതായത് നമ്മൾ സൗത്ത് സോൺ ബാങ്കിങ് ചാണക്യ ഒരു കോമ്പറ്റീഷനിൽ റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള റോഷൻ റോയ്, അദ്ദേഹത്തെ നമ്മൾ ഈ ചടങ്ങിൽ ഒന്ന് ആദരിക്കുവാനായിട്ട് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. അടുത്തത് നമുക്കിനിയുള്ളത് നമ്മുടെ എക്സ്റ്റംബർ സ്പീച്ച് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ദയവായിട്ട് എല്ലാവരും തന്നെ ഇവിടെ തന്നെ ഇരിക്കണം, ആരും പോകരുത്. അടുത്തത് നന്ദി പറയുവാനായിട്ട് നമ്മുടെ DGS കോഴിക്കോട് കോർപ്പറേറ്റ് രജനീഷിനെ ക്ഷണിക്കുന്നു. Respected dignitaries on the dais, esteemed guests, dear comrades, and my dear friends. It's the toughest job I know to express my vote of thanks to the people who have conducted this meeting. So a very warm good evening, very warm good afternoon to all of you. It's indeed a great honor and pleasure to represent State Bank of India Kerala Circle, to extend my vote of thanks to the dignitaries who made this, dignitaries and all of you who made this ceremony a wonderful event. When first we thought of a youth conference, the first thing that I did was I requested my General Secretary and President that Kozhikode Committee will conduct this youth conference. The youth conference, when we thought of a youth conference, it's just not a routine meeting that we normally see. We need to conduct a lot of meetings to make this ceremony a wonderful event. We know that the 65% of the officers that we work in our Kerala Circle belong to this youth category, and the future of the bank lies in our hands, and it is the responsibility of youth to come forward and take the responsibilities of association and the leadership, so that to bring the bank as well as the organization, the future is in our hands. Our banking industry is also developing a lot of threats like artificial intelligence and digitization is causing a lot of threats, and the number of people, the recruitment is affecting the recruitment and everything. So it's the responsibility of us to make the leadership and to come to the leadership. That is the primary purpose of this thing. And also we are focusing on the most important thing is say no to drugs. That's also the motto of this youth conference. So അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ കൾച്ചറൽ ഇവൻറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് മത്സരങ്ങൾ പങ്കെടുക്കാനും മറ്റ് പല കാര്യങ്ങൾക്കുമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സമയം ചെലവഴിക്കുന്നില്ല. പക്ഷേ ഞാനൊരു വലിയ പ്രാസംഗികനൊന്നല്ലെങ്കിൽ പോലും ഇത്തരം വേദികളിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് വാക്കുകൾ കിട്ടുന്നതിന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ യൂത്ത് കോൺഫറൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളതാണ്. കാരണം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ഈ ഒരു മാസമായി ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഡ്രഗ്സിൻ്റെയും അതിൻ്റെ നമ്മളുടെ യൂത്തിലുള്ള ഇൻഫ്ലുവൻസും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് എറണാകുളം കമ്മിറ്റിയൊക്കെ ഒരുപാട് നല്ല ഫ്ലാഷ് മോബ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കർമ്മയിലേക്ക് കടക്കുകയാണ്. First of all, I would like to extend my heartfelt gratitude to the
president of this meeting, our State Bank of India Officers Association president and also ABOC കേരളയുടെ പ്രസിഡൻ്റായ ബിജു സാർ, അദ്ദേഹത്തെ കോഴിക്കോട് മൊഡ്യൂൾ കമ്മിറ്റിയുടെ പേരിലും ഈ സംഘാടക സമിതിയുടെ പേരിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ചടങ്ങിന് ഒരുപാട് നമ്മൾ ഈ യൂത്ത് കോൺഫറൻസ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് രൂപം റോയിയുടെ പ്രസൻസാണ്. കാരണം നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ള ഒരുപാട് പേര് ഞാൻ പല ഗ്രൂപ്പുകളിലുമൊക്കെ കണ്ടു, ഇന്ന് ഞങ്ങൾ കറുത്ത ഷർട്ടിട്ടാണ് ഇവിടേക്ക് വരുന്നത്, കാരണം ഞങ്ങൾക്ക് ഇതുവരെ 5-day ബാങ്കിങ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. കാരണം ഒരു ഈ അടുത്ത് നടന്ന ഒരു സ്റ്റഡിയിൽ നമ്മൾ സാലറിയേക്കാൾ ഉപരി വർക്ക് ലൈഫ് ബാലൻസിനാണ് ഇന്നത്തെ യൂത്ത് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ഈ അടുത്ത് വന്നു. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും കാത്തിരിക്കുന്നതാണ് 5-day ബാങ്കിങ്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഏറ്റവും ഇന്ന് ഇന്ത്യൻ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്, ബാങ്കിങ് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിലും ഏറ്റവും കഴിവുള്ള വ്യക്തി എന്ന് പറയുന്നത് രൂപം റോയി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ നേരിട്ട് വരണം, നിങ്ങളുമായി നേരിട്ട് സംവദിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗിക തിരക്കുകൾ കാരണവും സംഘടനാപരമായ തിരക്കുകൾ കാരണവും അദ്ദേഹത്തിന് നേരിട്ട് വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും ജനറൽ സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും ഒക്കെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഓൺലൈനിലെങ്കിലും നമുക്ക് കിട്ടി. നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം ഇന്ന് ലേറ്റസ്റ്റ് ബാങ്കിങ് ഇൻഡസ്ട്രിയിലും നമ്മുടെ ട്രേഡ് യൂണിയൻ നമ്മുടെ ബൈപാർട്ടൈറ്റ് റിലേറ്റഡ് കാര്യങ്ങളുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം അതിന് അദ്ദേഹത്തിന് നമ്മുടെ കോഴിക്കോട് മൊഡ്യൂൾ കമ്മിറ്റിയുടെയും ഇതിൻ്റെ സംഘാടക സമിതിയുടെയും പേരിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഞങ്ങളൊക്കെ ബാങ്കിങ് ട്രേഡ് യൂണിയനെ കുറിച്ചും ABOCനെ കുറിച്ചും ഐസ്ബോഫിനെ കുറിച്ചുമൊക്കെ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ആദ്യമായി അറിയുമ്പോഴോ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് കോമ്രേഡ് തോമസ് ഫ്രാങ്കോ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, നമ്മുടെ മുൻ പ്രാസംഗികരൊക്കെ പറഞ്ഞു, നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ അവരുടെ സംഘടനാ കഴിവുകൾ കൊണ്ടും അവരുടെ മറ്റ് പല കഴിവുകൾ കൊണ്ടും നമുക്ക് നേടിത്തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് ഐസ്ബോഫിനെ സംബന്ധിച്ചിടത്തോളം, ABOCയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് തോമസ് ഫ്രാങ്കോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാങ്കിങ് ട്രേഡ് യൂണിയൻ ഇൻസൈറ്റ്സ്, നമുക്ക് എന്തുകൊണ്ട് യൂത്ത് ഈ ബാങ്കിങ്ങിനും ട്രേഡ് യൂണിയനിലേക്ക് മുന്നോട്ട് വരണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് കേട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഊർജ്ജം നിങ്ങൾക്ക് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിലേക്ക് വരാനും ബാങ്കിങ് അസോസിയേഷൻ പ്രവർത്തനങ്ങളിലേക്ക് വരാനും ഉണ്ടാകും, അല്ലെങ്കിൽ നൽകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനും ഈ യൂത്ത് കോൺഫറൻസ് യൂത്ത് കോൺഫറൻസിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നീട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ജോയ് അത്യാലി സാർ. കാരണം ഞാൻ ജോ അത്യാലി സാറിനെ കുറിച്ച് അടുത്ത് ഫ്രാങ്കോ സാറാണ് ആദ്യമായിട്ട് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേട്ടു. കാരണം നമ്മുടെ ബാങ്ക് എന്തായാലും ലാഭത്തെക്കുറിച്ചാണ്, നമ്മളുടെ എന്തെങ്കിലും നമ്മൾ ആവശ്യങ്ങൾ, നമ്മൾ ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ലാഭക്കണക്കുകളാണ് മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ഗവൺമെൻറ്റും ഒക്കെ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ. ആ ലാഭം എങ്ങനെ കുറയുന്നു എന്നുള്ളതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജോ അത്യാലി സാറ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ഈ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് ശക്തമാക്കണം, കാരണം നമ്മൾ എന്തൊക്കെ നേരിട്ടുള്ള പ്രതിസന്ധികളാണ് പല ഭാഗത്തു നിന്നും നേരിടുന്നത് എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് നമുക്ക് പറഞ്ഞു തന്നൊരു വ്യക്തിയാണ് ജോ അത്യാലി സാർ. യൂത്ത് കോൺഫറൻസ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ഏറ്റവും ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി ഞാൻ അദ്ദേഹത്തിന് രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ DGM, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടുത്തെ ചേർന്നുള്ള DGM, അദ്ദേഹത്തിനും യൂത്ത് കോൺഫറൻസ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നന്ദി രേഖപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് മാത്രം, കാരണം ഈ യൂത്ത് കോൺഫറൻസ് നടക്കുന്നത് തന്നെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം അവർ ഇങ്ങനെ ഒരു പരിപാടി നടത്തണം. ആദ്യത്തെ പരിപാടിയാണ് യൂത്ത് കോൺഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു യൂത്ത് കോൺഫറൻസ് എന്നുള്ള നിലയ്ക്ക് ആദ്യത്തേതാണ് നമ്മുടെ കേരള സർക്കിൾ നടക്കുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും കരുത്തായി ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങളെ നയിച്ചത് നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറിയാണ്. പ്രസിഡന്റ് ഞാൻ ഓൾറെഡി നന്ദി പറഞ്ഞു കഴിഞ്ഞു. ജനറൽ സെക്രട്ടറിക്കും ഞാൻ എൻ്റെ രാജേഷ് ഏട്ടനും ഞാൻ ഓർഗനൈസിംഗ് കമ്മിറ്റി യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗത്തു നിന്ന് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇനിയാണ് എൻ്റെ ശരിക്കുമുള്ള യാഥാർത്ഥ്യം. കാരണം നന്ദി പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു നന്ദികേടാവരുത് എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പരിപാടി നടത്തുക എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങളെല്ലാവരും ഒരു ഓട്ടത്തിലായിരുന്നു. ആ
ഓട്ടത്തിലായിരുന്നു. ആ ഓട്ടത്തിനിടയ്ക്ക് എന്തൊക്കെ ചെയ്തു കൂട്ടണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പേര് ഈ അവസരത്തിൽ സഹായിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടും അല്ലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇന്നലത്തെ രാത്രി എന്ന് പറയുന്നതാണ്. കാരണം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടത്തുന്നത് പോലെയല്ല. ഇവിടെ താമസ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുക, അത് വളരെ ചുരുങ്ങിയ ചിലവിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് മാത്രമാണ് നമുക്കൊരു ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും കുറഞ്ഞ ചിലവിൽ കിട്ടാനുള്ളൊരു കാര്യം. അതേസമയം ഈ ഹോട്ടലുകളിൽ തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ടി ട്രാവൽ ചെയ്താണ് ഇവിടെ വരുന്നത്. കൊല്ലം, കോട്ടയം, അങ്ങനെയുള്ള എറണാകുളത്തു നിന്നൊക്കെ വരുന്നവർ വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. ഇവരെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ 1 മണിക്ക്, 12 മണിക്ക്, 2 മണിക്ക്, 3 മണിക്കൊക്കെ വരുമ്പം ഇവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും എത്തിക്കേണ്ടവിടത്ത് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റേഴ്സ്, അതിൽ ഞാൻ മറക്കാതെ പറയേണ്ട കുറേ പേരുകളുണ്ട്. അത് പറഞ്ഞു പോവുക തന്നെയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒന്ന് നമ്മുടെ RBO2 കിച്ചു, യദു നമ്മുടെ റീജിയണൽ സെക്രട്ടറിയാണ്, ഗണേഷ്, അജയ് സൂര്യ, അങ്ങനെ ഞാൻ വ്യക്തിപരമായി പേരെടുത്ത് പറയുന്നതിൽ ഒന്നും വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇന്നലെ രാത്രി എടുത്ത പെയിൻ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ കുറേ പേര് ഇന്നലെ രാത്രി ഞങ്ങളോടൊപ്പം നിന്ന് ഈ രാത്രി ഞാൻ ഉറക്കത്തിലൊക്കെ പലപ്പോഴും പല റീജിയനിൽ നിന്നും മൊഡ്യൂളിൽ നിന്നൊക്കെ വിളിച്ച് കേട്ടിട്ട് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ പക്ഷേ ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് ഞാൻ രാവിലെ എണീറ്റപ്പോഴാണ് അറിഞ്ഞത്. അപ്പം ഇവരെ ഒന്നും മറക്കാൻ കഴിയില്ല. പിന്നീട് എല്ലാവരും ഒന്ന് കാരണം ഒരു പരിപാടി ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്തു തന്ന എല്ലാവർക്കും ഒരല്പം വികാരനിർഭരമായ ഒരു നന്ദി ഞാൻ ഈ വേദിയിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ പരിപാടി ഇതുപോലെ നടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് കോമ്പയറിങ്ങിന് വേണ്ടി ഇന്നലെ രാത്രിയാണ് വിളിച്ചു പറഞ്ഞതെങ്കിലും ഇന്ന് രാവിലെ ഇവിടെ വന്ന് വളരെ കൃത്യമായി നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മലപ്പുറത്തെ 2 ഷാരോൺ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ ലേഡി ഷാരോണിനും ഞങ്ങൾ എന്താ പറയുക ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വളരെ ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൊഡ്യൂൾ കമ്മിറ്റികളെ ഞാൻ മറക്കാൻ പാടില്ല. ഓരോ മൊഡ്യൂൾ കമ്മിറ്റികളെയും ഞാൻ വ്യക്തമായി പേരെടുത്ത് തന്നെ പറയും. തിരുവനന്തപുരത്ത് നിന്ന് ഗണേഷ്, പ്രിയ, സുജിത്തൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇതിൻ്റെ പബ്ലിസിറ്റി മെറ്റീരിയൽസ് സഹായിച്ചു തന്നതാണ്. കാരണം ഒന്നും പറയാതെ ഇങ്ങോട്ട് ചെയ്തു തന്ന ആളുകളാണ്. ഒന്നും മറക്കാൻ കഴിയില്ല. വളരെയധികം നന്ദി. കൊല്ലത്തുനിന്ന് അനിലേട്ടനും സാദിക്കായും മറ്റ് ടീമംഗങ്ങൾ എല്ലാവരും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആളെ കൊണ്ടുവന്നു ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ ആഗ്രഹിച്ച, ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ആളെണ്ണം കുറഞ്ഞു പോകുമെന്ന്. പ്രത്യേകിച്ച് കോഴിക്കോട് പോലുള്ള മേഖലയിലേക്ക് ആളുകൾ ട്രാവൽ ചെയ്ത് വരാൻ മടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കൊല്ലവും കോട്ടയവും ഒക്കെ അനിലേട്ടനും ടീമും എല്ലാവരും ഞങ്ങൾക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ കോൺഫിഡൻസ് തന്നു. അതിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. ബിനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പ്രത്യേകം എടുത്തു പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു മൊഡ്യൂൾ സെക്രട്ടറിയാണ് എറണാകുളത്തിൻ്റെ വിനു മോഹൻ എന്ന് പറയുന്നത്. വിനുവിൻ്റെ ടീമിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം എറണാകുളത്ത് ഒരു പരിപാടി നടത്തി വിജയിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസവും ഞങ്ങൾക്ക് എന്തെങ്കിലും പിഴവ് വരാതിരിക്കാനുള്ള ഒരു പ്രത്യേക ശ്രദ്ധയും കൂടിയാണ് വിനുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നന്ദി എറണാകുളം മൊഡ്യൂൾ കമ്മിറ്റിക്ക് ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ ആൾ കൂട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ മൊഡ്യൂൾ കമ്മിറ്റിയാണ്. തൃശ്ശൂരിൽ നിന്നാണ് കോഴിക്കോട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിനൊരു പ്രത്യേക നന്ദി തൃശ്ശൂർ കമ്മിറ്റിക്ക്. കാരണം അവർക്ക് വേണമെങ്കിൽ ഒരു 100 അതിൽ കുറച്ച് ആളുകളിൽ ഒതുക്കി തീർക്കാമായിരുന്നു. പക്ഷേ അവർ പരമാവധി ആളുകളെ ഞാൻ എല്ലാ മൊഡ്യൂളിലും വിളിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ ബന്ധപ്പെട്ടതും ഈ പരിപാടിക്ക് പങ്കെടുക്കണമെന്നും ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂൾ കമ്മിറ്റി തൃശ്ശൂർ മൊഡ്യൂൾ കമ്മിറ്റിയാണ്. 150 മുകളിൽ ആളുകൾ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു പ്രത്യേക നന്ദി തൃശ്ശൂർ മൊഡ്യൂൾ കമ്മിറ്റിക്ക് നൽകുകയാണ്. പിന്നെ എൻ്റെ ഇടവും വലവുമായി നിന്നിട്ടുള്ള എൻ്റെ 2 AGSമാർ ഷാരോണും റെക്സിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മറ്റു മൊഡ്യൂളുകളെ പോലെ റീജിയണൽ സെക്രട്ടറിമാരെല്ലാവരും ആക്സസിലുള്ള ആളുകളല്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ 1ഉം 2ഉം റീജിയണൽ സെക്രട്ടറി ഒഴിച്ച് 3ാമത്തെ റീജിയണൽ സെക്രട്ടറി അൺഫോർച്ചുനേറ്റ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതിനാൽ ഇവിടെ ഇല്ല. അപ്പോൾ ആ നിലയ്ക്ക് നിൽക്കുമ്പം ഓടാൻ വളരെ ആളുകൾ കുറവായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് എൻ്റെ കൂടെ എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷാരോണും റെക്സിക്കും, അതോടൊപ്പം റീജിയൻ 1 സെക്രട്ടറി നേരത്തെ ഞാൻ പറഞ്ഞു യദുവിനെ കുറിച്ച്, റീജിയൻ 2 സെക്രട്ടറി ശിവേട്ടൻ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും കൂടുതൽ ഏൽപ്പിച്ചിട്ടുള്ളത് ശിവേട്ടനെയാണ്. അപ്പോൾ ശിവേട്ടൻ ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ റീജിയൻ 3യുടെ സെക്രട്ടറിനെ കുറിച്ച് പറയാൻ അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പോലും എനിക്ക് ആ ഒരു റീജിയണൽ സെക്രട്ടറിൻ്റെ അഭാവമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തന്ന 2 ആളുകളും കൂടിയുണ്ട്. അത് ഞാൻ എടുത്ത് പറയും. 2 3 ആളുകളുണ്ട്. അവരുടെ പേരും കൂടി ഞാൻ പറയുകയാണ്. ഒന്ന് കൂടരഞ്ഞി മാനേജറായ ശിവരാജ്, ഒന്ന് കൊടുവള്ളി മാനേജറായ ദീപക്,
പിന്നെ ഞങ്ങളുടെ മാനന്തവാടിയിൽ നിന്നുള്ള രഞ്ജു, ഇവരെ എല്ലാവരെയും വ്യക്തിപരമായിട്ട് ഞാൻ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ പരിപാടിയാണ്. തിരുവനന്തപുരത്തുകാർക്കും എറണാകുളത്തുകാർക്കും ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുള്ള പരിചയമുണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബിഗർ സ്കെയിലിൽ ഒരു ആദ്യത്തെ പരിപാടിയാണ്. കാരണം ഈ അവസരം ഉപയോഗിച്ച് ഞാൻ ജനറൽ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും പറയുകയാണ്, അടുത്ത കോൺഫറൻസ് നടക്കുമ്പോൾ നമുക്ക് സ്ഥിരമായി തിരുവനന്തപുരം എന്നുള്ള ആ ഒരു ഇത് മാറ്റിയിട്ട് ഈ പരിപാടി തൃശ്ശൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ നടത്താനുള്ള ഒരു തീരുമാനമെടുക്കണമെന്നും കൂടി ഞാൻ ഈ വേദി ഉപയോഗിച്ച് ഞാൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയി പിന്നെ നന്ദി പറയേണ്ട 1-2 ആളുകളും കൂടിയുണ്ട്. കാരണം ഈ സ്റ്റേജും ഈ ഡെക്കറേഷനും ഒക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള പ്രദീപേട്ടനും അദ്ദേഹത്തിൻ്റെ സൗണ്ട്സിൻ്റെയും എല്ലാവരുടെയും ടീം, ഈ അവസരം ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ തന്ന പ്രദീപേട്ടൻ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കൊടി കെട്ടുന്നത് മുതൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നിട്ടുള്ള ആളാണ് പ്രദീപേട്ടനും അദ്ദേഹത്തിൻ്റെ സൗണ്ട്സിൻ്റെയും എല്ലാ ടീമിനെയും ഞാൻ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതിൻ്റെ കൾച്ചറൽ ഇവൻറ്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും, കാരണം എല്ലാവർക്കും അറിയാം, കാരണം ഏപ്രിൽ മാസം ഓഡിറ്റിൻ്റെയും മറ്റും തിരക്കുകളിലൊക്കെ ആയിരുന്നു. ആ തിരക്കിനിടയിലും ഒരു സമയം കണ്ടെത്തി, പ്രത്യേകിച്ച് ഞങ്ങൾ കോഴിക്കോട്ടുള്ള ആൾക്കാരോടൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവരെ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചത്. അപ്പം അതുപോലെ മറ്റെല്ലാ മൊഡ്യൂളിൻ്റെയും, കാരണം ഇപ്പം ഈ കാത്തിരിക്കുന്നവരെ ഞാൻ വെറുപ്പിക്കുകയാണെന്നും എനിക്കറിയാം, കാരണം മേക്കപ്പ് ഒക്കെ ചെയ്ത് കാത്തിരിക്കുന്ന ആളുകളാണ്. അവരെ സത്യസന്ധമായി നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ ഞങ്ങൾ തലകുനിക്കുകയാണ്. നിങ്ങളുടെ ഈ കലയോടും സംഘടനയോടുമുള്ള ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുകയാണ്. എല്ലാവിധ സപ്പോർട്ടും ചെയ്തു തന്ന, പിന്നെ ഈ ഒരു സന്തോഷം കൂടെ വേറൊന്നും കൂടിയുണ്ട്. കാരണം ഇത്രയും ആളുകൾ ഈ സമയത്ത് കാത്തിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായും നമുക്ക് പ്രസംഗങ്ങളോട് അലർജിയുള്ള ആളുകളാണ്. നമുക്ക് ദീർഘമായ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ട്രേഡ് യൂണിയൻ സങ്കല്പങ്ങളുള്ള ആളാണ് അല്ലെങ്കിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരല്പം കൂടുതൽ പ്രസംഗം നീണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഞാൻ അധിക പ്രസംഗത്തിന് ഇനി മുതിരുന്നില്ല. നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കാലിക്കറ്റ് ടവർ ഹോട്ടൽ വിട്ടുപോയി, സോറി, ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് IM വിജയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബാങ്ക്, അദ്ദേഹം ഒരു പോലീസുകാരനാണെങ്കിലും ഡെപ്യൂട്ടി കമാൻഡൻ്റ് ആയിട്ടാണ് റിട്ടയർ ചെയ്തതെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഭാഗമാണ്. ആ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഭാഗമായി എന്നും നിന്നിട്ടുള്ള IM വിജയേട്ടന് നിങ്ങളെല്ലാവരും നൽകിയ സ്നേഹത്തിനും എല്ലാത്തിനും ഈ യൂത്ത് കോൺഫറൻസിന് പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടായതിന് ഞങ്ങൾ യൂത്ത് കോൺഫറൻസ് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിന് കാരണഭൂതനായ നമ്മുടെ പ്രിയപ്പെട്ട ഷാജിയേട്ടനും മറ്റ് എല്ലാ സർക്കിൾ കമ്മിറ്റി ഭാരവാഹികൾക്കും റീജിയണൽ സെക്രട്ടറിമാർക്കും എല്ലാവർക്കും ഒരിക്കൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പിക്ചർ അബീബി ബാക്കിയെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പിന് നിങ്ങളെല്ലാവരും, ഇത്തരം ആളുകൾ പോരാ, പുറത്ത് നിൽക്കുന്ന ആളുകളും പുറത്ത് ടൂറിന് പോയ ആളുകളും എല്ലാവരും തിരിച്ചു വന്ന് അതാണ് പറഞ്ഞത്. നിങ്ങൾ ഇനിയും തിരിച്ചു വന്നിട്ട്, ഈ ഇരിക്കുന്ന ആളുകൾക്ക് എന്തായാലും നന്ദിയുണ്ട്. ഇനി തിരിച്ചു വരാൻ പോയി ഈ പരിപാടികൾ ആസ്വദിക്കാൻ വരാൻ പോകുന്ന എല്ലാവർക്കും, ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, വളരെ വികാരപരമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. ജയ് ഹിന്ദ്. അടുത്തത് ഒരു ഫെലിസിറ്റേഷൻ കൂടിയുണ്ട്. നമ്മുടെ ഈ വർഷം നടന്ന RBIയുടെ ഇന്റർ ബാങ്ക് ക്യൂസ് കോമ്പറ്റീഷനിൽ നമ്മുടെ ബാങ്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീകാന്ത് നായരും ബോബി ജോക്കും പങ്കെടുക്കുകയുണ്ടായി. 2 പേർക്ക് നമുക്ക് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരുന്നു. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഈ ചടങ്ങിൽ ആദരിക്കുകയാണ്. അതിനായിട്ട് ശ്രീകാന്ത് നായരെയും ബോബി ജേക്കബിനെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഡിഗ്നിറ്ററീസിനെ ആദരിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. അപ്പം നമ്മളുടെ ഔദ്യോഗിക ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൾച്ചറൽ ആക്ടിവിറ്റീസാണ്. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കയ്യടികളും മറ്റുമാണ് അവർക്ക് ആവശ്യമുള്ളത്, നിങ്ങളുടെ പ്രോത്സാഹനമാണ് അവർക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ ഇവിടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവരെല്ലാവരെയും വിളിച്ച് ഈ ഹാളിലേക്ക് വരുത്തണം. നമുക്ക് ഈ സദസ്സ് ഇവരെ വളരെയധികം സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇനി കൾച്ചറൽ ഇവൻസിന് വേണ്ടി ഈ വേദി വിട്ടൊഴിഞ്ഞു കൊടുക്കുകയാണ്.
ഗുഡ് ആഫ്റ്റർനൂൺ. പുറത്ത് നിൽക്കുന്ന എല്ലാവരും അകത്തേക്ക് പ്രവേശിക്കുക. കൾച്ചറൽ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യത്തെ പെർഫോമൻസുമായിട്ട് വരുന്നത് ടീം ട്രിവാൻഡ്രം ഡാൻസ് പെർഫോമൻസ് ആണ്. കയ്യടി വേണം, ആദ്യം തന്നെ കയ്യടിക്ക്. विलसिता नवनाट्य देवता नटनांकित अभिनय व्रत चारुधीर चरिता स्वागतांजलि स्वागतांजलि जनन जनन नो पुराणि स्वागतांजलि ओ चंद्रमुखी नीकिदे स्वागतांजलि పదముగా హృదయలయలుగా ప్రకృతి పురుషులే పరవశించగా ప్రణవము వినుతించిన నాట్యం నయన మధురమై నటన సదనమై నరనరాలలో నాదభరితమై నవజీవన రసమయ లాస్యం పదముగా హృదయలయలుగా ప్రకృతి పురుషులే పరవశించగా ప్రణవము వినుతించిన నాట్యం ఎన్ని కలలు ఎన్ని అలలు కన్నె మనసు పొరలలో వలపులెగసి తలపులెగసి నాలో సాంద్ర కళల ఇంద్రధనుసు నిల్లి విరిసి వయసులో మరుల వీరుల సరులు మెరిసెలోలో సాంబ శివుని దివ్య చరణ చరిత లలిత గతులలో ఆత్మ విభుని మదిని తలచి ఆడి పాడగా ప్రణయిని పదచలనమి నాట్యం పదముగా హృదయలయలుగా ప్రకృతి పురుషులే పరవశించగా నవజీవన రసమయ లాస్యం रक्षाकवचम्
That was a wonderful performance. നിറഞ്ഞ കൈയ്യടി കൊടുക്കാം ടീം ട്രിവാൻഡ്രം. അടുത്തതായി ടീം എറണാകുളത്തിൻ്റെ ഡാൻസാണ്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. നെഞ്ചിൽ കഞ്ചവാണമേയും സ്വർഗറാണിയോ നീ സ്വപ്ന കന്യയോ, മുന്നിൽ ഇന്ദ്രജാലമാടും ക്ലിയോപാട്രയോ നീ ഡെസ്റ്റിമോനയോ, രാവിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളേ, ഏതൻ തോട്ടം പുത്തുലഞ്ഞ നിന്റെ മേനിയിൽ ഏഴാം സ്വർഗം തേടി ഇങ്ങു വന്നതാണ് ഞാൻ. കേൾക്കാത്ത ദൂരത്തു കേൾക്കാൻ കൊതിപ്പിച്ചു കൊഞ്ചാതെ കൊഞ്ചി നീ മെല്ലെ മെല്ലെ, കാണാതിരുന്നപ്പോ നെഞ്ചോടു ചേർത്തെന്റെ കവിളത്ത് കുറിയിട്ടു മെല്ലെ മെല്ലെ. കാരായ കാലത്തെ കേട്ടെങ്കിലോ ഇത് നാടാകെ പാട്ടാകും ചൊല്ലു മെല്ലെ. സറൻ ചോദിക്കണം എന്താണെന്ന് അറിയൂ, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പില്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഒരു ഐറ്റം ഉണ്ട്. പാടട്ടെ? പാട് പാട്. സംഗതി ടോപ്പ് ആയിട്ടില്ല, നമ്മള് വിടൂല. തൊട്ട് തൊട്ട് പേസും സുൽത്താന, തൊട്ട ഉടൻ നെഞ്ചിൽ തില്ലാന, തൊട്ട് തൊട്ട് പേസും സുൽത്താന, തൊട്ട ഉടൻ നെഞ്ചിൽ തില്ലാന, പുള്ളിയുള്ള വാടി അഴകേ, ஆஃப் பண்ணிடலாமா? இப்போ எப்படி ஆஃப் பண்ணுறேன் பாருங்க. நன்றி நன்றி நன்றி. இதை தவிர எனக்கு வேற என்ன சொல்றதுன்னு எனக்கு தெரியலங்க. வர்றேங்க. ഡാൻസിൻ്റെ ഒപ്പം ചിരിപ്പിക്കുകയും കൂടെ ചെയ്തു. ഒരു വലിയ കൈയടി കൊടുക്കും എല്ലാവരും.
അടുത്തതായി AO കോഴിക്കോടിൻ്റെ വീണ്ടും ഒരു ഡാൻസാണ്. തൃശ്ശൂർ ടീം.
കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി പെർഫോമൻസ്. ഇനി നമുക്ക് കുറച്ച് മ്യൂസിക് ആവാം. ടീം കോഴിക്കോട്. ലെവലാക്കണം ലെവൽ. ഹലോ 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 ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ 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 1 2 3 ഹലോ ഹലോ ചെക്ക് ഹലോ 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 ഓക്കെ ഹലോ ഫീഡ്ബാക്ക് ഹലോ 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 ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ 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 ചെക്ക് ഹലോ താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം
അനുരാഗ കരിക്കിൻ വെള്ളം la 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 നിന്റെ തിരുനടയിൽ നറുനീക്കിരിക്കതിരാ ആരുമറിയാതെ എന്നും വീണരിഞ്ഞിടാ നിന്റെ തിരുനടയിൽ നറുനീത്തിരിക്കതിരാ ആരുമറിയാതെ എന്നും വീണരിഞ്ഞിടാ സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ സാന്ദ്രചന്ദനഗന്ധമായി നീ വന്നു ചേർന്നാലേ എന്നുമീ ശ്രീലകം ധന്യമായിടൂ ശ്യാമയാമിനിയിൽ നീ സാമചന്ദ്രികയാ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ലോ നീ കയ്യിൽ മിതക്കും കനവാനി കൈകാൽ മുളൈത്ത കാറ്റാനി കയ്യിലേന്തിയും കനക്കവില്ലയേ നൂറയാ ചെയ്ത ശീലയാ നീ இப்படி உன்னை ஏந்திக் கொண்டு இந்திரலோகம் போய்விடவா இடையில் கொஞ்சம் வலி எடுத்தாலும் சந்திர தரையில் பாயிடவா நிலவில் பொருள்கள் എടയഴക്കും നീരിലും പൊരുളെടയഴക്കും കാതലിൽ കുടയെടയഴക്കും ഇன்று കണ്ടേനടി അത് കണ്ടു കൊണ്ടേനടി നിലവിൽ പൊരുൾകൾ എടയഴക്കും നീരിലും പൊരുളെടയഴക്കും കാതലിൽ കുടയെടയഴക്കും ഇன்று കണ്ടേനടി അത് കണ്ടു കൊണ്ടേനടി காதல் தாய்மை இரண்டு மட்டும் வானமென்பது அறியாது இந்த பழுங்கு முகத்தை பார்த்து கொண்டால் பசியும் வலியும் தெரியாது
കനവാ നീ കൈകാൽ മുളൈത്ത കാറ്റാ നീ കയ്യിലേന്തിയും കനക്കവില്ലയേ നൂരയാൽ ചെയ്ത സീലയാ നീ കനവാ നീ കാറ്റാ കനവാ നീ കാറ്റാ
जी हमें मंजूर है आपका ये फैसला, जी हमें मंजूर है आपका ये फैसला। कह रही है हर नजर बंदा परवर शुक्रिया, हंस के अपनी जिंदगी में कर लिया शामिल मुझे, दिल की ये धड़कन ठहर जा, मिल गई मंजिल मुझे, आपकी नजरों ने समझा। एक हवा का झोंका आया, ओ एक हवा का झोंका आया, टूटा ढाली से फूल, टूटा ढाली से फूल, ना पवन की ना चमन की, किसकी है ये बूंद, किसकी है ये बूंद, खो गई खुशबू हवा में, कुछ न रह गया मेरा जीवन, मेरा जीवन कोरा कागज कोरा ही रह गया, मेरा जीवन कोरा कागज कोरा ही रह गया। मेरे नैना सावन पादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। मेरे नैना सावन पादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। ऐ दिल दीवाने, खेल है क्या जाने, दर्द भरा ये गीत कहाँ से इन होठों पे आए, दूर कहीं ले जाए, भूल गया क्या भूल के भी है मुझको याद जरा सा, फिर भी मेरा मन प्यासा। मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा।
याद रखना कभी अलविदा ना कहना, कभी अलविदा ना कहना। चलते चलते मेरे ये गीत याद रखना कभी अलविदा ना कहना, कभी अलविदा ना कहना। रोते हंसते बस यूं ही तुम गुनगुनाते रहना, कभी अलविदा ना कहना, कभी अलविदा ना कहना। चलते चलते मेरे ये गीत याद रखना कभी अलविदा ना कहना, कभी अलविदा ना कहना। ला 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 ला। कभी अलविदा ना कहना, कभी अलविदा ना कहना। കോമ്രേഡ്സ്, നമ്മുടെ പരിപാടി അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക റിക്വസ്റ്റ്, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ്, പിന്നെ ഒരു പ്രത്യേക റിക്വസ്റ്റ്. ഒന്ന്, നമ്മൾ ഈ യൂത്ത് കോൺഫറൻസ് ഈ ഒരു പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് കൃത്യമായ ഒരു വിഷൻ ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് അടുത്തായിട്ട് വരാൻ പോവുകയാണ്. ഞാനത് പറയാൻ കാര്യം, നമ്മളെല്ലാവരും ഒരു ജോവിയൽ മൂഡിൽ പരിപാടികളൊക്കെ ആസ്വദിച്ചിരിക്കുന്നു. പക്ഷേ ഇതൊരു സംഘടനാ പരിപാടിയാണ്. സ്വാഭാവികമായിട്ടും പുതിയ യുവതലമുറയെ വാർത്തെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത അതത് മൊഡ്യൂളിൽ മത്സരം നടത്തി തിരഞ്ഞെടുത്ത ഒരു 10ഓളം ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ വൺ ഓഫ് ദി ക്വാളിറ്റീസ് എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് സംസാരിക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രഭാഷണ മത്സരമുണ്ട്. ജസ്റ്റ് 3 മിനിറ്റ്സ് വെച്ചിട്ട് ഓരോ ആളുകൾക്കും ഒരു വിഷയം കൊടുത്ത് 10ഓളം ബാങ്കുമായിട്ട് നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുത്ത് അത് 3 മിനിറ്റ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ആളുകൾ ദയവീത് ഇത്രയും നേരം കാണിച്ച ക്ഷമയും കാര്യങ്ങളൊക്കെ മുമ്പോട്ടും കാണിക്കുക. പരിപാടി തീരുന്നവരെ നിൽക്കുക. നമുക്ക് ഒരു 2 കൾച്ചറൽ പ്രോഗ്രാംസ് കൂടെ പെൻഡിങ് ആണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ തീർക്കേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ നമ്മൾ ജനറൽ സെക്രട്ടറിയൊക്കെ വൈകിട്ട് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം അത്രയേറെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ ഷെഡ്യൂളിൽ കയറ്റുകയാണ്. നമ്മുടെ ഡാൻസേഴ്സൊക്കെ വെയിറ്റിംഗ് ആണ്. അവരുടെ പരിപാടി കാണാൻ വേണ്ടിയും കൂടെ വെയിറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തത്, രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ എനിക്ക് തോന്നുന്നു മിക്കവാറും ആളുകൾക്ക് അറിയായിരിക്കും, നമ്മുടെ അസോസിയേഷൻ്റെ NS മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എല്ലാ വർഷവും ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തപ്പെടുന്ന NS മുരളീധരൻ നായരുടെ, നമ്മുടെ മൺമറഞ്ഞു പോയ ജനറൽ സെക്രട്ടറിയുടെ ഓർമ്മയിൽ നടത്തപ്പെടുന്ന ടൂർണമെൻറ്റ് എല്ലാ വർഷവും നടക്കാറുണ്ട്. ഗംഭീരമായിട്ട് നടക്കുന്ന ടൂർണമെൻറ്റാണ്. അപ്പോൾ ആ ടൂർണമെൻറ്റ് ഈ മാസവും മെയ് 10-11 തീയതികളിൽ ഈ വർഷവും ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രൊമോട്ട് ടീസർ ട്രിവാൻഡ്രം കമ്മിറ്റിയുടെ റിക്വസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൂടെ ഒന്ന് സ്ക്രീനിൽ കാണിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എക്സ്റ്റംബറിലേക്ക് പോകുന്നതായിരിക്കും. Ladies and gentlemen, are you ready? Ladies and gentlemen, are you ready? Extempore start ചെയ്യുവാണ്. First on the stage,
എൽദോ ഫിലിപ്പ്. ഏവർക്കും നമസ്കാരം. ഇന്ന് എനിക്കിവിടെ സംസാരിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം തൊഴിൽ, കുടുംബം, സൗഹൃദങ്ങൾ, ആരോഗ്യം, സാമൂഹിക ഉത്തരവാദിത്വം ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ എങ്ങനെ? അപ്പോൾ ഒരു കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന പോലെ ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു മദ്യപാനിയുടെ അടുത്ത് എങ്ങനെയാണ് മദ്യപാനം നിർത്തുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കണം. ആ തരത്തിലുള്ള വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും, ഞാനടങ്ങുന്ന എല്ലാവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് വിചാരിക്കുന്നതും എന്നാൽ ഒരു കാലത്തും സാധിക്കാതിരിക്കുന്നതുമായൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ഈ ജോലിക്ക് വന്നത് തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നമ്മുടെ കൂടെ തന്നെ സ്വപ്നങ്ങൾ കണ്ട നമ്മുടെ സൗഹൃദങ്ങളും നമ്മുടെ കുടുംബവും എല്ലാം ചേർന്ന് സ്വപ്നം കണ്ടിട്ടാണ് നമുക്ക് ഈ ജോലി ലഭിച്ചത് തന്നെ. എന്നാൽ ഈ ജോലി ലഭിച്ചതിനോടൊപ്പം നമ്മുടെ പ്രയോറിറ്റികൾ മാറുന്നു, നമ്മുടെ മുൻഗണനാ ക്രമങ്ങൾ മാറുന്നു. ആ ക്രമങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ. ഇത് മറികടക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായ 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഒന്ന്, നിശ്ചയദാർഢ്യം. നമുക്ക് ആർക്കും ഇല്ലാത്ത, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് നിശ്ചയദാർഢ്യം. 2, സമയക്രമം പാലിക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സമയക്രമം പാലിക്കുക. പിന്നെ മുൻഗണന കൊടുക്കുക. ഏത് കാര്യത്തിന് ഏത് സമയത്ത് എങ്ങനെ മുൻഗണന കൊടുക്കണമെന്ന കാര്യത്തിൽ നമുക്കാർക്കും വലിയ തീർച്ച ഉണ്ടാവില്ല എന്നതാണ് നമ്മളെല്ലാവരും അലട്ടുന്ന കാര്യം. ഇതിനെല്ലാത്തിനും പോംവഴി ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുതലാളിയും നമ്മുടെ തൊഴിലാളിയും നമ്മൾ തന്നെ ആവുക എന്നുള്ളതാണ്. നാം എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെ ആവണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ 3 കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളിലൂടെ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഈ കടലാസിൽ നേരത്തെ ഞാൻ വായിച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അടങ്ങിയിരിക്കുന്ന ഈ സമൂഹത്തിലുള്ള ഓഫീസർമാരാകട്ടെ, ക്ലറിക്കലാവട്ടെ, പല കേഡറിലുള്ള പല ആൾക്കാരാകട്ടെ, എല്ലാവർക്കും അത്തരത്തിലുള്ളൊരു ജീവിത ശൈലി കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അവസാനത്തെ വിഷയത്തെക്കുറിച്ച് കൂടി സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. അവസാനം ഞാൻ വായിച്ചൊരു കാര്യം സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചാണ്. സാമൂഹിക പ്രതിബദ്ധതയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു കാര്യം പറയാം. ജയമോഹൻ എന്നൊരു എഴുത്തുകാരനുണ്ട്. ജയമോഹൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. ആ കഥയിൽ അതിന് ധർമ്മപാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ മുന്നിൽ ന്യായവും ഒരു നായാടിയും വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്ന്. അതിന് അയാൾ പറഞ്ഞ മറുപടി, ന്യായമെന്നത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ധർമ്മത്തിലെ ഏറ്റവും വലിയ ഗുണം സമത്വമാണ്. സമത്വത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നായാടി അനീതിക്കിരയാവുന്നു. അപ്പോൾ നമ്മൾ നായാടിക്ക് കൂടെ നിൽക്കണമെന്നാണ് പറയുന്നത്. നമുക്കൊരിക്കലും പ്രൊക്രൂട്ടസുമാരാവാതിരിക്കാൻ സാധിക്കട്ടെ. കട്ടിലിൻ്റെ വലിപ്പമനുസരിച്ച് നമ്മൾ ആൾക്കാരെ നിശ്ചയിക്കാതിരിക്കട്ടെ. യാത്രക്കാരോ അവരുടെ വലുപ്പത്തിനനുസരിച്ചുള്ള കട്ടിലിൽ പണിഞ്ഞു കൊടുക്കാൻ കഴിയട്ടെ. അത്തരത്തിലുള്ള സമൂഹമായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് ലക്ഷ്മി, തൃശൂർ മൊഡ്യൂൾ. നമസ്കാരം. സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീർച്ചയായും ഈ ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ അതിനെ കൂടുതൽ അർത്ഥവത്താക്കുന്നതും എനിക്ക് ഒരു സ്വകാര്യ അഹങ്കാരം സമ്മാനിക്കുന്നതുമായ ഒരു വിഷയമാണ് തികച്ചും യാദൃശ്ചികമായി എൻ്റെ കയ്യിൽ വന്നു പെട്ടിരിക്കുന്നത്. സംഘടനകളിലെ
വനിതാ പ്രാതിനിധ്യം കുറയുന്നത് എന്തുകൊണ്ട്? ഒന്നാമത്തെ പറയാനുള്ളത്, തീർച്ചയായും വനിതകളുടെ പ്രാതിനിധ്യം എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും നമ്മൾ ഈ ചുറ്റുപാടും കാണുന്ന ചെറിയ പരിസ്ഥിതിയിൽ നിന്നും മാറി ചിന്തിക്കേണ്ട ഒന്നാണ്. ഇതിനെ നമുക്ക് പലതരത്തിൽ വിലയിരുത്താം. ഒന്ന്, സാക്ഷരത കൂടുതലുള്ള കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലും വലിയ വലിയ സിറ്റികളിലും കൂടുതൽ പ്രിവിലേജുകൾ അനുഭവപ്പെടുന്ന സ്ത്രീകൾ. രണ്ട്, താഴേക്കടിയിലുള്ള ഇപ്പോഴും മതങ്ങൾക്കും അതുപോലെ തന്നെ താഴ്ന്ന ചിന്താഗതിയുള്ള മറ്റ് സമൂഹ വ്യവസ്ഥിതികൾക്കും അടിമപ്പെട്ട് കഴിയുന്ന വേറെ സ്ത്രീകൾ. ഇങ്ങനെ രണ്ട് തട്ടിലായിരിക്കണം ഞാൻ ഇനി പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ടത്. പുരുഷന്റെ വിളനിലമാണ് സ്ത്രീകൾ എന്ന് പ്രഖ്യാപിച്ച മതപുസ്തകങ്ങൾ ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. ഇവിടെ വീട്ടുകളിൽ നിന്ന് തന്നെ അടുക്കളപ്പടിക്ക് പുറത്തേക്ക് പോലും ചുവടുവയ്ക്കാൻ അവകാശം കൊടുക്കാതെ സ്ത്രീകളെ തളച്ചിട്ടുകൊണ്ട് ഇന്നും പല കുടുംബങ്ങളും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പലപ്പോഴും ഈ കുടുംബങ്ങളുടെ നാഥനും നാഥയുമായി തലപ്പത്തിരിക്കുന്ന പല പുരുഷന്മാരും പല വേദികളിലും പലപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചും ഘോരം പ്രസംഗിക്കുന്നവരായിരിക്കാം. തീർച്ചും ഐറണിക്കലായിട്ടുള്ള ഒരു സാമൂഹിക സ്ഥിതിയാണ് പലപ്പോഴും നമുക്ക് പല ചുറ്റുപാടുകളിലും കാണാൻ കഴിയുന്നത്. പെൺഭ്രൂണഹത്യയും വർദ്ധിച്ചു വരുന്ന ലൈംഗികാതിക്രമങ്ങളും ഈ പറയുന്ന സംഘടനയിലെ വനിതാ പ്രാതിനിധ്യം കുറയുന്നതിലേക്ക് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അവളൊരു സ്ത്രീയാണെന്നും സ്ത്രീയുടെ വാക്കിന് വിലയില്ലെന്നും അവളെയും ഒരു പുരുഷനെയും ചേർത്തിരുത്തി പഠിപ്പിച്ചാലും അവളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും അവൾ എല്ലാ കാലത്തും പുരുഷന്റെയോ മറ്റുള്ളവരുടെയോ അടിമയായി ജീവിക്കേണ്ടവളാണെന്നും ഉള്ളിൽ വളർന്നു എന്നിരിക്കുന്ന ഒരു അവബോധമുണ്ട്. അത് മാറ്റേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണ്. കുടുംബങ്ങളിൽ അച്ഛനമ്മമാർ കുട്ടികളെ രണ്ടുപേരും തുല്യരാണെന്നും ലിംഗ ജെൻഡർ അനുസരിച്ച് ഇവർ തമ്മിൽ യാതൊരുവിധ വ്യത്യാസങ്ങളില്ലെന്നും അതായത് ആ ഒരു വ്യത്യാസമല്ലാതെ മറ്റൊരു വ്യത്യാസം ഇല്ലെന്നും സാമൂഹിക തലത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടേണ്ടതായ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, ഇവരുടെ വാക്കിന് കൊടുക്കേണ്ടതായ വിലകൾ എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നും കുടുംബങ്ങളിൽ നിന്നും പറഞ്ഞു പഠിപ്പിക്കണം. വിദ്യാലയങ്ങളിൽ പലപ്പോഴും പെൺകുട്ടികളെ മാറ്റി നിർത്തുന്ന വിദ്യാലയങ്ങളുണ്ട്. സമയം അവസാനിച്ചു. താങ്ക് യു. അടുത്തത് അംജദ് ദാസ്. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. എൻ്റെ പേര് അംജിത് ദാസ്. ഞാൻ മൂവാറ്റുപുഴ റാസ്മക്കിലെ SME പ്രോസസിംഗ് ഓഫീസറാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കും, എന്താണ് എൻ്റെ വിഷയം? ഒരു ഗസ് പറയാം. ലഹരിയിൽ ഇടറുന്നുവോ ഇന്നത്തെ യുവത്വം? ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഇന്നത്തെ യുവത്വം എന്തുകൊണ്ട് ലഹരിയിൽ ഇടറുന്നു? ലഹരിയിൽ ഇടറുന്നുണ്ട് ഇന്നത്തെ യുവത്വം, ഞാൻ പറയുന്നു. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലഹരിയിലേക്ക് അവൻ എങ്ങനെ പോകുന്നു? ലഹരി ചീത്തയാണെന്നൊക്കെ ഒരു തിയറി എന്ന പോലെ എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് അവൻ ഇതിലേക്ക് എത്തിച്ചേരുന്നു? കാരണം ഇന്നത്തെ ഈ മത്സര ലോകത്ത് അവൻ്റെ അച്ഛനോ അമ്മയ്ക്കോ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു അധ്യാപകനോ എന്തുകൊണ്ട് അവൻ ലഹരി ഉപയോഗിക്കുന്നു, അവൻ എന്തുകൊണ്ട് അതിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഒരു ദിവസത്തെ സ്കൂളിലോ അവൻ്റെ കുട്ടികളുടെ ഇടയിലോ കൂട്ടുകാരുടെ ഇടയിലോ ഉള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനോ അവനോട് സഹകരിക്കാനോ അവനോടൊത്ത് ചെലവിടാനോ സമയമില്ല. എല്ലാവർക്കും ഓട്ടമല്ലേ. മറ്റേ രാജമാണിക്യത്തിലൊക്കെ മമ്മൂക്ക പറയുന്ന പോലെ ആണേഷ് മറ്റില് മണിമകളിലും മറ്റും കെട്ടിപ്പൊക്കുന്ന തിരക്കിനിടയിൽ എന്തൊരമ്മ, എന്തൊരപ്പൻ, എന്തൊരു സ്വന്തം ചോരകൾ. അതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾ അവരെ എന്താക്കണമെന്ന് ചിന്തിക്കുന്നത് നമ്മളാണ്. നമ്മൾ അവരോട് ചെലവിടുകയും അവരുടെ ഓരോ ദിവസത്തെ എക്സ്പീരിയൻസസ് അത് നമ്മൾ ഷെയർ ചെയ്യുകയും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അവരുടെ ചിന്തകളിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളും അവരോട് നമ്മൾ സംസാരിക്കുകയും ചെയ്താൽ ഒരു കുഞ്ഞുങ്ങളും ലഹരിക്ക് അടിമയാവുകയില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയട്ടെ. 12 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛന് എൻ്റെ അമ്മാവൻ പട്ടാളത്തിലായിരുന്നേ ഒരു ബോട്ടിൽ റം കൊണ്ടുതന്നു. അച്ഛനത് കഴിച്ചപ്പോൾ
എന്താണെന്ന് അറിയാൻ ഞാൻ ചോദിച്ചപ്പം ഒരു 10 ml ഒഴിച്ച് എനിക്കും തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് മദ്യമാണ്, ഇത് അമിതമായി ഉപയോഗിച്ചാൽ, ഇതൊരു ശീലമായാൽ അത് നിനക്ക് ദോഷം ചെയ്യും. പക്ഷേ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് അല്പം തന്നതാണ്, നീ ഒരിക്കലും അത് ശീലിക്കരുതെന്ന് പറഞ്ഞു. വല്ലപ്പോഴുമൊക്കെ ഇച്ചിരി ഞാൻ കഴിച്ചൊക്കെ നോക്കാറുണ്ട്. പക്ഷേ എങ്കിലും അതൊരു ശീലമാക്കാതിരിക്കാൻ അച്ഛൻ അന്ന് പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഇതാണ്, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം അല്പം ചിലവഴിക്കുക, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുക, അവരുടെ ചിന്താഗതികൾ എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ കൂട്ടുകെട്ടും അവരെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിലൂടെ നമുക്ക് ഈ ലഹരിയിലേക്ക് പോകുന്ന നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയും. കാരണം ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ. കുട്ടികളാണ് ഏറ്റവും പ്രാധാന്യം. ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്ത കണ്ടസ്റ്റന്റ് വിഷ്ണു ശരത്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വിഷ്ണു ശരത്. ഞാൻ കൊല്ലം RBO1 HLSTയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക് പുതിയ തലമുറ, പുതിയ മുൻഗണനകൾ, കാലത്തിനൊത്ത് തൊഴിലിടങ്ങൾ മാറേണ്ടത് എങ്ങനെയല്ല. എനിക്ക് ഈ ടോപ്പിക്ക് വായിച്ചപ്പോൾ ആദ്യം മനസ്സിലായത് എനിക്ക് വേണ്ടി തന്നെ കാത്തു വെച്ചിരുന്നതാണോ എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്ത. ഞാൻ ഈ ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആൽഫ്രഡ് ഹോഫ്മാൻ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ സോഷ്യൽ സയൻറ്റിസ്റ്റ് പറഞ്ഞ ഒരു കോട്ടിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഹാർഡ് ടൈംസ് ക്രിയേറ്റ് സ്ട്രോങ് മെൻ, സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഗുഡ് ടൈംസ്, ആൻഡ് ഗുഡ് ടൈംസ് ക്രിയേറ്റ് വീക്ക് മെൻ, ആൻഡ് വീക്ക് മെൻ എഗെയിൻ ക്രിയേറ്റ് ഹാർഡ് ടൈംസ്. അതാണ് ഇന്ന് നമ്മളുടെ രാജ്യത്തും ബാങ്കിങ് വ്യവസായത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നേ നടന്നുപോയ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ കടന്നു പോയതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഗുഡ് ടൈംസ് ഉണ്ട്. ഇനി ഈ ഗുഡ് ടൈംസ് വീക്ക് മെന്നെ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അങ്ങനെ സ്ട്രോങ് മെന്നിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ മറ്റു വലിയൊരു കാര്യം, അതായത് ലീഡർഷിപ്പ്. ഗുഡ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ തൊഴിലിടങ്ങളും തൊഴിൽ സംരംഭങ്ങളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും എല്ലാം മുന്നോട്ട് പോവുകയുള്ളൂ. എല്ലാം ലീഡർഷിപ്പിൽ അധിഷ്ഠിതമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട് കരിയർ ഡെവലപ്മെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ താഴെ ഇരിക്കുന്നവരെ എങ്ങനെ മാർക്കിടാനായിട്ട് മുകളിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, ഈ മുകളിലിരിക്കുന്നവർക്ക് നമുക്ക് എങ്ങനെ മാർക്കിടാം? അതായത് ഇന്ന് ആധുനിക മാനേജ്മെൻറ്റ് വേൾഡ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 540 ഡിഗ്രി ഫീഡ്ബാക്കിനെ കുറിച്ചാണ്. എന്താണ് 540 ഡിഗ്രി ഫീഡ്ബാക്ക്? അതായത് ഇന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന ബാങ്കിങ് വ്യവസായത്തിൽ നമുക്ക് ആരൊക്കെയാണ് മാർക്കിടേണ്ടത്? നമുക്ക് കസ്റ്റമേഴ്സ് മാർക്കിടാം, നമുക്ക് മുകളിലുള്ളവർക്ക് നമ്മളെ മാർക്കിടാം, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് മാർക്കിടാം. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ മുകളിലിരിക്കുന്നവരെ മാർക്കിട്ടുകൂടാ? അവിടെയല്ലേ ശരിക്കും കഴിവുറ്റ മാനേജ്മെൻറ്റിനെ സൃഷ്ടിച്ചെടുക്കാൻ ഏറ്റവും നല്ലത്? നമ്മൾ അവരെ റേറ്റ് ചെയ്യുമ്പോഴല്ലേ അവരും ഡെവലപ്പ് ആവുന്നത്. അവരെങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് ആധാരമായിട്ടാണ്, അതിനെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഇന്നത്തെ പുതിയ തൊഴിലിടങ്ങളും മാറേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി നമ്മൾ വെസ്റ്റേൺ വേൾഡിലേക്ക് എടുക്കുക. കാരണം നമ്മളെപ്പോഴും ഈ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചും മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ്. ഇനി വിദേശ രാജ്യങ്ങളുടെ സിസ്റ്റം എടുത്ത് നോക്കുക. അവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലേ? അവിടെ ശനിയും ഞായറും അവധിയല്ലേ? അവിടെ 5 ഡേ ബാങ്കിങ്ങിനെ കുറിച്ചും 5 ഡേ വർക്ക് വീക്കും ആവുമ്പോൾ ഇവിടെ നമ്മൾ 1947 മുമ്പുള്ള അടിമ വ്യവസായത്തിലേക്ക് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് ഈ പറയുന്ന ആധുനിക തൊഴിലിടങ്ങൾ അടിയന്തരമായി തന്നെ പുതിയ കാലഘട്ടത്തിലേക്ക് ചുവട് മാറേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് ദാറ്റ് റിക്വയർസ് സ്ട്രോങ് ലീഡർഷിപ്പ്. ബട്ട് സ്ട്രോങ് ലീഡേഴ്സ്. സമയം കഴിഞ്ഞു. താങ്ക് യു. അടുത്ത കണ്ടസ്റ്റന്റ് ദർശൻ ഗോവിന്ദ് വാര്യർ. നമസ്കാരം. ആദ്യമായി ബസ്സിൽ നിന്ന് ഒരു ബുക്ക് വായിച്ചുകൊണ്ട് ഞാനൊരു ബുദ്ധിജീവിയാണെന്ന് മനസ്സിലാക്കി എനിക്ക് ഈ ഒരു സ്റ്റേജ് തന്ന എൻ്റെ അസോസിയേഷൻ നന്ദി. എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ വനിതകൾക്ക് ബാങ്കിങ് മേഖലയിലുള്ള പ്രതിസന്ധികളും അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളുമാണ്. പ്രതിസന്ധികളും പ്രതീക്ഷകളും അല്ലെങ്കിൽ സ്വപ്നങ്ങളെ പറ്റി പറയുന്നതിന് മുന്നേ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ റീസെൻ്റ്ലി മാരീഡ് ആയിരുന്നു. അതുവരെ എന്താ പറയുക,
അവരെല്ലാം നമ്മളെപ്പോലെ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ, അവർക്ക് നമ്മളെപ്പോലെ രാത്രി ഇരുന്ന് പണിയെടുത്തുകൂടെ, അവർക്ക് നമ്മളെപ്പോലെ രജിസ്റ്ററും ഫയലും എടുത്ത് പണിയെടുത്തുകൂടെ എന്ന് ആലോചിച്ചിരുന്ന ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ അടുക്കളയിൽ പണിയെടുത്ത് എന്നെയും കൂടെ അടുക്കളയിൽ പണിയെടുപ്പിച്ച് ആ ഒരു വീട്ടിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി അതിനുശേഷം വൈഫ് സ്കൂളിൽ പോയി അല്ലെങ്കിൽ ആ കാര്യങ്ങൾ വരുന്ന സമയത്താണ് ഞാൻ എൻ്റെ കൂടെയുള്ള ലേഡീസിൻ്റെ വനിതകൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി ആലോചിച്ച് തുടങ്ങിയത്. നമുക്കിപ്പോൾ ബാങ്കിൽ ബേസിക്കലി ഞാൻ നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പെർസെൻറ്റേജ് ഉണ്ട്. ബോയ്സ് ടു ഗേൾസ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഗരിമ, അതുപോലെ വളരെ അവർക്ക് അവരുടെ ജോബിൻ്റെ സെക്യൂരിറ്റി രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ബാങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ വനിതകൾക്ക് പ്രതീക്ഷകളും വലിയ സ്വപ്നങ്ങൾക്കും ഇനി ബാങ്കിൽ ഒരിക്കലും അവർക്ക് ഒരു പേടിയോടെയോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോടെ ബാങ്കിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലങ്ങൾ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എന്താ പറയുക പ്രതീക്ഷകൾക്കും അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾക്കും യാതൊരു വിധത്തിലും ബാങ്കിങ് മേഖലയിൽ എന്താ പറയുക തടസ്സങ്ങൾ ഉണ്ടാവില്ലെന്നും അവർക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് വിശ്വാസമുള്ളത്. താങ്ക് യു. താങ്ക് യു. അടുത്ത കണ്ടസ്റ്റന്റ് കല്ലൂരു ഭാർഗവ്. Good afternoon, everyone. Today's my topic is unions' role in supporting staff rights. I think I am the correct person to tell about this because when I have joined the bank for the first 2 years, I have not taken the membership of association because I was thinking that why I have to take it, because I will be doing my job correctly and nothing will happen to me, and I thought that I will not take membership. Why waste of 250 rupees per month? And then after 2 years, after my probation, I got posting in a hilly area. Maybe the reason may be different. And after that, I have taken the membership forcefully because of my friend. And after that, I got married to a Malayali. And then I was seeking a transfer to a posting nearby her. So then I have just given the IMT transfer request, but nothing was happening through. Then I have requested my regional manager and the other staff, but nothing was happening. And then I remembered that I have got the association membership. And then I have just given a call to my AGS, and then he was readily accepting the fact that I got married here and I have to be near to my wife. And then I think he has called the AGS of the another region, and he has supported in getting a posting near to my wife's home. So I thought my thought process has changed after realizing that union's role is not just to take the membership fee, but also they are actively participating in protecting the rights of employees, not only by giving them the required posting, but they are actively working behind the scenes. And today I have realized so many things after listening to the speeches of everyone on the dais. So when they told that we didn't even have the 5-in-1, then I have started wondering why I was giving the membership fee. And I think that union's role is very important in all employees' life, and it is a continuous job. It is not just for 5-in-1 or 6-in-1, but it is a continuous role where our employees will always feel secured and protected. Thank you. Thank you. Next contestant, Abhijit Shankar. നമസ്കാരം, ഞാൻ അഭിജിത്ത് ശങ്കർ. എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം നവസാമൂഹിക മാധ്യമങ്ങളും സാങ്കേതിക വിദ്യയും ബാങ്ക് ജീവനക്കാരിലും തൊഴിലാളി സംഘടനകളിലും ചെലുത്തുന്ന സ്വാധീനം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലുമൊക്കെ വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒന്നാണ് നമ്മുടെ നവസാമൂഹിക മാധ്യമങ്ങൾ. അത് ഫേസ്ബുക്ക് ആയിക്കൊള്ളട്ടെ, വാട്സപ്പ് ആയിക്കൊള്ളട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കൊള്ളട്ടെ, ഇവയൊക്കെ വളരെ കൃത്യമായി, വളരെ ചടുലമായി, വളരെ വ്യാപകമായി നമ്മുടെ വ്യക്തി ജീവിതത്തിലും തൊഴിലാളി ജീവിതത്തിലും ഒക്കെ ഇടപെടുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ രണ്ട് തലത്തിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാം. ഒന്ന്,
ജീവനക്കാരിൽ ഇത് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ബാധിക്കുക, നെഗറ്റീവായിട്ട് എങ്ങനെയാണ് ബാധിക്കുക? 2, തൊഴിലാളി സംഘടനയിൽ ഇത് പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത്, നെഗറ്റീവായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ തൊഴിലാളിയെ സംബന്ധിച്ച് ഇന്ന് നമ്മളുടെ ജോലിയിൽ വളരെ കൃത്യമായി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പ് ആയിരുന്നാലും ഇന്ന് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒഫീഷ്യൽ ഗ്രൂപ്പുണ്ട്, അൺഒഫീഷ്യൽ ഗ്രൂപ്പുണ്ട്. ഇതുവഴി നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് തരത്തിലുള്ള വിവരങ്ങൾ നമ്മൾ പരസ്പരം കൈമാറുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് മറ്റു പല കാര്യങ്ങൾ അറിയുവാനും, എന്തിനൊരു NBA-കാരനെ പിടിക്കണമെങ്കിൽ പോലും അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കി, അവൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കി, അവൻ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ഫോളോ അപ്പ് ചെയ്യാൻ പോലും ഇന്ന് നമുക്ക് നവസാമൂഹിക മാധ്യമങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നെഗറ്റീവിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നവസാമൂഹിക മാധ്യമങ്ങളിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒക്കെ നമുക്ക് കിട്ടുന്ന വളരെ ഗ്ലോസി ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ലൈഫുണ്ട്. നമ്മൾ ഒരിക്കലും അതിലേക്ക് നമ്മൾ വീണു പോകരുത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ തൊഴിൽ ജീവിതം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വാട്സപ്പിലും മറ്റു പല കാര്യങ്ങളും നമ്മൾ പെട്ടുപോകാറുണ്ട്. അതിനുശേഷവും ഒഫീഷ്യൽ ഗ്രൂപ്പുകൾക്ക് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ സമയം ഒരുപാട് നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നവും ഇതേ നവസാമൂഹിക മാധ്യമങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ മുൻപൊരിക്കൽ നമ്മുടെ തന്നെ ഒരു സ്റ്റാഫിനെ കോട്ടയത്ത് നമ്മുടെ ഒരു ബ്രാഞ്ചിൽ ഒരു മോശം പെരുമാറ്റത്തിൻ്റെ പേരിൽ നവസാമൂഹിക മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുകയും അദ്ദേഹത്തെ നമ്മൾ പലതരത്തിലും നമ്മൾ മോശമായൊരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് തിരിച്ചറിയുവാനോ അതിൻ്റെ ശരിതെറ്റുകളെ വിലയിരുത്തുവാനോ ഈ സാമൂഹിക മാധ്യമങ്ങൾ നമുക്ക് കാണിക്കില്ല. അവിടെ ഒരു മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. ഇതുപോലെ തന്നെയാണ് സംഘടനയെ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ നിലവിലുള്ള പൾസ്, എന്താണ് ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങൾക്കുള്ള ആവശ്യങ്ങൾ, അത് നമ്മളുടെ ഒരു ഗ്രൂപ്പിലൂടെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അത് നേതാക്കൾക്കും നമ്മുടെ സംഘടനാ നേതൃത്വത്തിനും നമ്മളെക്കുറിച്ച് വിലയിരുത്തുവാനും അവരെക്കുറിച്ച് വിലയിരുത്തുവാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, ഒരു കണക്റ്റും കിട്ടുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ മാത്രമായിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനം മാറുന്നതും വളരെയധികം ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ട്. കേവലമായൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ മറ്റു പലതിലൂടെയോ മാത്രം നമ്മുടെ സംഘടനാ പ്രവർത്തനം ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് നമ്മുടെ തൊഴിലാളികളിലുള്ള ഞങ്ങളുടെ കണക്റ്റ് എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു തൊഴിലാളി കണക്റ്റ് നമുക്ക് നഷ്ടപ്പെടുകയും മനുഷ്യനും തമ്മിലുള്ള വ്യക്തി ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്ത കണ്ടസ്റ്റന്റ് ശ്രീകാന്ത് നായർ. ഗുഡ് ഈവനിങ് ഓൾ. ജതിൻ രാംദാസ് പറഞ്ഞതുപോലെ എനിക്ക് മലയാളം പറയാനും അറിയാം, വേണമെങ്കിൽ 2 തെറി വിളിക്കാനും അറിയാം. But today I want to be different, so I'll speak in English. And even if I lose something for that, I'm different, no? I'll take it. So I would like to start by saying that by the virtue of my mother, I have but a brother. But by the virtue of my motherland, I have this immense pleasure in addressing all of you as my brothers and sisters. So dear brothers and sisters, my name is Srikanth, and I'm going to talk to you about work stress, psychological problems, and increasing suicide tendencies due to these. What are the problems and what are the solutions? Now, let me tell you, whenever you read about the death of a banker in the newspaper, you don't need to read further to know that it is a public sector banker. You don't need to read further. Why? Why? Because in a private sector, he will not be there in the job if he cannot handle the pressure. He will not be there. Why is it that the public sector banker has to be bearing the brunt of all the stress of his work? I will address 3 points in this regard: work and work, work and life, and work-life balance. These are the 3 things that I'm going to talk to you about. When you're doing your work, do your work and do it with ethics. Just because you are being pressurized, just because you are being pushed for targets, do not go for unethical work. That is what creates work stress. Do not do the work beyond the work just to impress your seniors. That will create work stress. And let me tell you again about work and life. There are people who think that work is life. No, it's not. Life is work. You have to remember that. Without life, there is no work. So, first of all, remember that this whole world is like, you are like a flower.
the whole world wants to just pinch you down to little buds and put you into the dustbin. But there's only one thing that make you whole. That is your family. They'll pick you up from the dustbin and make you a whole new flower. So, whatever you do, do not ignore your family. Today, your children want you. They come to you, right? But it will soon there will be a time when they don't want you. They want their friends. So, right now, if you are running after your work, just remember that these days are not going to come back with your family. Finally, work-life balance. What are the solutions? When you have to say no, you have to say no. And of course, our association is providing so many avenues. Come for NS, people, so that your stress is over. Finally, I would just like to say that the ultimate measure of a man is where he stands at the time of challenges. Where do you stand? That's all I want to ask you. Thank you, friends. Thank you. Last contestant, Vishnu V. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു. ഞാൻ നെല്ലിക്കുഴി ബ്രാഞ്ച് മാനേജറാണ് RB4 മൂവാറ്റുപുഴ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും തൊഴിലാളി സംഘടനകളുടെ ഭാവിയും. നമ്മൾ ഈ ടോപ്പിക്കിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്ന് വേണം നമ്മൾ ആദ്യം ആലോചിക്കാൻ. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്രൈവറ്റായിരുന്ന ബാങ്കുകളെ പലതും പബ്ലിക് ബാങ്കുകളാക്കി നാഷണലൈസ് ചെയ്യുകയാണ് ഒരു കാലത്ത് ഗവൺമെൻറ് ചെയ്തിരുന്നത്. അതേസമയം ഗവൺമെൻറ്റിന് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 3-4 വർഷമായിട്ട് IDBI ബാങ്ക് പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു, അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ പലതും പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ എന്നും കേൾക്കുന്ന, നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ നേരിടുന്നു? അപ്പോൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിൽ ലൈവായിട്ടൊരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇലോൺ മസ്കും ട്രംപും വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ പെട്ടെന്ന് ഒരു ദിവസം ഒരു പുതിയൊരു ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നു. അത് എല്ലാ ദിവസവും ആളുകളെ പിരിച്ചുവിടുന്നു. എന്തിൻ്റെ പേരിലാണ്? അവർക്ക് ലാഭം കൂടുതൽ, നഷ്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി എന്ന പേരിൽ അവർ ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. അത് അമേരിക്ക എവിടെ വരെ എത്തിച്ചു എന്നുള്ളത് നമുക്ക് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് നമുക്കുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെയാണ് സംഘടനകളുടെ ഭാവി, സംഘടനകളുടെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെയാണ്. നമ്മുടെ സംഘടനകൾ 3-4 വർഷമായിട്ട് നമ്മുടെ സംഘടനകൾ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും നമ്മുടെ ബാങ്കുകൾ പ്രൈവറ്റൈസ് ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നാളെ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് എല്ലാവർക്കും നാളെ മുതൽ നിങ്ങൾ വരണ്ട എന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാവി എന്താകും? അതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ് സംഘടനകളുടെ ഭാവി. ഇന്നിവിടെ ഈ പരിപാടി നടത്തുന്നതിന് കാരണം തന്നെ ഈ സംഘടനയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുവാനും ഓരോരുത്തരും ലീഡർഷിപ്പ് സ്കില്ല് കാണിക്കുവാനും വേണ്ടിയാണ് നമ്മളിവിടെ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ വേണോ? ഈ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ തൊഴിലാളി സംഘടനകൾ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം, അതിൻ്റെ ഫുൾ റൈറ്റ് നമ്മുടെ കയ്യിലാണ്. അത് എല്ലാവരും വളരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you. And that was the final contestant. അടുത്തതായി ലാസ്റ്റ് പ്രോഗ്രാമാണ് ഡാൻസ് ബൈ ടീം കോഴിക്കോട്.
கொஞ்சம் ஸ்பீட் ஏத்து மாமே. Normal. என்னைய பாட்டை நிறுத்திட்டீங்க, பட்டே கிளப்ப. അയ്യോ, എന്താണ്ട് മറന്നല്ല. കിട്ടി.
അടുത്തതായി സമ്മാനദാനമാണ് ഇപ്പൊ കഴിഞ്ഞ ദയവ് ഇതാരും വേദിക്ക് പുറത്തേക്ക് പോരുത്. കാരണം നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞിരുന്നു, നമ്മളൊരു കോമ്പറ്റീഷൻ നടത്തി. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ചെറുപ്പക്കാരാണ് മത്സരിച്ചത്. അപ്പോൾ അവരിൽ ആരൊക്കെ വിജയികളായി എന്നറിയാനുള്ള ഒരു ബാധ്യതയും കൂടെ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിച്ചു, പിരിഞ്ഞു പോവാം. ദയവ് ഇത് 2 മിനിറ്റ് ആളുകൾ വെയിറ്റ് ചെയ്യാം പ്ലീസ്. ആദ്യമായി തേർഡ് പ്രൈസ് ഗോസ് ടു അഭിജിത്ത് ശങ്കർ, PBB അമ്പലമുക്ക്, ട്രിവാൻഡ്രം. പരിപാടി കഴിഞ്ഞു, കൈയടിക്ക്. Congratulations, Abhijit Shankar, third prize, PBB അമ്പലമുക്ക്. Second prize goes to Elder Philip. Elder Philip, Kalai branch. Second prize. കൈയടിക്കൂ. ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുകയാണ്. The first prize goes to Srikanth Nair. Congratulations. അങ്ങനെ പരിപാടി അവസാനിച്ചു. ഇത്രയും നേരം ഇരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.